ഇന്ന് രാത്രിയും നാളെ രാത്രിയും അടുത്ത ദിവസങ്ങളിലുമെല്ലാം കർത്താവിൻ്റെ വരവും അന്ത്യകാല സംഭവങ്ങളും എന്നൊരു ഭാഗമായിരിക്കും പ്രതിപാദിക്കുന്നത്. രാത്രി മറ്റു മുഖവുരകളൊന്നുമില്ല, 10 വാക്യങ്ങളായിരിക്കും ഈ രാത്രി വായിക്കുന്നത്. വെളിപ്പാട് പുസ്തകമല്ല പ്രസംഗിക്കുന്നത്. ഇന്ന് രാത്രി എസക്കേൽ പ്രവചനവും നാളെ രാത്രി സെക്കറിയ പ്രവചനവും അടുത്ത രാത്രി ആമോസിൻ്റെ പ്രവചനവുമായിരിക്കും. അവസാന സമയം തൊട്ടടുത്ത് ചെങ്കവിളയിൽ കൃപാസനത്തിൻ്റെ കൺവെൻഷൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ പ്രസംഗിച്ചതിൻ്റെ ബാക്കി ഭാഗം ഇവിടെ ആയിരിക്കും എന്ന് പറഞ്ഞു. 2 നാളുകളിലും നല്ല ജനമായിരുന്നു. അന്ന് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 2 ഭാഗങ്ങളായിരുന്നു ഇവിടെ പ്രതിപാദിച്ചത്. അതിനോടനുബന്ധിച്ച് ഇന്ന് നടക്കുന്ന ലോക സംഭവങ്ങളും വിശുദ്ധ ബൈബിളും യേശുക്രിസ്തുവിൻ്റെ വേഗപ്രത്യക്ഷത എന്നൊരു ഭാഗമായിരിക്കും പ്രതിപാദിക്കുന്നത്. ഞങ്ങളുടെ സുവിശേഷ മഹായോഗം എന്തിനു വേണ്ടി സംഘടിപ്പിക്കുന്നു എന്ന് പലരും വിചാരിക്കും. പ്രാർത്ഥിച്ച കർത്താവിൻ്റെ ദാസൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കുറച്ച് പണം കിട്ടിയുകൊണ്ടല്ലേ സുവിശേഷ യോഗം സംഘടിപ്പിക്കുന്നത്. സുവിശേഷ യോഗത്തിൻ്റെ പ്രത്യേകത ഏവർക്കും ശ്രവിക്കാം. 5 കാര്യങ്ങളാണ്. 1, ഇവിടെയുള്ള എല്ലാ മക്കളും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, കാഹളത്തെങ്കിൽ അവർ എടുക്കപ്പെടണം. 3, അവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം. 4, ദേശത്ത് സമാധാനമുണ്ടാകണം. 5, ആത്മീയമായി സഭകൾ മുന്നേറണം. അതിനുവേണ്ടി ദൈവസഭയെ ഏൽപ്പിച്ച ദൗത്യ സുവിശേഷ മഹായോഗം. ദേശമേ ദേശമേ യഹോവയുടെ വചനത്തെ കേൾക്കുക. ഒരിക്കൽ കൂടി ഗ്രൗണ്ടിൽ നിൽപ്പാൻ ദൈവം കൃപ ചെയ്തു. അതുകൊണ്ട് ഈ രാത്രി 10 വാക്യങ്ങളായിരിക്കും. 1-2 മുന്നറിയിപ്പുകൾ പറഞ്ഞുകൊണ്ട് തിരുവചനത്തിലേക്ക് കടക്കാം. എല്ലാവരും ശ്രദ്ധയോടെ ആയിരിക്കണം. കയ്യിലിരിക്കുന്ന ബൈബിൾ നിങ്ങൾ തുറന്നു വെക്കണം. അതുപോലെ തന്നെ നോട്ട്സ് എഴുതുന്നവർക്ക് നോട്ട്സ് എഴുതാം. ഇവിടെ നല്ല കസേര ഇഷ്ടംപോലെ കിടപ്പുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള വീട്ടിലേക്ക് പക്കത്തിരിക്കുന്ന യാരെ അവർ കൂടെ കേട്ടിട്ട് നാളെ അവരെയും കൂട്ടി വരണം. ഞാൻ ഒരു കുഞ്ഞുങ്ങളെ കുറ്റം പറയുന്ന ആളല്ല. വല്ലപ്പോഴും ഇച്ചിരി പറയുന്ന ഞങ്ങളുടെ പാസ്റ്റർമാരെ പറയത്തുള്ളൂ. വിശ്വാസികൾ ഒരു കുഴപ്പവും പറയാറില്ല. ഇനി ചില പാസ്റ്റർമാർ ഇതിനകത്ത് കസേരയിൽ ഇരിപ്പുണ്ട്. ധൈര്യമായിട്ട് ഇവിടെ വന്നിരിക്കാം, ഒന്നും പറയത്തില്ല. വിഷമിക്കേണ്ട. ഇത് കേരളമല്ല, തമിഴ്നാടായതുകൊണ്ട് ഒരു കാര്യവും പറയത്തില്ല. സമാധാനത്തോടെ നിങ്ങൾ കേൾക്കാം. അവസാനം ആരും എഴുന്നേറ്റ് പോകരുത്. കർത്താവിൻ്റെ ദാസൻ ഇവിടെ ഉണ്ട്, കൊയറുണ്ട്. അരുമയാന പാടലെ പാടി അതിനുശേഷം ആശീർവാദത്തിന് ശേഷം ആർക്കെങ്കിലും പ്രാർത്ഥിക്കണമെങ്കിൽ ഇടയ്ക്ക് വരരുത്. ആശീർവാദം കഴിഞ്ഞതിന് ശേഷം ഞാൻ 1/2 ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അത് 2 ഞായറാഴ്ച രാത്രി തന്നെ ഞാൻ മടങ്ങിപ്പോകും. അതുകൊണ്ട് ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ യോഗത്തിൻ്റെ ആശീർവാദത്തിന് ശേഷം നിങ്ങൾ കടന്നു വന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. സുന്ദരമായ ലോകം 7 വൻകര: ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. 198 പരമാധികാര രാഷ്ട്രങ്ങൾ, 70-ൽ പരം ചെറിയ ചിന്ന രാഷ്ട്രങ്ങൾ, 262 രാഷ്ട്രങ്ങൾ, UN കണക്കിൽ ലോകം, 6500 ഭാഷ സംസാരിക്കുന്ന ലോക മനുഷ്യൻ, 850 കോടിയിലേക്ക് ലോക ജനസംഖ്യ കടക്കുന്നു. ചൈനയെ കടത്തി വെട്ടിക്കൊണ്ട് 145 കോടി കഴിഞ്ഞ് 150ലേക്ക് ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പട്ടണമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. നാളെ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് ഒരു ഭരണകർത്താക്കൾക്കോ മീഡിയയ്ക്കോ രാഷ്ട്രീയക്കാർക്കോ ധനതത്വശാസ്ത്രജ്ഞന്മാർക്കോ ഒന്നും അറിയാൻ പറ്റാത്തൊരു കാലം. നല്ലൊരു കാലത്തിൽ ലോകരാജ്യങ്ങൾ മുന്നേറ്റത്തിൻ്റെ പടവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ വല്ലാതെ ലോകത്തെ പിടിച്ചുലുക്കി ഒരു മഹാവ്യാധി ഇവിടെ വന്നു. അതിൻ്റെ പേര് നോവൽ കൊറോണ. 2019 ഒക്ടോബർ മാസം ചൈനയിലെ വുഹാനിൽ നിന്നിറങ്ങിയ 1 ഗ്രാം വൈറസ്, അൺസീൻഡ് വൈറസ്, ആർട്ടിഫിഷ്യൽ വൈറസ്, 15 രൂപയുടെ സോപ്പെടുത്ത് കുമിള കൊണ്ട് കഴുകിക്കളയുന്ന വൈറസ് ലോകത്തിൻ്റെ താളഗതികളെ മാറ്റിക്കഴിഞ്ഞു. കഴിഞ്ഞ 2 വർഷത്തിന് പിറകിൽ നമ്മൾ നോക്കണം. 2022 തൊട്ട് മുമ്പ് ഇവിടെ കൊല്ലങ്കോടും കളിക്കാവിളയും ചെങ്കവിളയും ചൂഴാലും നിദ്രവിളയും അതുപോലെ നടക്കാവും പാലവിളയും എല്ലാം കണ്ടൊരു കാര്യമുണ്ട്. സഹോദരങ്ങൾ മുഴുവനായി പാത്തിരിക്കത്. എവിടെ തൊട്ടാൽ കയ്യിൽ, എവിടെ നോട്ടിനകത്ത് തൊട്ടാൽ വൈറസ്, പാൽ പാക്കറ്റ് തൊട്ടാൽ വൈറസ്, വണ്ടിയുടെ കമ്പിയെ പിടിച്ചാൽ വൈറസ്, അന്യോന്യം കൈ കൊടുക്കാത്ത കാലം ഇടുന്ന ഡ്രസ്സിനകത്തും വൈറസ്. അവിടെയെല്ലാം അന്ത നാൾക്കളിലെ വൈറസ് ആഞ്ഞടിച്ചപ്പോഴും ഇന്ന് രാത്രിയും വൈറസ് കടക്കാത്ത ഒന്നും നമ്മുടെ കരങ്ങളിലിരിപ്പുണ്ട്. അതിൻ്റെ പേരാ സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയും ഈ വചനവുമായി നിങ്ങൾ കടന്നു വന്നത്. ഉലകത്തിൻ്റെ അന്ത്യദിനങ്ങൾ ലോകം ശ്രദ്ധയോടെ നിങ്ങൾ ഇരിക്കണം. ഓരോ 100 വർഷത്തിനിടയ്ക്ക് അവർ 100 years coming a pestilence all over the world. 1800-ൽ മനുഷ്യകുലത്തെ മുച്ചൂട് മുടിച്ചുകൊണ്ട് ഇവിടെ ഒരു വൈറസ് ഇറങ്ങി, അഥവാ ഒരു മഹാവ്യാധി ആഞ്ഞടിച്ചു. അതിൻ്റെ പേരായിരുന്നു പ്ലേഗ്. എത്ര പേർ പട്ടു വീണെന്നറിയാമോ? ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ ടീച്ചേഴ്സ്. ഇന്നത്തെ നേഴ്സസ് എല്ലാം ഇത് പഠിക്കാതെ BSc നേഴ്സോ MBBSലോ കിടക്കാൻ പറ്റത്തില്ല. 1800. അത് കഴിഞ്ഞ് 117 വർഷം ലോകം സമാധാനത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ വരവിൻ്റെ 3 ചാലുകൾ അവിടെ നിറവേറി. 917-ൽ വീണ്ടും 2ാമത്തെ ഒരു മഹാവ്യാധി വന്നു. അതിൻ്റെ പേരായിരുന്നു സ്പാനിഷ് ഫ്ലൂ. അനവധി പേരെ കൊന്നടുക്കി. 2ാമത്തെ സംഭവമായി യഹൂദൻ്റെ ആദ്യത്തെ മടങ്ങി വരവിന് വേണ്ടി അത്തിച്ചെടി കുഴിച്ചു വെക്കുന്നു. അതിനെപ്പറ്റി അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കടക്കും. ശ്രദ്ധയോടെ ഈ നാളുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം.
പീലാത്തോസിന്റെ അരമനയിൽ 2 കോടികൾ. 1 വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. 2 ബറബ്ബാസ്. യഹൂദ പരീക്ഷകൾ വിളിച്ചു പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ. അതിനാസ്പദമായി കൊച്ചി മട്ടാഞ്ചേരി മുതൽ ആഫ്രിക്കയിലെ നൈജീരിയ വരെ 110 രാജ്യങ്ങൾ ചെതറിയ യഹൂദൻ ആദ്യമായി മടങ്ങി വരുന്നത് 1971 നവംബർ 11 രാത്രി 11 ആ ഡിക്ലറേഷന്റെ പേരാ ആർദർ ബാൽഫോർഡ് വിളംബരം. ആദ്യമായി ചെടി കുഴിച്ചു വെക്കുന്നത് 917 നവംബർ 11 രാത്രി 11 3 റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം വരുന്നത്. ആരാ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്? പഴയ സഖാക്കൾക്ക് രാഷ്ട്രീയക്കാർക്കും അറിയത്തില്ല. അദ്ദേഹം ഒരു യഹൂദനായിരുന്നു, കാർൽ മാർക്സ്. അദ്ദേഹത്തിന്റെ കൂടെ ഒരു ചെറുപ്പക്കാരൻ ബാലിബൻ ഇരിക്കത്, അവൻ പേര് വന്ന് ഫ്രെഡറിക് ഏംഗൽസ്. അവർ 2 പേരും എഴുതിയ തത്വസംഹിതയായിരുന്നു ഏതായിരുന്നു? കമ്മ്യൂണിസം. അത് ആദ്യമായി ഉയർത്തപ്പെട്ടത് ഇസ്രായേലിലല്ല, റഷ്യയിൽ. ആയിരക്കണക്കിന് തൊഴിലാളി സുഹൃത്തുക്കൾ 917 മെയ് മാസം 1-ാം തീയതി സാർ ചക്രവർത്തിമാരെ നേരെ കരമുയർത്തിക്കൊണ്ട് സർവ്വലോക തൊഴിലാളികളെ സംഘടിച്ചു ശക്തരാകുവിൻ. ആദ്യമായി റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം 1917 മെയ് 1. അതുകൊണ്ട് പാറശാലയിലും കളിക്കവളയിലും ലോക തൊഴിലാളി ദിനം. അപ്പോൾ കർത്താവിന്റെ വരവിന്റെ 3 ചാലുകൾ: 1 റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം, 2 യഹൂദന്റെ മടങ്ങി വരവ്, 3 ഒരു മഹാവ്യാധി. അന്ന് അത് കഴിഞ്ഞ് 917 കഴിഞ്ഞു. ലോകം വളരെ സമാധാനത്തിൽ പോയിക്കൊണ്ടിരിക്കുക. 102 വർഷം കഴിഞ്ഞപ്പോൾ ചൈനയിലെ വുഹാനിൽ നിന്നിറങ്ങിയ ഒരു വൈറസ് ലോകത്തിന്റെ താളഗതികൾ മാറ്റിക്കഴിഞ്ഞു. ഇത് സാധാരണ സംഭവമല്ല. അത് ആരംഭിച്ച നോവൽ കൊറോണയാണ്. ഇപ്പോൾ ഒമിക്രോൺ വരെ നമ്മുടെ കേരളവും തമിഴ്നാടും കണ്ടത്. അമേരിക്കയിൽ ഇപ്പോൾ സബ്സിക്വൻ്റ് ആയിട്ട് ഇത് വേരിയൻ്റ് ആയി കഴിഞ്ഞു, മ്യൂട്ടേറ്റ് ചെയ്തു. 7 ദിവസത്തെ പനി, അതിന് വിളിക്കുന്നു JN2. ഇന്ത്യയിലും ഇലക്ഷൻ കാലത്ത് നിങ്ങൾ കണ്ടില്ലേ, പലരും മാസ്ക് വെച്ചു അല്ലെങ്കിൽ സാനിറ്റൈസറുമായിട്ട് വോട്ട് ചെയ്യാമെന്ന്. ഇപ്പോഴും കോവിഡ് ഉണ്ട് ഇന്ത്യയിലും. അതിൻ്റെ പേരാ JN1 അഥവാ കട്ടി കുറഞ്ഞ പനി. ICMR പറയുന്നു ദിവസം 200-ൽ പരം കേസുകൾ ഇവിടെ. അപ്പോൾ ഈ കോവിഡ് അവസാനിക്കുകയില്ല, ഇതൊരു തുടക്കം മാത്രമാണ്. വിശുദ്ധ ബൈബിളിൽ യേശുക്രിസ്തുവിന്റെ പുലുമൂല പ്രഭാഷണം അതിനെ ബേസ് ചെയ്തായിരിക്കും ഈ രാത്രി മുതൽ നാം ചിന്തിക്കുന്നത്. മത്തായി 24 യേശു അന്ത്യകാല സംഭവങ്ങളുടെ തുടക്കത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നു. മാത്യു ചാപ്റ്റർ 24-21 അതിനകത്ത് ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ ഒരു വലിയ കഷ്ടം അന്നാളിൽ ഉണ്ടാകും. ഇൻ ദ ബിഗിനിങ് ഓഫ് ദ വേൾഡ് സച്ച് എ പാനിക് ഓർ പാൻഡമിക് സിറ്റുവേഷൻ നോട്ട് yet to arise, the human kingdom watching a simultaneous pestilence all over the world. അമേരിക്കയിലെ ഒഗിയോ കടൽ മുതൽ തേങ്ങാപട്ടണം വരെ അവൻ അടിക്കുമെന്ന്, ലോകം മുഴുവൻ വരുമെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ കോവിഡിനോടനുബന്ധിച്ച് നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ഏകദേശം 30ഓളം പ്രവചനങ്ങൾ നിറവേറുന്നു. 2 കാര്യങ്ങൾ തൊട്ടുകൊണ്ട് വചനത്തിലേക്ക്. ഒരു ട്രെയിൻ പാളത്തിനകത്ത് വരുന്നതിനും അനവധി മുന്നറിയിപ്പുകൾ. ആകാശത്തിന്റെ മണ്ഡലത്തിനകത്ത് ഒരു വിമാനം കയറുന്നതിന് മുമ്പ് അനവധി മുന്നറിയിപ്പുകൾ പോലെ നാഥന്റെ വരവിന്റെ ചാലുകൾ ബൈബിളിനകത്ത്. 2 സംഭവങ്ങൾ തൊട്ടുവെച്ചിന്ന് രാത്രി മത്തായിലേക്ക് മെസ്കയിലേക്ക്. നമ്പർ 1 2023 ഇന്ത്യ. 2003 ഇന്ത്യയും എവിടം വരെ എത്തി? 2023. ഇന്നേക്ക് 2023 തുടക്കത്തിൽ ആദ്യത്തെ പരിവേഷണം തുടങ്ങി. ചന്ദ്രയാൻ 3. അതിന്റെ പ്രത്യേകത ഏകദേശം 3.25 ലക്ഷം കിലോമീറ്റർ ദൂരമുള്ള ചന്ദ്രനിലേക്ക് ആദിത്യ എന്ന് പറയുന്ന ഒരു ഉപഗ്രഹത്തെ അയച്ചു. പിന്നെ ചന്ദ്രയാൻ 3 ആദിത്യ എന്ന് പറയുന്ന ഒരു ഉപഗ്രഹ 3.25 ലക്ഷം കിലോമീറ്ററുള്ള ചന്ദ്രനെ പിടിക്കുവാൻ ഒരു റോക്കറ്റിനകത്ത് 36 ഉപഗ്രഹങ്ങളെ ആരയച്ചു? ഇന്ത്യ. ഉപഗ്രഹങ്ങൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞു. ഇന്ന് ആ റോക്കറ്റിനകത്ത് ഒരു ക്യാമറ ഉണ്ടായിരുന്നു. അവൻ്റെ പേര് വിക്രം ലാൻഡർ. അവൻ എന്ത് ചെയ്തെന്നറിയാമോ? ഇന്ന് ചന്ദ്രന്റെ പടമെല്ലാം എടുത്ത് ഇന്ത്യക്ക് അയച്ചു കൊടുക്കുന്നു. 1 2023 ഇന്ത്യയും ചന്ദ്രനും. 2023 മധ്യപകുതിയായപ്പോൾ ആരംഭിച്ചു. സൂര്യൻ 5.25 കോടി കിലോമീറ്റർ കത്തിപ്പടിക്കുന്ന സൂര്യനെ പഠിക്കുവാൻ ഒരു ഏറ്റവും നിർണായകമായ ഒരു ഉപഗ്രഹത്തെ വിട്ടുകഴിഞ്ഞു. അത് 15 ലക്ഷം കിലോമീറ്റർ കടന്നു. കന്യാകുമാരി വണ്ടി കളിക്കാവുള്ള ബസ് സ്റ്റാൻഡിൽ കയറി കട്ടം കുടിക്കുന്നത് പോലെ 15 ലക്ഷം കിലോമീറ്ററിൽ ആദിത്യ 3 ഇരുന്നു കൊണ്ട് പടമെടുക്കുന്ന പരിവേഷത്തിന് ഇന്ത്യ പേരിട്ടു ഗഗൻയാൻ 3. ഇന്ന് രാത്രി ഇവിടുത്തെ ഏറ്റവും നിർണായകമായി ടീച്ചേഴ്സിന്റെ മൊബൈലിലെല്ലാം വന്നു കഴിഞ്ഞു. എന്താ അതിന്റെ പ്രത്യേകത എന്നറിയാമോ? ഏറ്റവും നിർണായകമായി ഫിസിക്സ് ടീച്ചേഴ്സ്, അതുപോലെ തന്നെ പിന്നെ ജോഗ്രഫി ടീച്ചേഴ്സ് ഇവിടെ പഠിപ്പിക്കുന്ന കേരളമാകട്ടെ തമിഴ്നാടാകട്ടെ അവരുടെ മൊബൈലിൽ ഒരു ഫീച്ചർ വന്നു, അല്ലെ സിലബസ് വന്നു. മനുഷ്യൻ ചൊവ്വയിലേക്ക്. അതിന് പേരിട്ടിരിക്കുന്നു ശാസ്ത്രലോകം മാർസ് 1. 5.25 കോടിയല്ല, 15 ലക്ഷം കിലോമീറ്റർ ആദിത്യം നിൽക്കുമ്പോൾ 5.25 കോടി കിലോമീറ്ററുള്ള ചൊവ്വ. അവിടുത്തെ ചൂട് 125 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അവിടെ പിടിക്കുവാൻ മനുഷ്യൻ തയ്യാറെടുക്കുന്നു. അതിന് പേരിട്ടു മാർസ് 1. അതിനാസ്പദമായി 2 മലയാളികൾ തയ്യാറാകുന്നു. പാലക്കാടുകാരൻ ലേഖാശ്രദ്ധ, തൊട്ടടുത്ത് തിരുവനന്തപുരം സ്വദേശി പൂജപ്പുരക്കാരൻ രാകേഷും ഇപ്പോൾ സുന്ദരമായിട്ട് അതിനുവേണ്ടി തയ്യാറെടുക്കുന്നു. മനുഷ്യന്റെ തലയിൽ മൈക്രോ ചിപ്പ് വെച്ച് രംഗപടത്തിൽ ചിപ്പ് കൊണ്ടുവന്ന എലോൺ മസ്ക് പറഞ്ഞു, പൈസ തരാമെങ്കിൽ ഞാൻ മനുഷ്യനെ ചൊവ്വയിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഈ അടുത്ത ദിവസം കണ്ടില്ലയോ ഇന്ത്യക്കാരി ബഹിരാകാശ ശാസ്ത്രജ്ഞ സുനിത
വില്യംസ് ബഹിരാകാശത്തിലേക്ക്. കഴിഞ്ഞ ദിവസവും ഇന്നുമെല്ലാം പത്രത്തിനകത്ത് വാർത്തയെങ്കിൽ കഴിഞ്ഞ 2023 ഡിസംബറിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡിജി അദ്ദേഹം ഇവിടെ ചെന്നു. ബാംഗ്ലൂർ ISRO ശാസ്ത്രജ്ഞന്മാരെ മുഴുവൻ വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു, ശൂന്യാകാശത്തിൽ ഒരു ബേസ് സ്റ്റേഷൻ വേണം. വി നീഡ് എ ബേസ് സ്റ്റേഷൻ ദ സ്പേസ്. കളിക്ക് അവളെ തട്ടുകട തുടങ്ങിയതുപോലെ ഇന്ത്യ ശൂന്യാകാശത്ത് ബേസ് സ്റ്റേഷൻ തുടങ്ങാൻ പോകുന്നു. എത്ര കണ്ടുപിടുത്തങ്ങൾ! 1 ചന്ദ്രൻ, 2 സൂര്യൻ, 3 ചൊവ്വ, 4 മധ്യാകാശത്തിലേക്ക് മനുഷ്യൻ കുതിച്ചു കയറുന്നു. ബൈബിളിനകത്തുണ്ടോ യേശുക്രിസ്തുവിന്റെ ഉലുമല പ്രഭാഷണത്തിന്റെ ഒരു നിവൃത്തി ഇവിടെ. ലൂക്കോസ് 21:25 സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും മഹാലക്ഷ്യങ്ങൾ ഉണ്ടാകും. തീർന്നില്ല. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്ക നിമിത്തം ഭൂസീമവാസികൾ കൊല്ലങ്കോട്, പഴവഞ്ചാൽ, പൂവാർ, പുല്ലുവിള, ശംഖുമുഖം, വിഴിഞ്ഞം സകല എണ്ണവും കെട്ടും കിടക്കെ എടുത്തുകൊണ്ടുകൂടും. സ്വോത്രം. അതുകൊണ്ട് இந்த നാൽക്കലിലെ ഉന്ത പത്രികകത്ത് കടൽ ഇളകുന്നു. കണ്ടില്ലേ? അതിന് പേർ വിളിക്കുന്നു ശാസ്ത്രലോകം കള്ളക്കടൽ, കള്ളിക്കടൽ. ഇതൊരു വലിയ സംഭവം. 7 സെന്റിമീറ്റർ തിരമാല ഉയർന്നുകൊണ്ട് കടൽ തീരങ്ങളെ വിഴുങ്ങുവാൻ കടൽ തയ്യാറെടുക്കുന്നു. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്ക നിമിത്തം ഭൂസീമവാസികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം. അതാ இந்த നാൽക്കൽ ടെലിവിഷൻ ചാനലിൽ ഇതിലെല്ലാം വന്ന ആൾക്കാർ കടലിന്റെ ചുറ്റും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അന്ത്യകാല സംഭവങ്ങൾ ഇന്ന് രാത്രി നിറവേറിക്കൊണ്ടിരിക്കുന്നു കോവിഡിന്റെ മറവിൽ. രണ്ടാമത്തെ സംഭവം, ലോകം ഭയങ്കര കണ്ടുപിടുത്തത്തിലേക്ക് പോന്നു. അതിന്റെ പ്രത്യേകത എന്തുവാ? ഇവിടെ ഈ പാറശാല SPയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ നിംസിലോ കിംസിലോ ഒക്കെ മനുഷ്യന്റെ പാൻക്രിയാസോ അല്ലെങ്കിൽ ലിവറോ അല്ലെങ്കിൽ ഹാർട്ടോ ഒക്കെ മാറ്റിവെക്കും. അതൊക്കെയാണ് ഏറ്റവും വലിയ ശസ്ത്രക്രിയ. മുട്ടുമാറ്റും അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക അവയവം. ആ കാലം തീരാറായി എന്ന് ഇറ്റലിയിൽ ഒരു ശാസ്ത്രജ്ഞൻ തയ്യാറെടുക്കുന്ന ഡോക്ടർ സർഗിയോ കൊർണോവ ഒരു ചെറുപ്പക്കാരൻ്റെ തല മാറ്റി വെക്കാൻ പോകുന്നു. ഭയങ്കര നിർണായകമായ കണ്ടുപിടുത്തം. സ്വോത്രം. ആ ഡോക്ടർ ഇപ്പോൾ പൂച്ചയുടെ തല മാറ്റിയെന്ന് പറയുന്നു, എലിയുടെ തല മാറ്റിയെന്ന് പറയുന്നത് 8 വർഷം കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പം തയ്യാറെടുത്തുകൊണ്ട് 8 വർഷം വേണ്ടത് എന്ന് പറയുന്നു. ഒരു മനുഷ്യൻ്റെ തല അറുത്ത് മാറ്റിയിട്ട് മറ്റൊരു തല ഫിറ്റ് ചെയ്ത് വെന്റിലേറ്റർ വഴി ശ്വാസം കൊടുക്കുന്ന ടെക്നോളജിക്ക് വേണ്ടി ഇറ്റലിക്കാരൻ ഒരുങ്ങുന്നു. അതിൻ്റെ പേരാ ഹെഡ് ട്രാൻസ്പ്ലാന്റേഷൻ. സകല മീഡിയയിലും വന്നു കഴിഞ്ഞു. ഡോക്ടർ അതിനു വേണ്ടി തയ്യാറെടുക്കുന്നു. തലമരവിച്ച ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ തയ്യാറാണ്, എൻ്റെ തല മാറ്റി വേറെ തല വെക്കണം. ഇപ്പോൾ അദ്ദേഹത്തിനൊരു പേടി മാത്രം. ഡോക്ടറിന് ഈ കാലം എങ്ങനെ ഇനി മനുഷ്യനിൽ സംഭവിക്കാൻ പോകുന്നത്, പുരുഷന്റെ തലയർത്ത് സ്ത്രീയുടെ തല വെക്കുമെന്ന്, അന്നമ്മയുടെ തല അവറാച്ചാന് വെക്കുമെന്ന് ലോകം പേടിക്കുന്നു. ബൈബിളിനകത്തുണ്ടോ അന്ത്യകാലത്ത് മനുഷ്യന്റെ ജ്ഞാനം വർദ്ധിക്കും. വണ്ടിയുടെ സ്പെയർ പാർട്സ് മാറ്റുന്ന പോലെ ഇന്ന് കഴുത്തിന് താഴെ അവയവങ്ങൾ മാറ്റുമെങ്കിൽ പച്ച മനുഷ്യന്റെ തലയർത്ത് മറ്റൊരു മനുഷ്യന്റെ തല ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ശാസ്ത്രലോകം തയ്യാറെടുക്കുന്നു. ദാനിയേൽ പറഞ്ഞു, അന്ത്യകാലത്ത് ജ്ഞാനം വർദ്ധിക്കും. കോവിഡിന്റെ മറവിൽ സംഭവങ്ങൾ മുഴുവൻ നാഥന്റെ വരവിന് വേണ്ടി കാണുന്ന ലക്ഷണങ്ങളെങ്കിൽ ഇന്ന് രാത്രി സംഭവങ്ങൾ മുഴുവൻ ബൈബിളിലെ പ്രവചനങ്ങൾ നിറവേറുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായവിട്ട് അനന്തനിത്യയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്ന ആണ്ടവരിൻ പിള്ളകൾ ഇന്ന് രാത്രി നാട്ടിക കരമുയർത്തി പറയും, കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തി, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ ഇന്ന കാലത്തിലെ ബൈബിൾ കടിതങ്ങൾ നിറവേറുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് കൺവെൻഷൻ കൂട്ടങ്ങളിൽ കരുത്ത് ഉയർത്തി പറയും, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുവേ. കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. ശിലുവേപുരം കൊല്ലങ്കോട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കാം മത്തായി സുവിശേഷം 24:6-7 വാക്യങ്ങൾ. എവരിവൺ ഓപ്പൺ യുവർ ബൈബിൾ. മാത്യു ചാപ്റ്റർ 24 വേർഡ്സ് 6 and 7. തമിഴ് ബൈബിൾ മത്തി 24:6-7. കുഞ്ഞു വായിച്ച് സഹായിച്ചിട്ട് എല്ലാവരും ബൈബിൾ തുറന്നാട്ടെ. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. അതാ ഇന്നത്തെ പത്രവാർത്ത എല്ലാം അതിനെ ബേസ് ചെയ്ത പ്രസംഗങ്ങൾ വഴി യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളു. റബ്ബറും തോട്ടം വീടും ഒന്നും വിട്ട് ആരും സ്ഥലം വിടരുത്. അതെല്ലാം കൈവച്ചേക്കണം. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളും. എന്തായത് നെക്സ്റ്റ് വൺ? അത് സംഭവിക്കേണ്ടത് തന്നെ. ഇതെല്ലാം ഇവിടെ നടക്കണം. അച്ഛായ അടുത്ത വാക്ക്, എന്നാൽ അത് അവസാനമല്ല. ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ആൻ എൻഡ്. ഇതൊരു അവസാനമല്ല, ഇത് കർത്താവിന്റെ വരവിന്റെ ചാലുകൾ. അടുത്തത് ജാതിയോടും. അതാ മക്കളെ, ഇന്നത്തെ മണിപ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും രക്ഷയില്ല. ബീഷൻപൂർ, ഇംഫാൽ,
അത് കഴിഞ്ഞിട്ട് ചുരാചന്ദ്പൂർ, കുക്കി, മൈതൈ, നാഗ കൂട്ടയടി നടന്നുകൊണ്ടിരിക്കുന്നു. ജാതി ജാതിയോട്. We are saying interpretation in this night, caste to caste. Then വായിച്ചട്ടെ. രാജ്യം രാജ്യത്തോടും എതിർക്കും. രാജ്യം രാജ്യത്തോട് എതിർക്കും. ഇന്ന് രാത്രി നാം ഈ പ്രഭാഷണം ഇവിടെ ആരംഭിക്കുമ്പോൾ 5 അടി ഒരേ സമയം നടക്കുന്നു. 1 റഷ്യ ഉക്രൈൻ, 2 ഇസ്രായേൽ ഹമാസ്, 3 ഇസ്രായേൽ സിറിയ, 4 ഇസ്രായേൽ ലബനോൻ, 5 ചൈന തൈവാൻ. എത്ര ക്ലിയർ നമ്മുടെ ബൈബിൾ. യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്, അത് സംഭവിപ്പാനുള്ളത് തന്നെ. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. അടുത്ത വാക്കൂടെ മോൾ വായിച്ചട്ടെ. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെ ഉണ്ടാകും. അതെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. അടുത്ത വാക്ക് ഇതൊക്കെയും എങ്കിലും ഇതൊക്കെയും ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നത് പോലെ ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭ കാന്തന്റെ വരവിന്റെ ചാലുകൾ ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. ഇതിനെ ബേസ് ചെയ്തായിരിക്കും പ്രവചന പുസ്തകങ്ങൾ നാം സംസാരിക്കുന്നത്. കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാം. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. എന്റെ അരുമயான പാടലെ കൊടുവിലാർ ബാലിബ കൊളുവിനാർ പാടിയിട്ട് ഇവിടുത്തുകാർക്ക് വലിയ സന്തോഷമൊന്നുമില്ല. എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല. സ്വോത്രം. കേരളത്തിലാണെങ്കിൽ പല ബാങ്കുകളും ചിട്ടിക്കമ്പനികളും പൊട്ടി. ഇവിടെ കളിക്കാവിളയിലും ബിരികാട് മാർത്താണ്ടും ഒന്നും പൊട്ടിയിട്ടില്ല. എന്നിട്ടും ആൾക്കാർക്ക് വലിയ സന്തോഷമില്ല. സഹോദര സഹോദരി, വലിയ വീട് തന്നിട്ട് കാർ തന്നിട്ട് ഒന്നുമല്ല. ഇന്ന് രാത്രി ഇന്ന് കൺവെൻഷൻ കൂട്ടങ്ങൾക്ക് ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന അപ്പച്ചന് കോടാനുകൂടി സ്വോത്രം. എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. തായെ തകർപ്പരെ 2023 കണ്ടവർ പലരും 24 കണ്ടില്ല. 24 ജനുവരി കണ്ടവർ 6 മാസം ജൂൺ മാസം കണ്ടില്ല. വാക്സിൻ ആകട്ടെ, അറ്റാക്ക് ആകട്ടെ, കളിക്കാവിളയിലും ചെങ്കവിളയിലും ചൂടാലിലും അതുപോലെ മാർത്താണ്ഡത്തുമല്ല അനവധി 45കാരൻ പടപട ബുള്ളറ്റിനകത്ത് പോയവൻ കുഴഞ്ഞു വീണ് മരിച്ച കാഴ്ച നിങ്ങളുടെ കണ്ണിന് മുൻപിൽ കണ്ടെങ്കിൽ അതിന്റെ നടുവിൽ എത്ര പ്രതിസന്ധികൾ വന്നപ്പോഴും ഇന്ന് രാത്രിയും എന്നെ കരം പിടിച്ച് നടത്തിയ ദൈവത്തിന് കോടാനുകൂടി സ്വോത്രം. പാറശാല SP കടന്നപ്പോൾ ഡോക്ടർ തന്ന മരുന്നല്ല, തിരുവനന്തപുരം നിംസി കടന്നപ്പോൾ കിട്ടിയ വെന്റിലേറ്ററിന്റെ ഭക്തമല്ല, അല്ലെങ്കിൽ നെയ്യൂർ മരിച്ചുവമലയിൽ പോയപ്പോൾ ഡോക്ടർ തന്ന ആന്റിബയോട്ടിക്കിന്റെ പവറല്ല, അതിന്റെ അപ്പുറത്ത് അപ്പച്ച അമ്മച്ചി നമ്മളെ താങ്ങിയ ഒരു കരമുണ്ട്. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? എന്റെ കണ്ണിനെ കണ്ണുതിയിൽ നിന്ന് കാലിന് വീഴ്ചയെന്ന് പ്രാണന മരണത്തിൽ നിന്ന് വിടുവിച്ച കർത്താവിന് കോടാനുകൂടി സ്വോത്രം. എത്ര പേർ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? ആരാധന എവിടെ ഉയർന്നിട്ടുണ്ട് അവിടെ ദൈവകരം ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവ കുഞ്ഞുങ്ങൾ എവിടെ മുട്ടുമടക്കിയിട്ടുണ്ട്. ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാരത്തിന്റെ മതിലുകൾ അവിടെ ഇടിഞ്ഞു മാറിയെങ്കിൽ ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി ചൊവ്വക്കിഴമരുടെ കൺവെൻഷൻ നടക്കുമ്പോൾ ദൈവകരം വെളിപ്പെടുവാൻ എത്ര പേർ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ഇന്ന് രാത്രി ദൈവ കുഞ്ഞുങ്ങളെ എവിടെ മുട്ടുമടക്കി നിലവിളിച്ചിട്ടുണ്ട്. ഉന്നതന്മാർ യേശുവിനെ കാണുവാനിടയായി. ഇന്ന് രാത്രി സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം. ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന പ്രിയൻ എന്ന വെള്ളിക്കിഴമ കൺവെൻഷൻ കൂട്ടങ്ങളുടെ മുതലാவது രാത്രി നമ്മുടെ നടുവിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവ മക്കൾ അല്പസമയം ദൈവത്തെ ആരാധിച്ചാട്ടെ. സാഹചര്യം നിനക്ക് പ്രതികൂലമായിരിക്കും, പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിനെതിരെ ആഞ്ഞടിക്കുക. എന്നാൽ ഇന്ന് രാത്രി അപ്പച്ചന്റെ കരങ്ങളിലേക്ക് ഞാൻ കൊടുത്തുകൊണ്ട് എന്റെ നാവുകൾ തുറന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇന്ന് രാത്രി കാരാഗ്രഹത്തിനകത്ത് പൗലോസിനെയും ശീലാസിനെയും മാസിഡോണിയുടെ കാരാഗ്രഹത്തിൽ കൊണ്ടുവന്നു. ലോകം കൊടുക്കുന്ന ശിക്ഷാവിധി എല്ലാ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു. അവരുടെ കാല് മുതൽ തലവരെ അടിയേറ്റ പാടുണ്ട്. കാലുകൾ ചങ്ങലക്കകത്ത് ബന്ധിച്ച കാരാഗ്രഹ പ്രമാണി വിചാരിച്ചു അവർ പുറത്തു വരത്തില്ല. നാട്ടുകാർ വിചാരിച്ചു അവർ പുറത്തു വരത്തില്ല. വെട്ടമില്ല, വെളിച്ചമില്ല, കീബോർഡില്ല, സൗണ്ട് സിസ്റ്റം ഇല്ല. പക്ഷെ ഒന്നുണ്ട്, അവരുടെ നാവിനകത്ത് ദൈവത്തിന്റെ സ്തുതി ഉണ്ടായിരുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി സാഹചര്യം നിനക്ക് പ്രതികൂല, പ്രതിസന്ധികൾ നിനക്കെതിരെ ആഞ്ഞടിക്കുന്ന ഈ പുറത്തു വരത്തില്ലെന്ന് ഉട്ടപ്പിശാച് പറയും. എന്നാൽ ഇന്ന് രാത്രി നീ ആരാധിക്കുവാൻ തുടങ്ങിയ നിന്റെ കാലുകളെ കെട്ടിയ ബന്ധനങ്ങളെ തകർക്കുക. നാളുകളായി നിന്നെ പുറത്തു വരാതെ നിന്റെ കുടുംബത്തിനെതിരെ പ്രതിസന്ധികൾ കൊണ്ടുവന്ന് നിന്റെ തലമുറകൾക്കെതിരെ പോരാടുന്ന അന്ധകാര ശക്തികളെ തകർക്കുക. മാസിഡോണിയുടെ കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങി വന്ന ദൈവക്കാരൻ എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്ന രാത്രിയ 1 കാലുകളെ കെട്ടിയ ബന്ധനങ്ങൾ തകർത്തു. 2 അവർ മുട്ടുമടക്കി ആരാധിച്ചപ്പോൾ ഹല്ലേലൂയ കാരാഗ്രഹത്തിന്റെ മതിലുകൾ നാളുകളായി പട്ടണത്തിനകത്ത് ദൈവജനത്തെ ആരാധനയ്ക്ക് വിടാതെ വചനം കേൾക്കുവാൻ അനുവദിക്കാതെ ദുഷ്ടൻ കെട്ടിവെച്ച മതിലുകൾ ഈ കൺവെൻഷൻ കൂട്ടങ്ങൾ 2024 ഹല്ലേലൂയ എരികോയുടെ മുൻപിൽ ദൈവജനം നിലവിളിക്കുമ്പോൾ എരികോയുടെ മതിൽ വീണതുപോലെ ദൈവജനത്തിന്റെ ആരാധനയ്ക്ക് വിടുതലിന് തടസ്സമായി നിൽക്കുന്ന അന്ധകാരത്തിന്റെ മതിലുകൾ, മന്ത്രവാദത്തിന്റെ മതിലുകൾ, സാത്താന്റെ മതിലുകൾ ഈ ആരാധനയിൽ അടിഞ്ഞു മാറുന്ന രാത്രിയായി മാറട്ടെ. 3 മുട്ടുമടക്കി ദൈവ കുഞ്ഞുങ്ങൾ കരയുവാൻ തുടങ്ങിയപ്പോൾ ആരവരെ കാരാഗ്രഹത്തിലാക്കിയോ? കാരാഗ്രഹ പ്രമാണി വന്ന് ചോദിച്ചു, കുഞ്ഞ് രക്ഷയ്ക്കായി എന്ത് ചെയ്യണം? ആ മക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. 2024 ഞങ്ങൾക്ക് നാട്ടുകാരോടും വീട്ടുകാരോടും പറയാനുള്ള ഏക മുദ്രാവാക്യം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കരുണാമയനും നിത്യനും നീതിമാനുമായ
പരിശുദ്ധാത്മായ ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതന്റെ പർദീസയിൽ തൻ്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന മഹാദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ ഉലാവുന്നതിനായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. അപ്പച്ച, അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദം ഒന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിടുതൽ നടന്നതുപോലെ ഇന്ന് രാത്രി വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്ന മക്കളുടെ ദുഃഖങ്ങൾ മാറുക, പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുക. അടിപ്പിണറിന്റെ കരം ഇന്ന് രാത്രി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രി തുടങ്ങി ചൊവ്വാഴ്ച രാത്രി വരെ ദേശത്തെ തിരുക്കരങ്ങൾ തരുന്നു. അപ്പാ, ഞങ്ങൾക്ക് മഴ ആവശ്യമാണ്, കൃഷിക്കും കിണറിനും വെള്ളം ആവശ്യം. പക്ഷേ 6 മുതൽ ഞങ്ങളുടെ ആരാധന തുടങ്ങി 10 മണിക്ക് ഞങ്ങളുടെ പിള്ളേകൾ വീട്ടിലെത്തുന്നത് വരെ ഇന്ന് പട്ടണത്തിൽ ഒരു മഴയോ കാറ്റോ വരാതെ ഒരു 4 കിലോമീറ്റർ സ്വർഗത്തിന്റെ കോട പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ നിവർത്തിക്കുന്നതിനായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഞങ്ങൾ അപ്പച്ചന്റെ മക്കളോ, ഞങ്ങൾ 7 മക്കളോ, ഞങ്ങളുടെ കണ്ണുനീരിനെ മാനിക്കുന്ന ദൈവം ഇവിടെ വരുന്ന കാർമേഘത്തെ 4 കിലോമീറ്റർ ദൂരം മാറ്റിക്കൊണ്ട് ഇന്ന് നൽസെയ്തി കൂട്ടങ്ങളെ അപ്പച്ചൻ ആശീർവാദ കടസി ദിനം വരെ അങ്ങയുടെ കരത്താൽ അങ്ങ് കാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശബ്ദം, വെളിച്ചം, പ്രകൃതിയെല്ലാം കാക്കണം. കടന്നു വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ പെയ്യുന്ന മഴയുടെ ചാറ്റലുകൾ ഈ പട്ടണത്തിൽ നിന്ന് മാറി കുഞ്ഞുങ്ങൾക്ക് സത്യവചനം കേൾക്കുവാൻ, ഇരിപ്പിടങ്ങളിൽ നിന്ന് അപ്പച്ചനെ ഉയർത്തുവാൻ അങ്ങയുടെ തിരുക്കരം ഇന്ന് രാത്രി പട്ടണത്തിൽ നീട്ടുന്നതിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു എന്ന വചനപ്രകാരം ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. മക്കളെ അനുഗ്രഹിക്കണമേ. അടിയനൊരു രാത്രി കൂടി വചനവുമായി നിൽക്കുന്നു. വചനത്തിൻ്റെ പൊരുളുകളെ തിരിക്കണം. എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം കാക്കും, വിടുതലോടെ കടത്തിവിടും. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. മഹത്വം പുകഴ്ചയോ അപ്പച്ചന് യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ ആമീൻ. കരത്തെ ഉയർത്തി കർത്തർക്ക് മഹിമയെ. ശാക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ, ഉണർവോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിങ്ങളുടെ സഹകരണത്തിനായി നന്ദി. ശ്രദ്ധയോടെ ഇരിക്കുന്ന ഇടവേളകളൊന്നും കാണത്തില്ല, പടപടാ വാക്യങ്ങൾ പോകും. ബൈബിൾ എല്ലാവരും കൊണ്ടുവരണം. നിങ്ങൾ നോട്ട് ചെയ്യണം. കഴിയുമെങ്കിൽ തുണ്ട് പേപ്പറും. இந்த நாட்களிலே பேசுகிறது உலகத்தின் முடிவும் கடைசி கால செய்திகள். நம்ம கையில் இருக்கிற பைபிள் 31,173 വാക്യങ്ങൾ, 39 പഴയ നിയമ ഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമ പുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാര ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ ബൈബിളിൽ ഇരിക്കുന്നത്. പുതിയ നിയമത്തിൽ 260 അധ്യായങ്ങൾ. ശ്രദ്ധയോടെ. പുതിയ നിയമത്തിൻ്റെ പ്രത്യേകത 5 തലങ്ങൾ. 1 സുവിശേഷം, യേശു ക്രിസ്തുവിൻ്റെ ജനനം. 2 ജീവിതം. 3 മരണം. 4 ഉയർത്തെഴുന്നേൽപ്പ്. 5 വരുവാനിരിക്കുന്ന കാലം. ഇതാ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. യേശു ക്രിസ്തുവിൻ്റെ മശിഹാത്വവും ദാസത്വവും ദൈവത്വവും പുത്രത്വവും. 2 അപ്പോസ്തല പ്രവർത്തികൾ, സഭയുടെ ചരിത്രം ലൂക്കോസ് വൈദ്യനാൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 3 തിരുസഭ ആചരിക്കേണ്ട കാൽപ്പനികമായ ഉപദേശത്തിൻ്റെ ഉപനിഷത്തുകൾ പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങളായി ലേഖനത്തിൽ റോമയും കോരിന്തിയും തെസലോനിക്കയും തിമത്തിയോസും എബ്രായരും എഫേസ്യരും. വലിയ ലേഖനങ്ങൾ. രക്ഷ, മാനസാന്തരം, സ്നാനം, വേർപാട്, വിശുദ്ധി, വരുവാനിരിക്കുന്ന നിത്യത. 4 ഭാഗം തുലോം ചെറിയ ലേഖനങ്ങൾ. എതിർ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത, ഉലകത്തിൻ്റെ അവസാനം, അവ ഉപദേശത്തിൽ കടന്നു പോകുന്നവരുടെ ന്യായവിധി. 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, പത്രോസ് 1, 2 പത്രോസ്, തീത്തോസ്, ഫിലോമോൻ, യാക്കോബ്, യൂദ. ഇങ്ങനൊരു പ്രതിഭാസം അവസാന ഭാഗത്തെ ലേഖനം അവസാനിക്കുമ്പോൾ ദൈവകുഞ്ഞുങ്ങളുടെ വിടുതലിന് വേണ്ടി നല്ല ആയിരം വിശുദ്ധന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. അതുകൊണ്ട് ഞങ്ങളുടെ അരുമயான വാലിബ പിള്ളേകൾ இந்த സ്റ്റേജിക്കുള്ള ഒരു പാടലെ കൊടുക്കുന്നത്. പരിശുദ്ധൻ മഹോന്നത ദേവ കോടാനു കോടി ദൂതന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. അതിനുശേഷം വീണ്ടും യൂദ എഴുതിയിട്ടുണ്ട്. ഇന്നത്തെ ലോകം, സാമ്പത്തിക മണ്ഡലം തകരും. താണ്ട പക്ഷിപ്പനി വരുന്നു, മനുഷ്യൻ മരിക്കുന്നു, കോവിഡിൻ്റെ വകഭേദങ്ങൾ അനവധി വീണ്ടും വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇതെല്ലാം കാണുമ്പോൾ ജനം ഉപദേശത്തിൽ നിന്ന് വ്യതിചലിക്കുവാൻ സാധ്യത. ചർച്ചയ്ക്കുള്ള വരാതിരിക്കത്, വീട്ടിയിരിക്കത്, ഇതെല്ലാം ഉലകത്തിൻ്റെ അന്ത്യദിനങ്ങൾ കാണും. അതുകൊണ്ട് യൂദ ഇങ്ങനെ എഴുതി, വീഴാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ച് ഏകനാഥൻ സത്യദൈവം കളങ്കമറ്റ ആനന്ദപൂർണ്ണതയോട് നിത്യതയിലെത്തിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ രക്ഷയുടെ മൊഴിമുത്തുകൾ കേട്ട ദൈവ കുഞ്ഞുങ്ങൾ, ഏതൊക്കെ പ്രതിസന്ധി വന്നാലും നിത്യതയെ കാത്തിരിക്കുന്നവൻ പറയും, ആമേൻ, കർത്താവായ യേശുവേ വരേണമേ. ആ മക്കൾക്ക് വേണ്ടി വെളിപ്പാടിൻ പുസ്തകം പത്മോസിൻ്റെ ഏകാന്തതയിൽ യോഹന്നാൻ അവസാനിപ്പിക്കുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു. കുഞ്ഞുങ്ങളെ, ദൈവസഭയെ യഹോവരക്ഷന്. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, നീതിമാൻ ഒരിക്കൽ കൂടെ കണ്ണീരോടെ പ്രാർത്ഥിക്കട്ടെ, വിശുദ്ധൻ മുട്ടുമടക്കട്ടെ, സകലർക്കും പ്രതിഫലമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി AD 30 കാൽവറിയിലെ ക്രൂശീകരണം. AD 37 ആരാൽ എഴുതപ്പെടുന്നു? മത്തായിയാൽ
കഴിഞ്ഞാൽ എഴുതപ്പെടുന്നത് മത്തായി സുവിശേഷം. ശ്രദ്ധയോടെ അടുത്ത ഭാഗങ്ങൾ, അടുത്ത ദിവസങ്ങൾ 1278 വാക്യങ്ങളാണ് മത്തായി സുവിശേഷം, 28 അധ്യായങ്ങൾ. ഇതിൽ 5 തലങ്ങളുണ്ട്. നിങ്ങളൊരു ബൈബിൾ കോളേജിലിരുന്ന് പഠിക്കുന്നത് പോലെ കാര്യങ്ങൾ പഠിക്കണം. ഇതിനകത്ത് 5 ഭാഗങ്ങളുണ്ട്. 1 യേശുവിൻ്റെ അമ്മ മറിയ, 2 സ്നാപക യോഹന്നാൻ, 3 യേശു, 4 ഹേരോദാവ്, 5 പീലാത്തോസ്. 5 പട്ടണങ്ങൾ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പട്ടണമാം ശമരിയ, 2 യഹൂദിയ, അതിനുശേഷം ബേത്ലഹേം, അത് കഴിഞ്ഞ് കാൽവറി മല, 5 ഒലിവുമല. ഈ പ്രത്യേക ഭാഗങ്ങളാണ് മത്തായി സുവിശേഷത്തിൻ്റെ പ്രത്യേകത. ഏവരും ശ്രദ്ധയോടെ അധ്യായം 1 തുടങ്ങുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ വംശാവലി, അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ യേശുക്രിസ്തു വരെ 14, 42 വംശങ്ങളുടെ വംശാവലി അതിനകത്ത്. അധ്യായം 2 വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെപ്പറ്റി, മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാടർക്കപ്പെടണം, അവൻ്റെ ജനനമാ മത്തായി 2 വരുമ്പോൾ. എവിടെ? ആടിൻ്റെ പരമയാഗം. സെൽവപുരത്തെ കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടിരിക്കണം. ഒന്നാമത്തെ മനുഷ്യൻ ഏദന്റെ പൂങ്കാവനത്തിനകത്ത് ആദമ്യ കുടുംബം രക്ഷയുടെ തേജസ് നഷ്ടപ്പെടുത്തി അവർ തോട്ടത്തിന് പുറത്തായി. 2 ഒരാടിനെ എവിടെ ഇറക്കുന്നു? തുടങ്ങിയത് എവിടെ? കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം അബ്രഹാം 1498 കിലോമീറ്റർ വാഗ്ദത്ത സന്തതിയായി യിസ്ഹാക്ക് പക്വതയോടെ കുഞ്ഞു വീട്ടിൽ വളരുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഈ കുഞ്ഞിനെ മോറിയ ദേശത്തുള്ള മലയിൽ കൊണ്ടുവരണം, ഹോമയാഗത്തിന് സമർപ്പിക്കണം. 99-100 കിട്ടിയ ഒരു പൈതൽ, തൻ്റെ രക്തത്തിലും ജീനിലും പിറന്ന കുഞ്ഞിന് കൊണ്ടുവരുവാൻ അബ്രഹാമിൻ്റെ മനസ്സിനകത്ത് ചെറിയ ഭയമിരിക്കുന്നത്. പക്ഷേ സ്വർഗത്തിൻ കൽപ്പന കേട്ട് അബ്രഹാം കുഞ്ഞിനോട് പറഞ്ഞു, യാത്രയാകാം. എന്നും ഹോമയാഗത്തിന് വേണ്ടി പോകുന്ന അബ്രഹാം കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു ആടിൻ്റെ കയറ്, ഒരു കുഞ്ഞാടിനെയും കൊടുക്കും. ഇന്ന് വിറകും കത്തിയും കൊച്ചിൻ്റെ തലയിൽ വെച്ച് ഇസഹാക്കിൻ്റെ തലയിൽ. ഇസഹാക്ക് ചോദിച്ചപ്പാ, വിറക് ഇരിക്കുന്നത്, കത്തി ഇருக்கு, യാഗപീഠത്തിൽ കൊടുക്കുന്നത്, ആട്ടുംകുട്ടി എങ്ക ഇരിക്കുന്നത്? അപ്പോൾ അബ്രഹാം പറഞ്ഞു, യഹോവ കരുതിക്കൊള്ളൂ. അബ്രഹാമിനറിയാം ഈ പൈതലിനെ യാഗം സമർപ്പിക്കേണ്ടത്. പക്ഷെ അവനറിയാം, എൻ്റെ പൈതലിൻ്റെ ശരീരത്തിനകത്ത് ഞാൻ കത്തിക്കൊണ്ട് യാഗം സമർപ്പിച്ച് അവിടെ ചാരം മൂടിയാലും അതിൻ്റെ നടുവിൽ നിന്ന് മറ്റൊരു ഇസഹാക്കിനെ പുറത്തു കൊണ്ടുവരുവാൻ കരുത്തുറ്റ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത് കൊണ്ട് വിശ്വാസത്തിൻ്റെ നായകൻ്റെ പുറത്ത് നോക്കി യാത്ര ചെയ്ത അബ്രഹാമിന് ഇസഹാക്കിനെ കൊണ്ടുപോകാൻ യാതൊരു മടിയും ഉണ്ടായില്ല. എല്ലാവരും കേൾക്കണം വചനം. 3 ദിവസത്തെ വഴി ദൂരമായി അവർ നടന്നു. മോറിയ ദേശത്തുള്ള മലയിൽ വന്നു. ആ മലയ്ക്കകത്ത് ഒരു പാറയ്ക്കകത്ത് ചരിത്രം രേഖപ്പെടുത്തുന്നു, യിസ്ഹാക്കിനെ കിടത്തിയതിനു ശേഷം കൈകാലുകൾ ബന്ധിച്ചു. തൻ്റെ മകനൊന്ന് ചലിച്ചാൽ ഒരുപക്ഷെ തൻ്റെ കരങ്ങളിലിരിക്കുന്ന വാളെടുത്ത് ഈ കുഞ്ഞിൻ്റെ മേൽ വെട്ടുമ്പോൾ അവൻ്റെ ശരീരം ചലിച്ചാൽ ഹല്ലേലൂയ, അത് വേദനയായിട്ട് വരാതിരിക്കുവാൻ, കുഞ്ഞിറങ്ങി ഓടാതിരിക്കാൻ കൈകാലുകൾ ബന്ധിച്ചു. അവസാനമായി പ്രാർത്ഥനയുടെ കത്തിയാകുന്ന വാൾ സ്വർഗത്തിലേക്ക് ഉയർത്തി സ്വർഗത്തോട് നിലവിളിച്ചു, തൻ്റെ ഏകജാതനായ പുത്രൻ്റെ ശരീരത്തിനകത്ത് തൻ്റെ ശരീരത്തിൽ കരയിലിരിക്കുന്ന ഖഡ്ഗം വീഴാൻ പോകുകയാണ്. സ്വർഗം ഇങ്ങനെ അവൻ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ സ്വർഗം പറഞ്ഞു, അബ്രാമേ, ബാലകന്റെ മേൽ കൈവെക്കരുത്, അവന് പകരമായ ഒരു ആട്ടിൻകുട്ടിയെ ഞാൻ മറുപടിയായി ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് നാட்களிൽ ഇന്ന് കൺവെൻഷൻ കൂട്ടങ്ങൾ മുതലാവത് രാത്രി, ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരു വഴിയായി നിനക്കെതിരെ പ്രതികൂലം ആഞ്ഞടിക്കുക, ഒരുപക്ഷെ പ്രതിസന്ധി ആഞ്ഞടിക്കുക. എന്നാൽ ഇന്ന് രാത്രി കരങ്ങളെ തൂക്കി പറയണം, എൻ്റെ വിചാരമല്ല ദൈവത്തിൻ്റെ വിചാരം, ഞാൻ കണ്ട വഴിയല്ല ദൈവത്തിൻ്റെ വഴി. മറുവലിയായി ഒരു ആട്ടിൻകുട്ടിയെ അയക്കുക. യിസ്ഹാക്കിന്റെ യാഗപീഠത്തിനകത്ത് ഇറങ്ങി വന്ന കരം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്ന രാത്രിയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഒരു വഴിയായി യിസ്ഹാക്കുമായി അബ്രഹാം യാഗപീഠത്തിനകത്തേക്ക് നടക്കുമ്പോൾ മറുവഴിയായി മോറിയായുടെ ദേശത്ത് മലയിൽ കൂടി ഒരു ആട്ടിൻകുട്ടിയെ കരുതിയവനാ ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന ദൈവം. മോറിയയുടെ പ്രത്യേകതയുണ്ട്, ഒരു കാരണവശാലും അവിടെ ഒരു കള്ളിമുൾച്ചെടി പോലും കാണത്തില്ല. എന്നാൽ വാഗ്ദത്തമുള്ളവൻ അവിടെ തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി പറയണ, ഒരു വഴിയായി പ്രതിസന്ധി ആഞ്ഞടിക്കുമ്പോൾ മറുവഴിയായി എനിക്കൊരു വിടുതൽ തരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി നീ തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല, നീ പതറുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? ഈശാനുമൂലം നിന്റെ കൊടുങ്കാറ്റ് നിന്റെ കുടുംബത്തിന്, ഈശാനുമൂലം നിനക്കെതിരെ ആഞ്ഞടിക്കും. രോഗക്കെട്ടുകൾ നിന്റെ ഭവനത്തിനകത്ത് മാറാതെ വരും. ഒരുപക്ഷെ കടഭാരങ്ങൾ പെരുകിക്കാണും, നിന്റെ കുടുംബം തകർന്നു പോകുമെന്ന് ലോകം പറയും. എന്നാൽ ഇന്ന് രാത്രി കരമുയർത്തി പറയണം, അതിൻ്റെ നടുവിൽ അമരക്കാരനായി ഒരുവൻ എൻ്റെ പടകിനകത്തുണ്ടെങ്കിൽ എൻ്റെ കുടുംബം തകരുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി സാധാരണ ദൈവമല്ല കുഞ്ഞ് നിന്റെ കരങ്ങൾ പിടിച്ചിരിക്കുന്നത്. തായെ തകർപ്പന് ഏത് ദൈവമാ? അണ്ടകടാകങ്ങളെ സൃഷ്ടിച്ച ദൈവം, ആകാശ നക്ഷത്രങ്ങളെ ഉളവാക്കിയ ദൈവം, സൂര്യനെയും ചന്ദ്രനെയും അതതിൻ്റെ ഓർബിറ്റിനകത്ത് കറക്കുന്ന ദൈവം, മിൽക്കി വേ ഗാലക്സിക്കകത്ത് ഗ്രഹങ്ങളെ വെച്ച ദൈവം, സോംപൂർണ ഗാലക്സിക്കകത്ത് ആകാശപ്പാറകളെ വെച്ച ദൈവം, അവൻ അറിയാതെ എൻ്റെ തലയിൽ ഒരു മുടിനാര് പോലെ താഴെ വീഴുവാ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. നീ
തളരരുത്, നീ പതറരുത്. പ്രതിസന്ധിയുടെ നടുവിൽ നീ യാത്ര ചെയ്യുമ്പോൾ മറുവഴിയായ ഒരു ആട്ടിൻകുട്ടി അയക്കുക. ഇസഹാക്കിന്റെ യാഗപീഠത്തിനകത്ത് ഇറങ്ങിയ കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്വതന്ത്രം. ഒന്ന്, ഒരു പൈതലിന് വേണ്ടി ഒരാട്ടിൻകുട്ടി യാഗമായി. രണ്ട്, ഇസ്രായേൽ ജനം മിസ്രയീമിന്റെ പാളയത്തിനകത്ത് കട്ടക്കളത്തിൽ ഊഴിയ വിചാരകന്മാരുടെ ചാട്ടവാർ, അവരുടെ നിലവിളി ഞാൻ കണ്ടു, കഷ്ടത ഞാൻ കേട്ടു. അങ്ങനെയെങ്കിൽ ആയിരക്കണക്കിന് ആടുകളെ അറുത്തു. ശ്രദ്ധയോടെ ഇരിക്കണം. മൂന്ന്, ജ്ഞാനികൾ ശലോമോൻ ദൈവാലയം പണിതു. 1,52,000 പരം ആടുകളെ അറുത്തു. ആടിൻ്റെ രക്തമൊഴുകി അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഒരിക്കൽ കൂടി ആദമ്യ കുടുംബം രക്ഷയുടെ തേജസ് ഏദനകത്ത്. രണ്ട്, ഇസഹാക്കിന് വേണ്ടി ഒരാട്ടിൻകുട്ടി. ഇസ്രായേൽ ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി 1000 ആടുകളെ അറുത്തു. യഹൂദൻ്റെ ആലയത്തിന് വേണ്ടി അനേകം ആടുകളെ അറുത്തു. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി കുടുംബത്തിനകത്ത് പകയും പിണക്കവും കോപവും ദ്വന്ദ്വപക്ഷവും ജാരശങ്കയും കൊലപാതകവും കുട്ടവും ഉണ്ടായി പോയിടും. അഭിഹിത ഗർഭമെല്ലാം ആഞ്ഞടിച്ചപ്പോൾ മിണ്ടാപ്രാണിയെ കുറുപ്രാവിനെ പടപടാറക്കുവാൻ തുടങ്ങിയപ്പോൾ സ്വർഗം ചോദിച്ചു, എന്നും ഈ മിണ്ടാപ്രാണികളുടെ രക്തം വീഴണ്ട, സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു രക്തം ചിന്തണം. വിശ്വസിക്കുന്നവർക്കായി രക്തം ചിന്താതെ പാപത്തിന് വിമോചനമില്ല. കളിക്കവളിയിൽ CPM-ന്റെ സഖാക്കൾ പടപട വിളിക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്, രക്തസാക്ഷി സിന്ദാബാ, രക്തസാക്ഷി മരിച്ചിട്ടില്ല. അപ്പോൾ മാർത്താണ്ഡത്ത് BJP-യുടെ സുഹൃത്തുക്കൾ കരമുയർത്തി പറയും, ബലിദാനികൾ സിന്ദാബാ, ബലിദാനി മരിച്ചിട്ടില്ല. ആദ്യം നേതാക്കളുടെ പേരല്ല, പ്രസ്ഥാനത്തിന് വേണ്ടി രക്തം ചിന്തിയവരുടെ പേര് പറയുന്നത് പോലെ സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു രക്തം ചിന്തണം. ആർ പോകും? പിതാവിന്റെ സന്നിധിയിൽ അവൻ ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ പോകാം. ഇന്ന് രാത്രി മുതൽ 5 രാത്രി ഞങ്ങൾ അവനെ പരിചയപ്പെടുത്തുന്നു. അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ ആട്ടിൻകുട്ടി, ദൈവത്തിന്റെ കുഞ്ഞാട്. ലോകത്തിന്റെ പാപം പെന്തിക്കോസിന്റെ പാപമല്ല, മർത്തോമയുടെ പാപമല്ല, CSAയുടെ പാപമല്ല, ഹൈന്ദവന്റെ പാപമല്ല, ഇസ്ലാമിന്റെ പാപമല്ല, ജൈനന്റെ പാപമല്ല, ബുദ്ധന്റെ പാപമല്ല, സകല മനുഷ്യന്റെ പാപത്തെ മാറ്റുക. ഒരാട്ടിൻകുട്ടി അറക്കപ്പെടണം. ആ ആട്ടിൻകുട്ടി എന്ന കൺവെൻഷൻ കൂട്ടങ്ങൾ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴി. കരമുയരുന്നില്ലല്ലോ. ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. തീർന്നില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുക. അതുകൊണ്ട് ആ ചങ്കൂറ്റത്തോടെ ഞങ്ങൾ ഇന്ന് രാത്രി കർത്താവിനെ ഉയർത്തുന്നത്. ജനിക്കുന്നതിന് മുമ്പ് എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? 14 പരം പ്രവചനങ്ങൾ യേശുവിനെ പറ്റി. 3 കാര്യങ്ങൾ തൊട്ടുകൊണ്ട് വാക്യത്തിലേക്ക്. 1, യെശയ്യാ പ്രവചനം 9:6. അതിനകത്തൊരു പ്രത്യേകതയുണ്ട്. അത്ഭുതമന്ത്രി, വീരനാം ദൈവ, സമാധാനത്തിന്റെ പ്രഭു. യെശയ്യാ 7:14. നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലേക്ക്. തീർന്നില്ല. ഈ കന്യക ഗർഭം ധരിച്ചൊരു കുഞ്ഞിനെ പ്രസവിക്കും, ഇമ്മാനുവേൽ. തീർന്നില്ല. ജനിക്കുന്നതിന് 550 കൊല്ലം മുമ്പ് മീക എഴുതി വെച്ചു, നീയോ ബേത്ലഹേം എഫ്രാത്തെ സഹസ്രാബ്ദങ്ങൾ ചെറുതെങ്കിലും ഉലകത്തിന്റെ രക്ഷ നിന്നിൽ നിന്ന് പുറപ്പെടുവിക്കുന്നവൻ വരും. അങ്ങനെ ഒരു നല്ല കർത്താവിനെ ഇന്ന് രാത്രി ഞങ്ങൾ പരിചയപ്പെടുത്താൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് എവിടെ വരുന്നു? മത്തായി സുവിശേഷം 2 വരുമ്പോൾ ലോകത്തിന്റെ മധ്യപകുതിയായ ബേത്ലഹേമിൽ അവൻ ജനിക്കുന്നു. മാതാപിതാക്കളുടെ നടുവിൽ അവൻ വളരുന്നു. 30-ാമത്തെ തിരുവയസ്സിൽ സ്നാപക യോഹന്നാനാൽ യേശു സ്നാനമേൽക്കുന്നു. ശ്രദ്ധയോടെ ഇരിക്കണമേ. സ്നാനമേറ്റ് കഴിയുമ്പോൾ 3.5 വർഷം മിനിസ്ട്രി ഏറ്റെടുക്കുന്നു. അപ്പോൾ 33.5 തിരുവയസ്സിൽ അവൻ്റെ ക്രൂശീകരണം നടക്കണം. അതിനൊരു യാത്ര വരുന്നു. ബൈബിൾ കൂടെ ഇരിക്കണം. മത്തായി 21. അവൻ ഒലിവുമലയുടെ താഴ്വാരമെത്തുന്നു. ശിഷ്യന്മാരോട് കൽപ്പിച്ചു, കുഞ്ഞുങ്ങളെ എതിരെയുള്ള ഗ്രാമത്തിൽ പോയി ആരാലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന കഴുതയും അതിൻ്റെ കുട്ടിയെയും അടിച്ചു കൊണ്ടുവരണം. ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവെ, നാട്ടുകാർ ചോദിച്ചാൽ കർത്താവിന് ഇതിന് ആവശ്യമുണ്ട്. കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം സഹോദരിമാർ. ഇതൊരു വലിയ പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ്. നാഥൻ്റെ ജനനത്തിന് മുമ്പ് 550 കൊല്ലങ്ങൾക്ക് മുമ്പ് സെക്കരിയ എഴുതി വെച്ചു. ബൈബിൾ കൂടെ സെക്കരിയ പ്രവചനം 9:9. സിയോൻ പുത്രിയെ നീ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്ക, യെരൂശലേം പുത്രിയെ നീ ആർപ്പെടുക. സിയോനിൻ്റെ രാജാവ് ജയശാലിയായി പെൺകഴുതയുടെ പുറത്ത് പട്ടണത്തെ ഇളക്കിക്കൊണ്ട് വാഹനമേറി സൗമ്യനായി വരും. ഇത് കിടക്കുന്ന കഴുതയും ഒരു കുഞ്ഞുമാ കാട്ടിനകത്ത്. ഇന്ന് രാത്രി വചനം നിഷ്പക്ഷതയോടെ പഠിച്ചിട്ട് വേണം പുറത്തിറങ്ങുവാൻ. കഴുതയുടെയും കുഞ്ഞിൻ്റെയും പ്രത്യേകത. 1, ഈ കഴുതയുടെ ഭർത്താവ് മരിച്ചതായിരിക്കാം. ദെൻ സെക്കൻഡ് 1 ഡൈവോഴ്സ് ആയിരിക്കാം. 3, ആശകളെല്ലാം മാറ്റുപോയി. 4, കഴുത്ത് ഒരു കയറ് കൊണ്ട് വനാന്തരത്തിൽ വേരിനകത്ത്. ഇനി പോകാൻ വഴിയൊന്നുമില്ല. 5, മുൻപിൽ മരണമോ ആത്മഹത്യയും ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. ഇന്ന് രാത്രി പറയണ എല്ലാ വഴികളും അടയും, എല്ലാ വാതിലുകളും അടയും. നിന്നെ സഹായിക്കുവാൻ ആരും കാണത്തില്ല. എന്നാൽ സഹോദരൻ, ലാസ്റ്റ് മോമെന്റിലും നിനക്ക് വേണ്ടി കരം ചലിപ്പിക്കുക. കഴുതയുടെ കണ്ണുനീരിനകത്ത് ഒരു കരം ഇറങ്ങി വന്നെങ്കിൽ ആ കരം തളർന്ന കരമല്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ 1ാം രാത്രി നീ പരാജയത്തോടെ പോകരുത്.
ഇന്ന് രാത്രി നിന്റെ മുൻപിൽ വഴികൾ കാണത്തില്ല, നിന്റെ മുൻപിൽ വാതിലുകൾ കാണത്തില്ല. ലോകം പറയും നീ പുറത്തു വരത്തില്ല, നാട്ടുകാർ പറയും നിന്റെ കുടുംബം നന്മ പ്രാപിക്കത്തില്ല. എന്നാൽ അവന്റെ ബലമുള്ള കൈക്കീഴിൽ നീ താഴ്മയോടെ ഇരുന്നാൽ എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാവുന്നു? തക്ക സമയത്ത് നിന്നെ പുറത്തു കൊണ്ടുവരുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. സിസ്റ്റർ, ഇന്ന് രാത്രി കരമുയർത്തി പറ, 5 പ്രതികൂലം എൻ്റെ ജീവിതത്തിനെതിരെ ആഞ്ഞടിച്ച 5 അനുകൂലം മറുപടി തരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി നിന്റെ കണ്ണുനീരിന്റെ കരം ഇതിനകത്ത് വെളിപ്പെടുമ്പോൾ, കഴുതയുടെ കണ്ണുനീരിനകത്ത് ഇറങ്ങി വന്ന കരം ഇന്ന് രാത്രി നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരും. ആരാ ഹല്ലേലൂയ! ദൈവ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വന്നാൽ, ഒന്നേ ദൈവത്തിന്റെ ദാസന്മാർ അവിടെ വന്നു, കഴുതയുടെ കഴുത്തിലെ കുരു കഴിച്ചു. 2 കഴുതയുടെ പുറത്ത് രക്ഷയുടെ വസ്ത്രം വിതറി. 3 കഴുതയെ പുറത്തു കൊണ്ടുവന്നു. 4 എവിടായ നിന്ദിച്ചവരുടെ നടുവിൽ നാട്ടുകാർ മുഴുവൻ കഴുതയുടെയും കുഞ്ഞിന്റെയും മരണം കാണാൻ കാത്തിരിക്കുക. അതിന്റെ നടുവിൽ കഴുതയുടെ പുറത്ത് നാഥൻ വാഹനമേറിയ ഇന്ന് രാത്രി കരമുയർത്തി പറയണം, നിന്ദിച്ചവരുടെ നടുവിൽ എന്നെ മാനിക്കുന്ന ദൈവം, ശത്രുക്കളുടെ നടുവിൽ എന്നെ ഉയർത്തുന്ന ദൈവം. സംതിങ് ഈസ് ഹാപ്പൻഡ് ഇൻ ദിസ് മൊമെന്റ്. ആരൊക്കെ നിനക്കെതിരെ ബൗണ്ടറി കെട്ടിയാലും, മന്ത്രവാദി നിനക്കെതിരെ ബൗണ്ടറി കെട്ടിയാലും, ദൂട്ടപിശാച് നിനക്കെതിരെ ബൗണ്ടറി കെട്ടിയാലും, ക്യാൻസറിന്റെ അണുക്കൾ പറയും നീ ഈ രോഗത്തിൽ നിന്ന് പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞാലും, ഇന്ന് രാത്രി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ട് പറയണം, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്കും. ഏതൊക്കെ ബൗണ്ടറികൾ നിനക്കെതിരെ വെച്ചാൽ ഇന്ന് മുതലാവത് കൺവെൻഷൻ കൂട്ടങ്ങൾ കരുത്ത് തൂക്കി കറുത്തിറക്കും മഹിമായി നിന്റെ കുടുംബത്തിനകത്ത് നീ പുറത്തു വരത്തില്ലെന്ന് മന്ത്രവാദികൾ പറയും. രോഗം നിനക്കെതിരെ ആഞ്ഞടിക്കും, കടഭാരം നിനക്കെതിരെ ആഞ്ഞടിക്കും. എന്നാൽ ഇന്ന് രാത്രി പറയണം, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും, എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്കുക. ഇന്ന് രാത്രി അവൻ്റെ ബലമുള്ള കൈകീഴ് നാട്ടുകാർ നിന്റെ മരണം കാത്തിരിക്കുക. നിന്റെ വീട്ടിനകത്ത് മാനസിക രോഗിയായി മക്കൾ തകർന്ന് കിടക്കുന്നത് കാണുവാൻ കാത്തിരിക്കുക. ഊഴിയക്കാര, നിന്റെ സഭയ്ക്കകത്ത് ആത്മാക്കൾ വരുന്നത് തടയുവാൻ അവർ കാത്തിരിക്കുക. എന്നാൽ അതിൻ്റെ നടുവിൽ പറയണം, നിന്ദിച്ചവരുടെ നടുവിൽ എന്നെ മാനിക്കുന്ന ദൈവ, ശത്രുക്കളുടെ നടുവിൽ എന്നെ ഉയർത്തുന്ന ദൈവ, കൂരിരുൾ താഴ്വരെ കൂടി കടന്നു പോയാൽ കൈവിടാത്ത ദൈവ. അവന്റെ കരം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ആണ്ടവരൻ ഭാഗ്യമായ ഇന്ന് രാത്രി എനിക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. ആരിന്ന് രാത്രി ദൂതേറ്റെടുക്കും. എല്ലാ നാളും ഞാൻ വനാന്തരത്തിൽ കടക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമായി എന്നെ കൊല്ലം കൂടുന്ന കർത്താവ് ഉയർത്തുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങൾ കരം ഉയർത്തി കർത്തർക്ക് മഹിമായി ഈ രാത്രി വിളിച്ചു പറയണം. ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്, കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. 5-മത്തത് എവിടെ എത്തിച്ചെന്നറിയാമോ? സ്തോത്രം. യെരൂശലേം ദൈവാലയത്തിന്റെ മുൻപിൽ ഈ കഴുത ഏൽപ്പിച്ചു. ഇന്ന് രാത്രി സിസ്റ്റർ ഒരു കാര്യം പറയണം, 5 പ്രതികൂലം നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ 5 അനുകൂലത്തിന്റെ മറുപടി തരുവാൻ കഴുതയുടെ കണ്ണുനീരിനകത്തിറങ്ങി വര കരം. ഇന്ന് രാത്രി തമ്പി, ഇന്ന് രാത്രി 5 പ്രതികൂലങ്ങൾ ഉണ്മയാണ് ഉങ്ക ജീവിതത്തിൽ ആഞ്ഞടിക്കത്. ഉലകത്തിൻ ഡോക്ടേഴ്സും ഉലകത്തിൻ ബാങ്കുകാരുമെല്ലാം നിന്നെ കൈവിട്. ഒരുപക്ഷെ പ്രതിസന്ധിയുടെ നടുവിൽ இந்த ஒலிக்கு பக்க நீ இருக்குന്നെങ്കിൽ இந்த நாட்களிலே கன்வென்ஷன் கூட்டது முடிவாக நல் செய்திகள் கேட்கும்போது கரத்தை தூக்கி கர்த்தருக்கு மகிமை கொடுத்தா இந்த கழுதைയുടെ പിൻപിൽ ഒരു ഇറങ്ങി വന്ന കരം ഉങ്ക ഹല്ലേലൂയ പുറത്തു കൊണ്ടുവരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി ആലയത്തിനകത്ത് യേശു വരുന്നു. അതാ യഹൂദന്റെ പെരുന്നാൾ. ബൈബിൾ കൂടെ ഇരിക്കണം. യഹൂദനോടനുബന്ധിച്ച് 7 പെരുന്നാളുകളുണ്ട്. 1 പെസഹ പെരുന്നാൾ, 2 ഓശാന പെരുന്നാൾ, 3 കൂടാര പെരുന്നാൾ, 4 കാകളനാഥ പെരുന്നാൾ, 5 ആദ്യബലക്കറ്റയുടെ പെരുന്നാൾ. അത് കഴിഞ്ഞിട്ട് 6 പാപപരിഹാരവും 7 പെന്തിക്കോസ് പെരുന്നാളും. യേശു ദൈവാലയത്തിൽ മത്തായി 24:1-2 യെരൂശലേമിന്റെ ദൈവാലയത്തിൽ യേശു വന്നു. എല്ലാവരും ശ്രദ്ധയോടെ പഠനം ഇങ്ങനെ മുൻപോട്ട് പോകുകയാണ്. ആ ദൈവാലയത്തിൽ വന്ന് നല്ലൊരു പ്രഭാഷണം യേശു നടത്തി. മത്തായി 24:1-2 യേശു പുറത്തിറങ്ങുമ്പോൾ ആലയത്തിന്റെ പണി ശിഷ്യന്മാർ കാണിച്ചു. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് കല്ലിന്മേൽ കല്ല് ചട്ടിപ്പാതെ ഇടിഞ്ഞു പോകും. ശ്രദ്ധയോടെ അത് പറഞ്ഞത് AD 30 AD 70 അത് തകർന്നു. അടുത്ത ദിവസം നമുക്ക് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അത് ചിന്തിക്കുമ്പോൾ നിങ്ങളോട് പറയാം, AD 70 ആലയം തകർന്നു. അവൻ വൈകിയ വേളയിൽ. അതാ നമ്മുടെ പ്രഭാഷണം. മത്തായി 24:3-4-5 അനുഗ്രഹിക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ പ്രഭാഷണം. അവൻ ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ ചെന്ന്, ഗുരു നാഥാ, ഇന്ന് പകൽ ഞങ്ങൾ ആലയത്തിനകത്ത് ഒരു പ്രഭാഷണം കേട്ടു. അങ്ങയുടെ അരുമയാണ് ചെയ്തികൾ ഞങ്ങൾ കേട്ടിരിക്കുന്നത്. അങ്ങേ ശബ്ദം എங்கே കേട്ടിരിക്കുന്നത്? ഗദസമനയിൽ പ്രാവശ്യം കേട്ടു. ഒരുപക്ഷെ ഞങ്ങൾ ഗദരദേശത്ത് കേട്ടു, ദക്കപ്പൊലിമയിൽ കേട്ടു, ശമരിയിൽ കേട്ടു, യഹൂദയിൽ കേട്ടു. അല്ലെങ്കിൽ 5 അപ്പവും 2 മീനും കൊണ്ട് അനേകം പേരെ പരിപോഷിച്ച വാക്യങ്ങളും അത്ഭുതങ്ങളും കണ്ടു. അതിനപ്പുറത്ത് എന്ത്? പകൽ ആലയത്തിക്കുള്ള അങ്ങൊരു കാര്യം പേശേറിയിരിക്കുക. എന്താ?
അങ്ങയുടെ വരവ്, ഉലകത്തിന്റെ അവസാനം ക്രൂശീകരണം. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവും ലോകത്തിന്റെ അവസാനവും അടയാളം. എൻഡ് ഓഫ് ദ വേൾഡ്, സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്. വാട്ട് അബൌട്ട് ദ സിഗ്നൽ? യേശു ആദ്യം പറഞ്ഞത് കരവന കളിക്കവളെയല്ല, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേക കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് വരും. ആ ഭാഗം ഞാൻ അവിടെ വിടുന്നു. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം. യേശു ക്രിസ്തു പറഞ്ഞ വരവിൻ്റെ 4 ലക്ഷണങ്ങൾ എല്ലാവരും കേൾക്കണം. വരവിൻ്റെ 4 ലക്ഷണങ്ങൾ യേശു ക്രിസ്തു പറഞ്ഞു. ഞാനല്ല, ഉങ്ക കൈകിലേ അരുമயான വേദം சொல்கிறது. മത്തായി 24, 32, 33, 34. നത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി. അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനലടുത്തുവല്ലോ, ഇസ്രയേലും അന്തിമദിനവും. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ, അഥവാ എതിർ ക്രിസ്തു അപ്പുറത്ത് നിൽക്കുന്നു. ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിൻ്റെ ദൂതന്മാർക്കോ അറിയത്തില്ല. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൻ്റെ 4 ചാലുകൾ, ഇതിനെ ബേസ് ചെയ്താൽ നമ്മുടെ പ്രഭാഷണം പോകുന്നത്. 1, ഇസ്രയേലാകുന്ന ആത്തി. 2, എതിർ ക്രിസ്തു. 3, പ്രപഞ്ചത്തിൻ്റെ ലക്ഷണം. 4, ഏകലോക മതം. ഇതാ കർത്താവിൻ്റെ വരവിൻ്റെ 4 ലക്ഷണങ്ങൾ. ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിൻ്റെ ദൂതന്മാർക്കോ ആർക്കും അറിയത്തില്ല. ഞാൻ നാളെ കളിക്കവിളിയോ അല്ലെങ്കിൽ മാർത്താണ്ഡമോ സഹായംകുട്ടിയോ അല്ലെങ്കിൽ തടിക്കാറുകോണോ എങ്ങനെ പേസുகிறது അരുമയാണ് തമിഴ് മക്കളോട് சொல்கிறது. 2025 ജൂൺ മാസത്തിൽ യേശു വരുമോ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ എന്നെ സ്റ്റേജിൽ നിന്ന് താഴെ ഇറക്കി വണ്ടി കയറ്റിയേക്കണം. സന്തോഷമില്ലല്ലോ? ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിലെ ദൂതന്മാർക്കോ. അത് തമിഴ്നാട്ടുകാരെ ഉദ്ദേശിച്ചല്ല, കേരളക്കാരനാ. ഞങ്ങളുടെ കേരള ഭാഷയെ പറഞ്ഞാൽ ഈ സമയം മുൻകൂട്ടി കുറിച്ചാൽ ഞങ്ങളുടെ കൊല്ലം ജില്ലയിലെ തോമാച്ചായൻ കർത്താവ് വരുന്ന 2025 ജൂൺ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസത്തിൽ തോമാച്ചായൻ സഭയിൽ വരും. പറയും, എൻ്റെ കള്ളു കൂടി നിർത്തി, എല്ലാം നിർത്തി. സഭാഭാഷ തലേ കൈവച്ച് അരുമயான വാക്യത്തെ കൊടുക്കുന്നത് 3 ആഴ്ച വരെ. 4-ാമത്തെ ആഴ്ച പുള്ളി പറയും കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചു. 5-ാമത്തെ ആഴ്ച പറയും ഞാൻ സ്നാനം എടുക്കാൻ തീരുമാനിച്ചു. 6-ാമത്തെ ആഴ്ച സ്നാനം. 7-ാമത്തെ ആഴ്ച കർത്തൃമേശ. സുന്ദരമായിട്ട് കർത്താവിൻ്റെ വരവിലെടുക്കപ്പെടും. സന്തോഷമില്ലല്ലോ? അത് മലയാളികളെ ഉദ്ദേശിച്ച് ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിൻ്റെ ദൂതന്മാർക്കോ. അതുകൊണ്ട് കളിക്കാവിളയോ മാർത്താണ്ടോ ചെങ്കവിളയോ ഏതെങ്കിലും പോതകർ വന്ന് ഇന്ന നാൾക്കളിൽ ഇന്ന ഡേറ്റ് കർത്താവ് വരുമെന്ന് പറഞ്ഞാൽ അപ്പനെ വണ്ടി കൂലി കൊടുത്ത് സ്ഥലം മാറ്റിയേക്കണം. അവൻ്റെ പേരാ കള്ളപ്രവാചകൻ. സ്വത്രം. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിൻ്റെ ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിൻ്റെ ദൂതന്മാർക്കോ അറിയത്തില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ വരവിലും இந்த நாட்கள் சுருங்கி இருக்குது. அதுக்கு தான் இந்த கேரளா தமிழ்நாடு பத்திரிகையை நோக்கியால் என்ன ஐயா எந்த பேப்பரை படிப்பது? எல்லோ, മാംഗോ, പൈനാപ്പിൾ, ഓറഞ്ച്. കരമുയരുന്നില്ലല്ലോ? സ്വത്രം. இந்த 10 വർഷമായി കേരളത്തിലും തമിഴ്നാട്ടിലും, ബാക്കിയൊക്കെ അടുത്ത വർഷം പറയാം. അതിനോടൊപ്പം കാറ്റടിക്കുന്ന അരുമയാണ് പൂയൽ. എന്താ അരുമയാണ് പൂയൽ? റീത്ത, കത്രീന, വിൽമ, ഗാർവി, ഓർമ്മ, മാത്യു, ഫ്ലോറൻസ്, ലോറൻസ്, മഗ, ബുൾബുൾ, മേഘനു, സാഗർ, ബുരേവി, ടൗട്ടെ. എത്ര പൂയലടിക്കുന്നത്. ഇനി ഒരു പൂയലൂടെ അടിക്കുക. അതിൻ്റെ പേരാ പെരിഷ്. ഏലിയാവിനെ കൊണ്ടുപോയാൽ അന്ന് രക്ഷയുടെ ടിക്കറ്റുള്ള അക്കരെ കയറും. കര ഉയരുന്നില്ലല്ലോ? സ്വത്രം. അതുക്ക് താൻ இந்த കൺവെൻഷൻ കൂട്ടങ്ങൾ ചെയ്തികൾ കൊടുക്കുന്നത് കർത്തർക്ക് വരവിനുമായി. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൻ്റെ 4 ലക്ഷണങ്ങൾ ആസ്പദമായി കേട്ടോണേ. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ നാം യാത്രയും അടുത്ത ദിവസങ്ങളിൽ ഇതിനെപ്പറ്റിയായിരിക്കും. അതുകൊണ്ട് കൂടുതൽ ഞാൻ കടക്കുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ 3 പ്രഭാഷണങ്ങൾ ബൈബിളിനകത്തുണ്ട്. പഠിക്കുന്ന അരുമயான കുഞ്ഞുങ്ങൾ. 1, ഒലിവുമല പ്രഭാഷണം. ഇതിന് ബൈബിൾ കോളേജ് അല്ലെങ്കിൽ BTH MTH പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാവരും അതിന് എസ്കറ്റോളജി, വരാൻ പോകുന്ന കാലമോ, ആ മത്തായി 24. അതുപോലെ വേറൊരു പ്രഭാഷണം യേശു ക്രിസ്തുവിൻ്റെ ഉണ്ട്. അതിൻ്റെ പേരാ ഗിരിപ്രഭാഷണം. മത്തായി 7-8. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ആദർശധീരനായ ബാപ്പുജി, അദ്ദേഹം തൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ, നമ്മളത് വായിക്കത്തില്ല, ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നെ അഹിംസയുടെ മൊഴിമുത്തുകൾ എൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നത് യേശുദേവൻ്റെ മൊഴിമുത്തുകൾ. കരമുയരുന്നില്ലല്ലോ? നമ്മ മഹാത്മാഗാന്ധിജി അഹിംസയുടെ വാദം കൊണ്ടുവന്ന് യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം കേട്ടിട്ട്. 3-ാമത്തെ പ്രഭാഷണമോ മാളികമുറി പ്രഭാഷണം. യോഹന്നാൻ 14:1-2-3. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. യേശുക്രിസ്തുവിൻ്റെ അരുമயான 3 ചെയ്തികൾ സുവിശേഷത്തേക്ക് ഇരിക്കുന്നത്. 1, ഒലിവുമല. 2, ഗിരിപ്രഭാഷണം. 3, മാളികമുറി പ്രഭാഷണം. ഇന്ന് കുഞ്ഞു വായിച്ചത് മത്തായി 24. യുദ്ധങ്ങളെക്കുറിച്ച്, യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്. നേരെ നമുക്ക് കൊല്ലങ്കോട് നിന്ന് അമേരിക്കയിലേക്ക് ഒറ്റ പോക്ക് പോകാം. ലോകവും ബൈബിളും ചരിത്രവും. ഇനി എല്ലാവരും നോട്ട് ചെയ്യണം. ഇത് ലൈവ് കേൾക്കുന്നവർ. ലോകത്തിൻ്റെ ചരിത്രം. യുദ്ധങ്ങൾ 1905 മുതൽ ഒരു യുദ്ധമുണ്ടായിരുന്നു. റൂസോ ജപ്പാൻ വാർ. റഷ്യ ജപ്പാനെ ആക്രമിച്ചു. അവസാനം ജപ്പാൻ മണ്ടക്കിട്ട് കൊടുത്തു. ജപ്പാൻ ജയിച്ചു. 1905.
അത് കഴിഞ്ഞ് രണ്ടാം യുദ്ധം 1917 മുതൽ 17 വരെ ആ യുദ്ധമായിരുന്നു ഒന്നാം ലോകമഹായുദ്ധം. അന്ന് ലക്ഷക്കണക്കിന് പേർ മരിച്ചു. അന്നൊരു സംഘടന വന്നു, അതിൻ്റെ പേര് ലീഗ് ഓഫ് നേഷൻസ്, ഐക്യരാഷ്ട്ര സംഘടനയുള്ള സർവ്വരാഷ്ട്ര സംഘടന. പഠിച്ചോണ്ടേ ഇറങ്ങാവും, നിങ്ങളും പ്രസംഗിക്കണം. അത് കഴിഞ്ഞ് 39 മുതൽ 45 വരെ രണ്ടാം ലോകമഹായുദ്ധം. 5.5 കോടി പേർ മരിച്ചു. അന്ന് 48 മെയ് 14 ഇസ്രയേലാകുന്ന അത്തി തളിർക്കുന്നു, കൊമ്പിളതാകാൻ തുടങ്ങുന്നു. 48 മെയ് 14 അന്നത്തെ പ്രത്യേകത. ഇതിനെ ബേസ് ചെയ്ത് നമ്മുടെ പ്രസംഗങ്ങൾ 22,120 കിലോമീറ്റർ ഇസ്രായേൽ, 671 കിലോമീറ്റർ ജെറുസലേം, 6,750 കിലോമീറ്റർ പലസ്തീൻ റമല്ല. ഇപ്പുറത്തൊരു സംഭവമുണ്ട്, ഗാസ, റാഫ, ജാഫ്ലിയ. ആ ഗാസയിൽ നിന്ന് 374 കിലോമീറ്റർ. ഇതിനെ ബേസ് ചെയ്തായിരിക്കും കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രസംഗിക്കുന്നത്. 57 അടുത്ത യുദ്ധം. 16 ഈജിപ്റ്റ് സൂയസ് കനാലിന് വേണ്ടി ഇസ്രായേലിനോട് അടിച്ചു. അതിനുശേഷം 61 വീണ്ടും യുദ്ധം, ഇന്ത്യ, ചൈന, അമേരിക്ക, വിയറ്റ്നാം. 1967 അറബ് ഇസ്രായേൽ വാർ. അതിനകത്ത് യെറുസലേമിനെ ആര് കൈക്കലാക്കി? ഇസ്രായേൽ കൈക്കലാക്കി. 71 ഒരിടത്ത് ഇന്ത്യ, പാകിസ്ഥാൻ. 70 മുതൽ 80 വരെ വേറെ യുദ്ധം നടന്നു, ഇറാനും ഇറാഖും യുദ്ധം. എല്ലാവർക്കും അറിയാം, 10 വർഷം കൂടെ അടിച്ചു. 73 വേറൊരു യുദ്ധം നടന്നു, യോം കീപ്പർ വാർ, ബൈബിളും പ്രവചനങ്ങളും. അതിനുശേഷം 90 ഒരു യുദ്ധം നടന്നു, ഇറാഖ് കുവൈറ്റിനെ കയറി പിടിച്ചു. 92 അത് അവസാനിച്ചു. കഴിഞ്ഞ 30 വർഷമായി വലിയ കുഴപ്പമില്ലാതെ ലോകം പൊക്കോണ്ടിരുന്നു. എന്നാൽ ഇന്ന് രാത്രി ഇന്ന് കൺവെൻഷൻ കൂട്ടങ്ങൾ നിങ്ങൾ ഇരിക്കുമ്പോൾ 2022 ഫെബ്രുവരി മാസം 22-ാം തീയതി മുതൽ ഒരു യുദ്ധം ആരംഭിച്ചു. ഇന്ന് 28 മാസമാകുന്നു, റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു. ഇതെവിടെ ചെല്ലുന്നു? ജെറുസലേമിലേക്ക് ചെല്ലുന്നു. അതിനെ ബേസ് ചെയ്തായിരിക്കും ഇന്ന് രാത്രി മുതൽ നാം പ്രസംഗിക്കുന്നത്. എന്താ റഷ്യ ഉക്രൈൻ യുദ്ധം? എല്ലാവരും കേട്ടോണം. ലോകത്തിലെ 2 വൻ ശക്തികൾ. അതിൻ്റെ ഒന്നാമത്തെ ശക്തി അമേരിക്ക. 51 സ്റ്റേറ്റുകളുണ്ട്. അമേരിക്കയാണ് ലോകത്തിലെ വൻ ശക്തി. അവർക്കൊരു സൈനിക ഘടകമുണ്ട്, അതിൻ്റെ പേര് നാറ്റോ. നാറ്റോ സഖ്യം, അമേരിക്കയുടെ കീഴിൽ അനവധി രാഷ്ട്രങ്ങൾ. അതിനും അപ്പുറത്ത് വേറെ ലോകത്തിലെ ശക്തിയുണ്ട്, അതിൻ്റെ പേര് USSR, യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് സോവിയറ്റ് റിപ്പബ്ലിക്. അവൻ്റെ പേര് റഷ്യ. അത് അനവധി രാജ്യങ്ങളുണ്ട്. റഷ്യയിൽ ഭരണങ്ങൾ മാറി മാറി വന്നു. ഇനി ബൈബിളും പ്രവചനവും. 1987 റഷ്യയിൽ ഒരു ഭരണാധികാരി വന്നു. അദ്ദേഹത്തിൻ്റെ പേര് മീക്കായൽ ഗർബച്ചോ. എല്ലാ സ്കെയിലും ഇപ്പോൾ വായിച്ചു തരും. മീക്കായൽ ഗർബച്ചോ. അദ്ദേഹം ഭരണത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഉപദേഷ്ടാക്കൾ, തമിഴ്നാട്ടിൻ முதலமைச்சர் ஸ்டாலின் இருக்குது. அந்த ஸ்டாலின் பக்கம் அவருக்கு செய்தியை கொடுக்குது அனவதியாய் ஆள்கார், உண்மையை கொடுக்குது இருக்குது. അതുപോലെ മീക്കായൽ ഗർബച്ചോൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു, സാറേ റഷ്യ ഭയങ്കര രാഷ്ട്രമാണ്, പക്ഷേ ഇനി ജനങ്ങൾക്ക് മരുന്നോ അല്ലെങ്കിൽ ഭക്ഷണമോ കൊടുക്കാൻ നമ്മൾ ബുദ്ധിമുട്ടും, അതുകൊണ്ട് റഷ്യയെ വെട്ടിമുറിക്കണം. 1987 പറഞ്ഞു 1991 റഷ്യയെ 15 വെട്ടിമുറിച്ചു. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്കമെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈൻ, ലാത്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ, അർമേനിയ, ബെലാറസ്, ജോർജിയ, ചെച്ചിനിയ, ക്രിമിയ, സൈബീരിയ. ഉടനെ പറഞ്ഞുതരാം ബൈബിളുമായി. അങ്ങനെയെങ്കിൽ റഷ്യയെ 15 വെട്ടിമുറിച്ചു. ഇവിടെ ഒരു ഭാഗം റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസിഡന്റായിരുന്നു മീക്കായൽ ഗർബച്ചോ. ഏവരും കേൾക്കണം. അദ്ദേഹത്തെ കൊണ്ടുപോകാൻ രാവിലെ കൊട്ടാരത്തിൽ നിന്ന് നല്ല വണ്ടി വരും. അദ്ദേഹം പോകാൻ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് റൈസ ഗർബച്ചോ. കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം, അവരൊരു റൂമിലിരുന്ന് വിശുദ്ധ ബൈബിൾ എടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അവർ റഷ്യൻ ഓർത്തഡോക്സ് സഭക്കാരിയാണ്. അദ്ദേഹം പറങ്ങാൻ ഇറങ്ങുമ്പോൾ ഈ സഹോദരി കണ്ണുനീരുമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു കാര്യമുണ്ട്, റൈസ, ഞാൻ കൊട്ടാരത്തിൽ പോകുമ്പോൾ നീ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു? ആ സഹോദരി പറഞ്ഞൊരു കാര്യമുണ്ട്, താങ്കളെ റഷ്യയുടെ പ്രസിഡന്റ് ആക്കിയത് സ്വർഗത്തിലെ ദൈവമാ, അതുകൊണ്ട് ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. കണ്ടോ, ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർ പ്രത്യേകിച്ച് കേൾക്കണം. അവർ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം വിട്ടതിന് ശേഷം താമസമിന നാളുകൾ കടന്നു പോകുന്നതിന് മുമ്പ് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. കരമുയർത്തുന്നവർക്കായി നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയേറിയ പ്രാർത്ഥന, മിണ്ടുന്നില്ല, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. സിസ്റ്ററെ, പോസ്റ്റ് ഇടുന്നതല്ല വലുത്, സഹോദര കരമുയർത്തുന്നതല്ല വലുത്. ഹൃദയം നുറുങ്ങി നീ നിലവിളിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ നിന്റെ കണ്ണുനീർക്ക് മറുപടി തരുവാൻ റഷ്യയുടെ പ്രസിഡന്റ്. സഹോദര, ഇന്ന് രാത്രി ഇവിടെ വന്ന സമയത്ത് ഞാൻ അനേകം പോസ്റ്ററുകൾ കണ്ടു. കഴിഞ്ഞ ദിവസം ചെങ്കവിള കണ്ടു, ഇപ്പം കണ്ടു,
ഞങ്ങളെപ്പോലുള്ള ഒരു മൈക്ക് പിടിച്ച് നിൽക്കുന്നു, വാലിബ കൊളുവിനാർ പാടുന്നവർ ഇങ്ങനെ നിൽക്കുന്നു. കുഞ്ഞെ, ഇന്ന് രാത്രി പോസ്റ്ററിനകത്ത് ഫോട്ടോ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഓൺലൈനിൽ പടം ഉണ്ടെങ്കിലും സഭയുടെ പ്രസിഡന്റാന്ന് പറഞ്ഞാലും കാര്യമൊന്നുമില്ല. പക്ഷേ എവരെ അറിയുന്നതിനേക്കാൾ ഉപരി, പച്ചയ്ക്ക് പറയുക, ദേവശോഭന ഭാഷ വിട്ടിരിക്കുന്നു, പച്ചയ്ക്ക് പറയുക, എവരെ അറിയുന്നതിനേക്കാൾ ഉപരി സ്വർഗത്തിനിഷ്ടം മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നവരെ, കരമുയർത്തുന്നവർക്കായി ഇയ്യോബ് എന്ന് പറയുന്ന സുന്ദരനായ ഒരു പുരുഷനുണ്ടായിരുന്നു ഓസ് ദേശത്ത്. സ്വോത്രം. ഇയ്യോബിൻ്റെ 5G ഇന്റർനെറ്റ് ഒന്നുമില്ലായിരുന്നു. പക്ഷേ സാത്താൻ ഒരു വിസിറ്റ് വിസ എടുത്ത് മേളിൽ ചെന്നപ്പോൾ മാർത്താണ്ഡത്ത് പാലം ഇടിഞ്ഞോ എന്നല്ല സ്വർഗം ചോദിച്ചത്, ഇവിടെ ഇലക്ഷൻ നടന്നോ എന്നല്ല ചോദിച്ചത്. എൻ്റെ ഭക്തനായ ഊളിയക്കാരനായ ഇയ്യോബിൻ്റെ മേൽ കരമുയർത്തുന്നവർക്കായി നീ കണ്ണുവച്ചുവോ? ഇന്ന് രാത്രി വചനത്തെ വാസിക്കരുത്. അയ്യോ, இந்த സ്റ്റേജിൽ ഇരിക്കുന്ന போதகர், இந்த സ്റ്റേജുக்குள்ள பாடுന്ന வாலிப கொழுவினார், பிரஸ்தானத்தின் தலைமை போதகர், அதுக்கும் அப்புறம் இந்த நாட்களிலே வீட்டுக்குள்ள ഇരുന്ന് പായ ഇരുന്ന് കണ്ണുനീർ തൂകി നിലവിളിക്കുന്ന ഭക്തന്മാരെയും അമ്മച്ചിമാരെയും അറിയുന്നവനാ സ്വർഗത്തിലെ ദൈവം. കരമുയർത്തുന്നവർക്കായി പ്രാർത്ഥിക്കുന്നവനെ അറിയുന്നവനാ. സ്തോത്രം. അങ്ങനെ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചു. എന്താ റഷ്യ ഉക്രൈനിന് പടപടാ വാക്യങ്ങൾ പോകും. 2010 ഉക്രൈനിലെ ഒരു ഭരണാധികാരി വന്നു. അദ്ദേഹത്തിൻ്റെ പേര് സെലൻസ്കി. അവനൊരു യഹൂദ സ്ത്രീയുടെ മകനാണ്. അവൻ്റെ സ്നേഹം ആരോടാ? യഹൂദന സ്നേഹം അമേരിക്കയുടെ. 2013 അവൻ അമേരിക്കയിലെ പ്രസിഡന്റായിരുന്നു ബരാക് ഒബാമ. വാലിബ കൊള്ളുന്ന കുഞ്ഞുങ്ങൾ പഠിക്കുന്നവരെല്ലാം നോട്ട് ചെയ്യണം. അമേരിക്കയിലെ പ്രസിഡന്റ് ഒബാമയ്ക്ക് കത്ത് കൊടുത്തിട്ട് പറഞ്ഞു, സാറേ ഞങ്ങളെയും കൂടെ നാറ്റോ ചേർത്തേക്കണം. പുള്ളിക്കാരൻ പറഞ്ഞു, നിങ്ങളെ ചേർക്കത്തില്ല. 2016 അമേരിക്കയിലെ ഒരു പ്രസിഡന്റ് വന്ന് വായാടി ട്രംപ് അവർക്ക് കത്ത് കൊടുത്തു, ഞങ്ങളെ ചേർത്തേക്കണം. അവർ പറഞ്ഞ് ചേർക്കത്തില്ല. കാര്യം ഞാൻ പുറകെ പറയാം. 2020 കോവിഡ് അടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ യഹൂദനായ വ്ളാഡിമിർ സെലൻസ്കി അടുത്ത കത്ത് ആരെ കൊടുത്തു? ഒന്ന് യൂറോപ്യൻ യൂണിയൻ്റെ കൊടുത്തു, അടുത്ത ബൈഡൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങളെ ഒന്ന് ചേർത്തേക്കണം. അപ്പം റഷ്യയുടെ പ്രസിഡന്റിന് പിടികിട്ടി, ഇവൻ ഈ കൂട്ടത്തിൽ നിന്ന് മതിൽ ചാടും. ഇന്ന് അസംബ്ലീസ് ഓഫ് ഗോഡ്, നാളെ JC, മറ്റൊന്ന് IPC, അത് കഴിഞ്ഞ് കാൽവറി, അത് കഴിഞ്ഞ് കൃപാസനം, ഒന്നും ഒത്തില്ലേ CSI. സന്തോഷമില്ലല്ലോ സോദരം. ഇവ എങ്കയോ മതിൽ ചാടും. അതിനാസ്പദമായി ഏറ്റവും നല്ല കാര്യം, റഷ്യ ഉക്രൈനെ ആക്രമിക്കുവാൻ കാര്യം ഒരു ചാനലുകാർക്കും അറിയത്തില്ല. അമേരിക്ക എന്തുകൊണ്ട് എടുക്കാത്ത കാര്യം പറയാം. എന്താ റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്ന കാര്യം? ലോകത്തിൽ ഏറ്റവും നല്ല വെള്ളം തന്നെ ഉച്ച തന്നെ കിട്ടുന്ന നല്ലൊരു നദി ഇരിക്കുന്നത് എங்கே ഇരിക്കുന്നതെന്ന് അറിയാമോ? ഉക്രൈനിൽ ഇരിക്കുന്നത്. ആ നദിയുടെ പേര് നിപ്പർ നദി. കുപ്പിയിൽ വെള്ളം അടച്ച കാശ. 2, റഷ്യയുടെ ആണവനില ഇപ്പം കട്ടപ്പുറത്ത് പാറശാല കുറുങ്കുട്ടി ബസ് സ്റ്റാൻഡ് വണ്ടി ഇരിക്കുന്ന പോലെ ഇരിക്കുക, ചൊർണോവ് ആണവനില. അപ്പം ഇപ്പുറത്ത് ഉക്രൈൻ്റെ ആണവ നിലയുണ്ട്, സപ്രോഷ്യ. 3, ലോകത്തിലെ ഏറ്റവും വലിയ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാഷ്ട്രം റഷ്യ. അതിൻ്റെ കൂടെ ഉക്രൈനെ കൂടെ കിട്ടിയാൽ ആഗോള വ്യാപകമായി ഗോതമ്പിൻ്റെ വില റഷ്യ പറയുന്ന പോലെ നിൽക്കും. എന്ന് ഉക്രൈനും റഷ്യ അടി തുടങ്ങി, ഞങ്ങളുടെ കേരളത്തിലെ റേഷൻ കടയിലെ ഗോതമ്പും പോയി. കരമുയർത്തുന്നവർക്ക് ശ്രോത്ര. ഇത് തമിഴ്നാട്, ഇവിടുത്തെ കാര്യം എനിക്കറിയത്തില്ല. കേരളത്തിലെ ഗോതമ്പ് അന്നേ പോയി ശ്രോത്ര. അടി തുടങ്ങിയതിൻ്റെ അന്ന് ഗോതമ്പ് പാക്കറ്റ് പോയി ശ്രോത്ര. അങ്ങനെയെങ്കിൽ ഇതെത്ര നാൾ കൊണ്ട്, എന്തുകൊണ്ട് നാറ്റോ സഖ്യത്തിനകത്ത് ഉക്രൈനെ ഉൾപ്പെടുത്തത്തില്ല? കേട്ടോണേ, ഇത് ഒരു ചാനലുകാർക്കും, സൺ TV, ജെമിനി TV, അല്ലെ TV9, ഏഷ്യാനെറ്റ്, മനോരമ, ഏത് ചാനലെ നിങ്ങൾക്ക് பார்த்தாലും അവർക്കറിയത്തില്ല. ഒരു കരാറുണ്ട്. അത് ലോക ചരിത്രവും ബൈബിളും പഠിക്കുന്നവർക്കറിയാം. 1971 അമേരിക്കയും ആരുമായിട്ട് റഷ്യയായിട്ട് ഒരു കരാറുണ്ട്. എന്താ കരാറിൻ്റെ പ്രത്യേകത എന്നറിയാമോ? റഷ്യയുടെ അതിർത്തിയിലുള്ള ഒരു രാജ്യത്തെയും നാറ്റോ സഖ്യത്തിൽ എടുക്കത്തില്ല. എന്താ അതിൻ്റെ പ്രത്യേകത? നാറ്റോ സഖ്യത്തിലെടുത്താൽ അമേരിക്ക ഒരു റഡാർ അവിടെ കൊണ്ടുവച്ചാൽ റഷ്യയുടെ സകല കാര്യങ്ങൾ ഈ അമേരിക്ക ഊറ്റും. അതുകൊണ്ട് UN-നകത്ത് 1971 ഒരു കരാർ ഒപ്പിട്ടിട്ടുണ്ട്. ആ കരാറിൻ്റെ പേരാ ജോൺ എഫ് കെന്നഡി കരാർ. ആ കരാർ നിൽക്കുന്നത് കൊണ്ട് ഈ ഉക്രൈനെ പിടിച്ച് നാറ്റോ സഖ്യത്തിൽ കയറ്റാത്തത്. ഒരു കാര്യം, ഈ തമിഴ്നാട്ടിൽ രാമേശ്വരം, നിങ്ങൾക്ക് ആ സ്ഥലമൊന്നും അറിയത്തില്ല, എനിക്കറിയാം. രാമേശ്വരത്ത് നിന്ന് 7 മണിക്കൂർ ബോട്ടിൽ പോയാൽ ശ്രീലങ്കയിലെത്താം. ശ്രീലങ്കയിൽ ഒരു തുറമുഖമുണ്ട്, ബട്ടിക്കോലവയ്ക്കടുത്ത് ഹമ്പൻ തോട്ട തുറമുഖം. ഈ തുറമുഖം പണിഞ്ഞത് ആരാ? ചൈന. 1500 കോടിക്കാണ് പണിഞ്ഞത് ഹമ്പൻ തോട്ട. അപ്പോൾ ചൈനയുടെ കീഴിലായി തുറമുഖം. അദാനി വിഴിഞ്ഞെടുത്തതുപോലെ. അപ്പോൾ ചൈനക്കാർ ഒരു കപ്പൽ കൊണ്ടുവരാൻ വന്ന് യുവാങ് 5, അതാ ചൈനയുടെ ചാരക്കപ്പൽ. ആ കപ്പൽ ഇങ്ങോട്ട് വന്നപ്പോൾ ഇന്ത്യ, റഷ്യ ഇവരോട്, ശ്രീലങ്കയോടും പറഞ്ഞു, ചൈനയോടും പറഞ്ഞു, ദയവ് ചെയ്ത് ആ കപ്പൽ കൊണ്ടുവന്നാൽ കുഴപ്പം ഇന്ത്യക്കല്ല. 4 കാര്യങ്ങളുടെ രഹസ്യം ഊറ്റും. 1, തിരുവനന്തപുരം എയർപോർട്ട്. 2, വലിയമല ISRO. 3, പാങ്ങോട് മിലിറ്ററി ക്യാമ്പ്. 4, ബ്രഹ്മോസിൻ്റെ പ്ലാന്റ്. 5, തമിഴ്നാട്ടിൽ കൂടംകുളം ആണവ നിലയം. സ്വോത്രം. ഇതിൻ്റെ രഹസ്യം എല്ലാം സാറ്റലൈറ്റ് വഴി ഊറ്റും. അപ്പോൾ പാവപ്പെട്ട ശ്രീലങ്കക്കാരനോട് ഇന്ത്യ പറഞ്ഞു, ഞങ്ങൾ പൈസ തന്നിട്ടാണ് നീ ഇപ്പം കട്ടൻ ചായ കുടിക്കുന്നത്. ശ്രീലങ്ക പറഞ്ഞു, ഒരു രക്ഷയില്ല, യവന്മാരെ കൊണ്ടുവന്നാൽ തടയാൻ പറ്റത്തില്ല. ഈ ചൈനക്കാർ കേട്ടില്ല. ഉടനെ ഉണ്ട്
നേരെ കപ്പലുമായിട്ട് വന്ന് ഇന്ത്യയുടെ ഒരു പിന്നെ ഈ വിദേശകാര്യമന്ത്രിയുണ്ട്, പുള്ളി അധികം TV വരത്തില്ല, പുള്ളി ഒതുങ്ങി കഴിയുന്നതാ, എപ്പോഴും പ്ലെയിനകത്ത് യാത്ര. S ജയശങ്കർ, കനം കുറഞ്ഞൊരു പുള്ളിയാണ്. അദ്ദേഹം ISRോട് പറഞ്ഞു, ഒരു സാറ്റലൈറ്റ് ഈ ശ്രീലങ്കയുടെ കമ്പൻതോട്ട തുറമുഖത്തിൻ്റെ മേളിലോട്ട് വിട്ടേക്കാൻ പറഞ്ഞു. കപ്പൽ നിൽക്കുന്നതിൻ്റെ മേളിൽ സാറ്റലൈറ്റ് എത്തി. ചെങ്കവിളയിൽ നമ്മുടെ സിൽവിയപുരത്തെ സഹോദരി ദുബായിലിരിക്കുന്ന ചേട്ടനുമായിട്ട് സംസാരിക്കുമ്പോൾ വാട്സപ്പ് കട്ടായാലോ, ഒറ്റ കട്ട്, കാര്യം തീർന്നല്ലോ, സന്തോഷമില്ലല്ലോ, കര ഉയരുന്നില്ലല്ലോ, സ്വോത്രം. ചൈനക്കാരൻ കപ്പലും എടുത്തുകൊണ്ട് അവൻ്റെ പാട്ടിന് പോയി, സ്വോത്രം. ഇതാ കമ്പൻതോട്ട തുറമുഖത്ത് നടത്തുന്നത്, എല്ലാവരും കേൾക്കണം, സ്വോത്രം. അതുപോലെ ഈ റഷ്യയുടെ അതിർത്തി ഒരു സ്ഥലത്തെ കൊടുത്താൽ ഇത് ശരിയാവത്തില്ല. അതുകൊണ്ടാണ് അമേരിക്ക നാറ്റോയിൽ ചേർക്കാത്തത്. യുദ്ധം തുടങ്ങിയിട്ട് എത്ര മാസമായി? 28 മാസമായി. ഫെബ്രുവരി 22 കഴിഞ്ഞു, 28 months. ഈ യുദ്ധം എവിടെ ചെല്ലും? ഇതാ നമ്മുടെ പ്രസംഗം. അതിനോടനുബന്ധിച്ച ഇസ്രയേൽ ഗാസ, ഇസ്രയേൽ സിറിയ, ഇസ്രയേൽ ലെബനോൻ, ഇസ്രയേൽ ഇറാൻ, ഇതെല്ലാം പ്രവചനത്തിൽ. ഈ യുദ്ധം എവിടെ ചെല്ലും? ഇനി ബൈബിൾ എടുക്കണം. എസക്കേലിൻ ദീർഘദർശിൻ കടിതം വായിച്ചിട്ട് മോള്. എസക്കേൽ പ്രവചനം 39:1-2. എല്ലാവരും ഈ വചനം കേൾക്കണം. എസക്കേൽ 39:1-2. പാസ് പറഞ്ഞ സമയത്ത് തന്നെ ഇന്ന് രാത്രി നിർത്തും, ബാക്കി നാളെ. എസക്കേൽ 39:1-2 വായിച്ചിട്ട് മോളെ. നീയോ മനുഷ്യപുത്ര, ഗോഗിനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്. ആരാ ഈ ഗോഗ്? മക്കൾ അവിടെ നിർത്തണം. പണ്ടൊരു അപ്പച്ചനുണ്ടായിരുന്നു, കല്ല് കുടിച്ച നോഹാം. നോഹയുടെ മക്കളുടെ പേരാ ശേം, ഹാം, യാഫേത്ത്. ഉൽപ്പത്തി 10:2. യാഫേത്തിന്റെ തലമുറയാ മാഗോഗ്. മാഗോഗിനകത്ത് നിന്ന് മതിൽ ചാടിയവനാ ഈ ഗോഗ്. ഇനി കേട്ടോണം, മാഗോഗ് ആരാ? 5 കുള്ളന്മാര്. പറഞ്ഞുതരാം. ഇവിടെ പള്ളിപ്പെരുന്നാളിൽ അണ്ടാവിനകത്തിട്ട് 5 പലഹാരം എടുക്കും. 1 ബോണ്ട, 2 പരിപ്പുവട, 3 നെയ്യപ്പം, 4 സുഖിയൻ. അതുപോലെ 5 പേര് ഒരുപോലെ ഇരിക്കുന്നവരുണ്ട്. 1 ചൈന, 2 കൊറിയ, 3 തൈവാൻ, 4 ഫിലിപ്പൈൻസ്, 5 ജപ്പാൻ. 5 എണ്ണം കുള്ളന്മാർ. യവന്മാരാ മാഗോഗ്. കേട്ടോ, യവന്മാർ ഒരച്ച് ഇരിക്കുന്ന ലോകരാജ്യങ്ങളും ബൈബിളും. ഇതിൽ നിന്ന് ചാടിയവനാ ഇന്നത്തെ ഗോഗ്. മാഗോഗ് ഇന്ന് ഡിവൈഡ് ചെയ്ത കൺട്രിയാ ഇന്നത്തെ റഷ്യ. ഗോഗേ വായിച്ചോ. ഞാൻ നിനക്ക് വായിച്ചോട്ടെ. നീയോ മനുഷ്യപുത്ര, ഗോഗിനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്. എല്ലാവരും ബൈബിൾ എടുക്കണം. എസക്കേലിൻ ദീർഘദർശിൻ കടിതം ചാപ്റ്റർ 39 വേർഡ്സ് 1 and 2. എല്ലാവരും എടുത്തോണം തമിഴ് ബൈബിൾ. അടുത്തത് യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. റഷ്യയെ. അടുത്തത് റോസ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ. റോസ റഷ്യ, മേശക് മോസ്കോ, ട്രൂബൽ ടുബാസ്കോ. അതുകൊണ്ട് മദ്രാസ്, ചെന്നൈ, ട്രിവാൻഡ്രം, തിരുവനന്തപുരം, ബാംഗ്ലൂർ, ബംഗളൂർ. പഴയ ബൈബിൾ അതുപോലെ സ്ഥലങ്ങളുടെ പേര് എത്ര ക്ലിയർ. റോസ്, മേശക്, ട്രൂബൽ, റഷ്യ, മോസ്കോ, ടുബാസ്കോ എന്നിവയുടെ തലമൈ നേതാവായ റഷ്യയെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിനക്ക് വിരോധം. അതാ 28 മാസം കൊണ്ട് ഉക്രൈനെ അടിക്കുന്നുണ്ട്. ലോക രാജ്യങ്ങൾ അവന് വിരോധമായിരിക്കുന്നു. അടുത്ത വാക്ക്, ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്നിൽ 6-1 ശേഷിപ്പിച്ച്. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടേക്കണം. ഈ കൺവെൻഷൻ കൂട്ടങ്ങൾ വന്നവര് ഇന്ത നാൾക്കളികളെ നൽസെയ്ത് കേട്ടിട്ട് റഷ്യ വെട്ടിമുറിക്കപ്പെടുമോ? 6-1 ശേഷിപ്പിച്ച്. എല്ലാവരും കേൾക്കണം. 6 രാജ്യങ്ങളിൽ കൂടെ ഒരു റോഡ് ഞാൻ വെട്ടിക്കൊണ്ടിരിക്കാം. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്കമെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈനിൽ കൂടെ നിന്നെ കൊണ്ടുപോകാൻ പോകുന്നൊരു സ്ഥലത്ത്. അപ്പം റഷ്യ വെട്ടിമുറിക്കപ്പെടുമെന്ന് ഇവിടുത്തെ തമിഴ്നാടിൽ മുതലമച്ചർ സ്റ്റാലിൻ അറിയായിരുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയായിരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡിജിക്ക് അറിയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാവ് VS അറിയായിരുന്നു. എവർക്കാർക്കും അറിയത്തില്ല റഷ്യ വെട്ടിമുറിക്കപ്പെടുമെന്ന്. എന്നാൽ ഞങ്ങളുടെ ബൈബിളിനകത്ത് ഇന്നേക്ക് 2600 കൊല്ലം മുമ്പ് ഭക്തനായ എസക്കേലിനോട് സ്വർഗം പറഞ്ഞു, ഞാൻ നിന്നെ 6 രാജ്യങ്ങളുടെ നടുവിൽ കൂടി കടത്ത്. കരമുയർത്തുന്നവർക്കായി വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമെടുത്തു. ഇതാ ബൈബിളിന്റെ തനിമ. റഷ്യ വെട്ടിമുറിക്കപ്പെടും. ഈ 6 രാജ്യങ്ങളിൽ കൂടെ, ഉക്രൈനിൽ കൂടെ ഞാൻ ഒരു സ്ഥലത്ത് കൊണ്ട് ചെല്ലും. വായിച്ചിട്ട് മോളെ ആ സ്ഥലം. നിന്നെ വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച്. നിന്റെ വടക്കേ അറ്റ സിറിയ, ഗോലാൻ കുന്ന്, റഷ്യയുടെ വടക്കേ അറ്റം. അടുത്തത് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. കരമുയർത്തിയാട്ട് എല്ലാവരും. അന്തിമ ദിനം റഷ്യ എത്താൻ പോകുന്ന ഇസ്രായേൽ പർവ്വത നിര. അതാ ഗർഭിണിക്ക് പ്രസവവേദന വരുന്ന ലേറ്റ് നോവിന്റെ ആരംഭം. ഇനി പടപട വാക്യങ്ങൾ. എസക്കേൽ 38:7-8 വാക്യങ്ങൾ. ആ സംഭവം കഴിഞ്ഞ ദിവസങ്ങളിൽ മെയ് മാസത്തിൽ നിങ്ങൾ കണ്ടത്. എസക്കേൽ 38:7-8 വായിച്ചിട്ട് മോളെ. ഒരുങ്ങിക്കൊള്ളുക, നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹം ഒക്കെയും ഒരുങ്ങിക്കൊള്ളുക. കിടക്കുന്ന റഷ്യയുടെ കൂടെ കുറെ പേര് ഒരുങ്ങിക്കൊള്ളുക. അടുത്ത പ്രസംഗം വായിച്ചാട്ടെ. നീ അവർക്ക് മേധാവിയായിരിക്കും. മോൻ അവിടെ നിന്ന് വെയിറ്റ് ചെയ്താട്ടെ. നീ അവർക്ക് മേധാവിയായിരിക്കും. ആര് മേധാവി? ഇന്ന് അറബ് രാജ്യങ്ങളുടെ മേധാവി
മേധാവി റഷ്യ. കഴിഞ്ഞ ദിവസം ഇറാന്റെ പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ പേര് ഇബ്രാഹിം റൈസി, അദ്ദേഹം മരിക്കുമെന്ന് 2024 ഏപ്രിൽ എവിടെയോ ഞാൻ പ്രസംഗിച്ചു. കഴിഞ്ഞ ദിവസം ആരേണ്ടത് വീഡിയോ കൊടുത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞു ഇറാന്റെ പ്രസിഡന്റ് എങ്ങനെയും മരിക്കും, ഇസ്രായേൽ ഏത് വഴി സ്വീകരിക്കും, അതവിടെ നിൽക്കട്ടെ. അന്ന് ഇറാന്റെ പ്രസിഡന്റിന്റെ ചരമ ടെഹ്റാനിൽ നടക്കുമ്പോൾ തുർക്കിക്കാരനും പറഞ്ഞു, ആര് പറഞ്ഞു, ഖത്തറുകാരനും പറഞ്ഞു, ഇനി റഷ്യ നമ്മളെ നയിക്കും കരമുയർത്തുന്നവർക്കായി. ഇതാ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു, ഞങ്ങളുടെ പിൻപിൽ അണിനിരക്കുക. ഒരിക്കൽ കൂടി കൊല്ലങ്കോട് സിൽവേപുരം ദൈവമക്കളെ, കാലം ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവ. എത്ര ക്ലിയർ ആയിരിക്കുന്നു കണ്ടോ. നീ അവർക്ക് മേധാവിയായിരിക്കും. ആ സംഭവമാ ഇറാന്റെ പ്രസിഡന്റ് മരിച്ചപ്പോൾ റഷ്യ പറഞ്ഞു, ഞങ്ങളുടെ പിൻപിൽ നിന്നാൽ മതി, ബാക്കി ഞങ്ങൾ കൈകാര്യം ചെയ്യുമെങ്കിൽ. നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ നാഥന്റെ വരവിന്റെ ചാലുകൾ ഒരുങ്ങിക്കഴിഞ്ഞു. കരമുയർത്തുന്നവർക്കായി ലോക സംഭവം ബൈബിള്. നീ അവർക്ക് മേധാവിയായിരിക്കും. അടുത്തത് ലാസ്റ്റ് എവിടെ ചെല്ലും? വായിച്ചിട്ട് മോനെ. ഏറിയ നാൾ കഴിഞ്ഞിട്ട് ഏറിയ നാൾ, ലാറ്റർ ഡേയ്സ്, ഇംഗ്ലീഷിൽ ലാറ്റർ ഡേയ്സ്, ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും. എവിടെ? വായിക്കാം. വാളിനൊഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നിച്ചു വരും. ആ കന്യാകുമാരി വണ്ടി ബാലരാമപുരം ആയിട്ടേ ഉള്ളു. ഈ റൂട്ട് ലാസ്റ്റ് വരും ഒരു രാജ്യത്തേക്ക്. ആ ലാസ്റ്റ് പോയിന്റ് ബോർഡ് നാഗർകോവിൽ. ഒരു രാജ്യത്തേക്ക് നീ ഒടുക്കം വന്നു തരും. എവിടാ കുഞ്ഞെ? വായിച്ചാട്ടെ. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന 1948 മെയ് 14 വരെ അറബി ഒട്ടകവും മൂളിയൊരു സ്ഥലമുണ്ട്. നിരന്തര ശൂന്യമായി കിടന്നതും ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ. കരമുയർത്തിയാട്ട. ഇസ്രായേൽ പർവ്വത നിരങ്ങളിൽ, നിരന്തര ശൂന്യമായി കിടന്ന പർവ്വതങ്ങളിൽ നീ വരും. ഇസ്രായേൽ, അതാ അന്തിമ യുദ്ധം. അതുകൊണ്ട് 28 മാസമായിട്ട് ഇത് അവസാനിക്കത്തില്ല. അപ്പൊ ലോകം 2 ചേരിയിൽ വരുമോ? വായിക്കാം. തമിഴ് ബൈബിളിൽ കറക്റ്റ് എഴുതിയിട്ടുണ്ട്. ലോകം 2 ചേരിയിൽ. എഹെസ്കേൽ പ്രവചനം 38 അധ്യായം 5-6 വാക്യങ്ങൾ. മുൻ വായിച്ചട്ടെ. എഹെസ്കേൽ 38:5-6. അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയം തലക്കോരിയും ധരിച്ച് പാർസികൾ. കോവിഡ് വന്നപ്പോ 2 ചേട്ടന്മാർക്ക് റഷ്യക്ക് പ്രൈസലോട് കൊടുത്ത്. 1 അഫ്ഗാൻ, 2 ഇറാൻ. പാർസികൾ. അടുത്തത് കൂശ്യർ. വന്നില്ല മക്കളെ, സ്പീഡിൽ പോകരുത്. നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കണം, ഇവർക്ക് പിടി കിട്ടണം. കൂശ്യർ, തമിഴ് ബൈബിൾ അരുമയാന ബൈബിൾ, അതിനകത്ത് എഴുതിയിട്ടുണ്ട് കൂശ്യർ എത്യോപ്യ രാജ്യം. തമിഴ് ബൈബിൾ പൂത്തിയർ ലിബിയ രാജ്യം. കരം ഉയരുന്നില്ലല്ലോ. സ്വോത്രം. തമിഴ് ബൈബിളിൽ നിന്നിട്ട് ബൈബിൾ നോക്കുന്നില്ല. സ്വോത്രം. ലോകരാജ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. മലയാളം ബൈബിളല്ല, അരുമയാന തമിഴ് ബൈബിളിൽ അത് നോട്ട് ചെയ്തിരിക്കുന്നു. കൂശ്യർ എന്നല്ല, എത്യോപ്യ, പൂത്തിയർ, ലിബിയ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം ഒരുമിക്കുന്നു. എത്ര ക്ലിയർ. കൂശ്യർ, പൂത്തിയർ. അടുത്ത വാക്ക് ഗോമേർ. ആരാ ഗോമേർ? 12 യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്. എല്ലാവരും കേൾക്കണം. ഏതാ 12? ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലാൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. 12-ൽ ഒന്നിനെ ഇപ്പം ദൈവം വെട്ടി. അവൻ്റെ പേരാ ബ്രിട്ടൻ. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പോയി. അതുകൊണ്ടല്ലയോ ചെങ്കവിളിയിലെ കുഞ്ഞുങ്ങൾ അമ്മച്ചി രാവിലെ ഫോൺ ചെയ്യും, മോൻ എവിടെ? ആ UK മരുമോൾ അവിടെ ഫിൻലൻഡിലാ. അടുത്ത മറ്റേ കൊച്ചുമോൾ അവിടെ ജർമ്മനിയിലാ. സ്വോത്രം. എല്ലാം പോയില്ലേ. സ്വോത്രം. എല്ലാം UK വണ്ടി കയറി. ഇപ്പോൾ അമ്മച്ചി ഒരു വേലക്കാരിയുണ്ട്, പ്രാർത്ഥിച്ചോണം. വേലക്കാരി ഇട്ടേച്ച് പോയ അമ്മച്ചിയുടെ കാര്യം കട്ടപ്പോകാം. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അതും പോയി. പിള്ളേരെല്ലാം പണ്ട് കേരളം വിട്ടാൽ ന്യൂഡൽഹി, വടക്കേ ഇന്ത്യ. അവിടുന്ന് മലയാളി ഗൾഫിൽ ചാടി. അവിടുന്ന് നേരെ എവിടെ ചാടിയെന്നറിയാമോ? സ്വോത്രം. അമേരിക്കയിൽ ചാടി. അതിൻ്റെ ഇടയ്ക്ക് കാനഡയിൽ ചാടി. ഒരു മിനിറ്റ് കടമെടുക്കുക. ഇന്നാള് ഞാനൊരു ദിവസം രാവിലെ വീട്ടിൽ നോട്ട് തയ്യാറായിക്കൊണ്ടിരുന്നപ്പോൾ ഒരു അരുമയാന വാലിബൻ ഫോണിക്കുള്ള കേട്ടിരിക്കുന്നത്. പാസ്റ്റർ എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് കളിക്കാവളം മുതൽ തലപ്പാടി വരെ പോകുന്ന ഞാൻ ആരെ ഓർക്കാൻ? അല്ലേ തന്നെ പെൻഡ്രൈവ് അത്രയും ശരിയല്ല. സ്വോത്രം. ആളെ കാണുമ്പോഴേ ഇപ്പം നല്ല ഓർമ്മ വരുന്ന പ്രായവും പോകുന്നു. അപ്പം ഞാൻ ചോദിച്ച്, മോൻ ആരാ? അപ്പം അവൻ പറഞ്ഞു, ഞാൻ ആറയൂർ CSI പള്ളിയിലെ മെമ്പറാണ്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. അപ്പം ഞാൻ ചോദിച്ച്, ഞാൻ 3 വർഷം അവിടെ തുടർച്ചയായിട്ട് അവരുടെ സഭാദിനത്തെ CSI പ്രസംഗിച്ച്. ഞാൻ ചോദിച്ച്, മോനെ നീ എങ്ങനെ നിന്ന് പേശുകരുത്? അപ്പോൾ അവ എന്നോട് പറയാം, ഞാൻ മെലിത്താ ദ്വീപിൽ നിന്നാണ് പേശുന്നതെന്ന്. എൻ്റെ ചങ്ക് തകർന്നു പോയി. സ്വോത്രം. പൗലോസ് പോയ മാൾട്ടാ ദ്വീപിൽ നിന്ന് അവൻ പേശുന്നെന്ന്. സ്വോത്രം. ആറയൂക്കാർ. ഞാൻ അവിടെ പോയിട്ടില്ല, ഇനി പോകാനും പറ്റത്തില്ല. നമുക്കറിയാം. സ്വോത്രം. ഈ രാജ്യങ്ങൾ മൊത്തം പഠിച്ചതുകൊണ്ട് പ്രവചനം പ്രസംഗിച്ചുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. മോനെ വാട്സപ്പുള്ള നമ്പർ തരാം, ആ പടം ഒന്ന് കാണിച്ചേക്കാൻ പറഞ്ഞു. അവിടെ എല്ലാം നിന്നൊരു കറക്ക് കാണിച്ച് വർഗീസ് പാസ്റ്റർ കടലെല്ലാം കാണിച്ച്. ഞാൻ ചോദിച്ച്, ഈ കടൽ കഴിഞ്ഞാൽ ഇനി ലക്ഷദ്വീപം, ആൻഡമാൻ പോലെ വല്ല ദ്വീപം ഉണ്ടോയെന്ന്.
അപ്പോൾ പറഞ്ഞ് ഇനി ഒരു ദ്വീപുമില്ല, പെരുങ്കടലാ, ലോകം തീർന്നെന്ന്. സ്വോത്രം. മലയാളി ആറയുക്കാരൻ പയ്യൻ മാൾട്ടാ ദ്വീപിൽ ചെന്നിട്ട് ഇനി തട്ടുകട തുടങ്ങിയെന്ന് എനിക്കറിയത്തില്ല. സ്വോത്രം. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, മോനെ നീ എന്തോ ചെയ്യുന്നു? പാസ്റ്റർ, ഞാൻ +2 പഠിക്കുമ്പോഴാണ് ഞങ്ങളുടെ ചർച്ചിൽ വന്ന് പ്രസംഗിച്ചത്, ഞാനിപ്പോൾ യൂട്യൂബിൽ പ്രസംഗം കേൾക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പം നീ എന്ത് വേല പാക്കിയത്? അപ്പോൾ പറഞ്ഞ ഒരു കമ്പനിയിൽ അക്കൗണ്ടൻറ്റ്. ഞാൻ ചോദിച്ചു എന്തോ പഠിച്ചു? അവൻ BCA കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് IMC എടുത്തിട്ട് റിക്രൂട്ട്മെൻറ്റ് അവിടെ പോയി. അപ്പോൾ ഞങ്ങളുടെ ഉപദേശിമാരുടെ കാര്യം വല്ലതും പൈസയുടെ കാര്യമാണ്. ഞാൻ അവനോട് ചോദിച്ചു, അവിടെ എങ്ങനെ കറൻസി പൗണ്ടാന്നോ യൂറോ ആണോ? അപ്പോൾ പറഞ്ഞു, പാസ്റ്റർ ഇവിടെ $ആ ശമ്പളം. അപ്പം കാൽവരിയിലെ കള്ളം പറഞ്ഞോളൂ. ഞാൻ അവനോടൊരു കാര്യം പറഞ്ഞു, മോനെ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണേന്ന് പറഞ്ഞോല് അന്ത നാൾക്കുള്ളേ ചർച്ച വന്ന അരുമയാണ് സുവിശേഷ കൂട്ടങ്ങളിൽ ഒന്ന് തലമേൽ കൈവച്ചാൽ ആശീർവാദത്തെ കൊടുത്ത 5000 നീ മറക്കരുത്. സന്തോഷമില്ലല്ലോ? ദേവശോഭന പാഷ ചിരിക്കുന്നത്. പക്ഷേ $100 8,200 രൂപ. അവൻ്റെ നമ്മുടെ ഒരു വാക്ക് കിട്ടിയ 8,200. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അറയുക്കാരൻ നിൽക്കുന്ന മാൾട്ടാ ദ്വീപി. സ്വോത്രം. 12-ൽ 1 പോയി, 11 ഇനി ഒരു രാജ്യം കൂടെ റഷ്യയുടെ ചാരത്ത് വന്നാൽ അന്ന് വെളിപ്പാട് പുസ്തകം നിവർത്തി 10 കൊമ്പും 7 തലയും. എന്നാൽ ആ രാജ്യം പോകുന്നതിന് മുമ്പ് എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. ക്ലിയർ. ദാണ്ട അതാ ഗോമേർ യൂറോപ്യൻ യൂണിയൻ ഒരുത്തൻ ചാടും. കേൾക്കണം, അത് ഗഗനമായ ഉലകത്തിൻ മുടിവ് കടശികാല ചെയ്തികളും. വായിച്ചാട്ടെ മക്കളെ, അടുത്ത വാക്ക് ഗോമേർ. വായിച്ചാട്ടെ മോൻ, വായിച്ചാട്ടെ. അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും ഇസ്ലാമിക വടക്കേറ്റത്തുള്ള തോഗർമാഗ്രഹവും. കൊല്ലംകോടുകാർ കേൾക്കണം, ആരാ തോഗർമാഗ്രഹം? അവനാന്ന് തുർക്കിയിലെ പ്രസിഡന്റ് തോയ്ബ് എർദോഗൻ. എല്ലാവരും കേട്ടോണം. നിങ്ങൾ തമിഴ് പേപ്പറും വായിക്കണം, ചാനലും കാണണം. അതിൻ്റെ പ്രത്യേകത എന്താ? ഇന്ന് അറബ് രാജ്യങ്ങളുടെ ലീഡറാ തുർക്കിയിലെ തോയ്ബ് എർദോഗൻ. 57 ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ലീഡർ. അവൻ ഇസ്രായേലിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുക. ചിലപ്പം യവനെയും ഇസ്രായേൽ കൈകാര്യം ചെയ്യുന്ന സംശയം അടുത്ത ദിവസങ്ങളിൽ പ്രവാസത്തിൽ പറഞ്ഞുതരാം. അങ്ങനെയെങ്കിൽ അവനാ ഇന്ന് നേതൃത്വം കൊടുക്കുന്നത്. അവൻ ഒരു കാര്യം ചെയ്തു, എല്ലാവരും കേൾക്കണം, അരുമயான ഊളിയക്കാർ കേൾക്കണം. അവൻ തുർക്കിയിൽ വന്നപ്പോൾ ആദ്യം ഒരു പള്ളിയെ അവൻ കരത്തെ തൂക്കി ഹാഗിയ സോഫിയ വാർത്ത വായിച്ചവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അതിനുശേഷം 2ാമത്തെ പള്ളി പിടിക്കാൻ പോയപ്പോൾ കർത്താവ് ഒരൊറ്റ ഭൂകമ്പം കൊടുത്ത് നീ മര്യാദയ്ക്ക് ഇരിക്കാൻ പറഞ്ഞു. സ്വോത്രം. അപ്പം കർത്താവിൻ്റെ കയ്യിലൊരു വടിയുണ്ട്. ഇന്ന് നമ്മുടെ തമിഴ്നാട്ടിൽ കുമാരി മാവട്ടത്തിലെല്ലാം ആശീർവാദത്തിൻ വടി താൻ ഇരിക്കുന്നത് ഇല്ല അയ്യാ. കർത്താവിൻ കൂട് മറുതലച്ചാൽ അടിക്കാൻ ഒരു വടിയും കൂടെ കർത്താവിൻ്റെ കയ്യിലുണ്ട്. യാരുമേ അന്ത വടിയെ പറ്റി പേശാതെ. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ഞങ്ങൾ നാൾക്കുള്ളേ കേരളാവിൽ, ഇത് തമിഴ്നാടായിരിക്കാം, കേരളാവിൽ ഞങ്ങളുടെ അമ്മച്ചി, എൻ്റെ അമ്മച്ചി മരിച്ചുപോയി 5 വർഷം മുമ്പ്. ഞങ്ങൾക്ക് പഴയ കാലത്ത് നല്ല ഇച്ചിരി പുരിയോടം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ കപ്പയെല്ലാം പറിച്ചുകൊണ്ട് വരും. നല്ല കാര്യം, കപ്പയാണ് നമ്മളിവിടെ വരെ കൊണ്ടുവന്നത്. പെന്തിക്കോസുകാർ പറയുന്നത് കപ്പയല്ല, ഫ്രൈഡ് റൈസും ചിക്കനും ആണ്. സ്വോത്രം. അത് ഞങ്ങൾ പറയത്തില്ല, കപ്പയാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. സ്വോത്രം. അപ്പോൾ ഈ കപ്പ ഞങ്ങൾ പറിച്ചുകൊണ്ട് വരും. എല്ലാവരും കൊണ്ട് അമ്മച്ചിയുടെ കയ്യിലോട്ട് കൊടുക്കും. അമ്മച്ചി ഒരു നല്ല ഇരുമ്പ് വെച്ചാൽ ഇങ്ങനെ കപ്പ ചിരണ്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ചിരണ്ടിയിട്ട് ഒറ്റപ്പെട്ട് പടപടാ കുത്തും. അതേ ഇരുമ്പ് വെച്ച് അമ്മച്ചി ഇടയ്ക്ക് മുതു ചൊറി, ഒരു കുഴപ്പമില്ല. സന്തോഷമില്ലല്ലോ? അതുമാതിരി കർത്തർക്ക് കയ്യിൽ അനുഗ്രഹത്തിൻ വടി ഇരിക്കുന്നത്, വെട്ടിയാ നിന്നെ തീർക്കാനുള്ള വടി ഇരിക്കുന്നത്. സ്വോത്രം. അത് യാരുമേ പേശക്കൂടാതെ. ഇന്ന് നമുക്ക് ആശീർവാദം, ബ്ലസ്സിങ് ഇതവിടെ നിൽക്കട്ടെ. ഞാൻ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു കുമരി മാവട്ടത്തേക്കും കൊഞ്ചം കുറവാണ്. പക്ഷേ ഇവിടെ ഇന്ന് രാത്രി അവനെ തുർക്കിയെ തകർത്ത് കളഞ്ഞു. അങ്ങനെയെങ്കിൽ 4 നേതാക്കൾ ഉലകത്തിൽ ഒരുമിച്ച് കോവിഡ് കാലത്ത്, എല്ലാവരും കേൾക്കണം, ആരൊക്കെയാണെന്നറിയാമോ? റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, അതിനുശേഷം ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ്, ഇറാന്റെ മരിച്ചുപോയ ഇബ്രാഹിം റൈസി, അതിനുശേഷം തുർക്കിയുടെ പ്രസിഡന്റ് തോയ്ബ് എർദോഗൻ പറഞ്ഞു നമുക്കൊരുമിച്ച് നീങ്ങാം. ഇതാ ഇസ്രയേലിന് നേരെ ഒരു കരമുയർന്നു വരുന്നത്. ബൈബിൾ ക്ലിയറായി. തുർക്കി കർമാഗ്രഹം അവന്റെ മുൻ വായിച്ചാട്ട അടുത്ത വാക്യങ്ങൾ. അതിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ. ഇറാന്റെ പ്രധാനമന്ത്രി മരിച്ചപ്പോൾ IOC മുഴുവൻ പറഞ്ഞു നമുക്കൊരുമിച്ച് റഷ്യയുടെയും ചൈനയുടെയും കീഴിൽ അണിനിരക്കാം. ലോകം 2 ചേരിയിൽ കോവിഡ്. അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും റഷ്യയോട് ചേരും. ആരെ ആക്രമിക്കുവാൻ? ഇസ്രയേലിനെ ആക്രമിക്കുവാൻ. അപ്പോൾ ഇസ്രയേലിന് നേരെ അനുകൂലമായി ആര് വരും? വായിക്കാം. എസെക്കിയേൽ 38:13 വാക്യങ്ങൾ പടപടാ പോകും. എസെക്കിയേൽ 38:13 വായിച്ചോട്ടെ. ശബയ യമൻ രാജ്യം. അതിന്റെ കാര്യം എല്ലാവരും കേൾക്കണം. വിജ്ഞാനം. ഇന്ന് സൗദി അറേബ്യ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടുത്തെ കുഞ്ഞുങ്ങൾ വെളിനാട്ടിൽ ഇരിക്കുന്നത് അവർക്കിട്ട് പേശണം. സൗദി അറേബ്യയുടെ പ്രത്യേകത, അവിടെ ഒരു എണ്ണ കമ്പനി ഉണ്ട്, അരംകോ അമേരിക്കയുടെയും സൗദിയുടെയും കൂട്ട് കച്ചവടമാണ്. ഇന്ന് ഹൂത്തി വിമതരെന്ന് പറയുന്ന കുറേ സഹോദരന്മാരുണ്ട്. യവന്മാർ സൗദിയുടെ മണ്ടക്കിട്ട് അടിക്കുക. പിന്നെ ഇസ്ലാമിൻ്റെ 2 പള്ളികൾ, മക്ക മദീന,
ഇതിനും ഈ ഹൂത്തി വിമതരുടെ ആക്രമണമുണ്ട്. ഇനി ഞാൻ 3 നാളുകൾ ഉലകത്തിൻ മുഴുവൻ കടസിക്കാല ചെയ്തികളും പേശും. ഞായറാഴ്ച ഞാൻ ഇവിടുന്ന് പോയാലും നിങ്ങളുടെ പത്രത്തിൽ വരുന്ന വാർത്ത യമനെ അടിച്ചൊതുക്കി അമേരിക്ക കസ്റ്റഡി കൊണ്ടുവരും. അർത്ഥം ഇന്ന് ഈ കടലിനകത്ത് കപ്പലുകളെ ഹൂത്തി വിമതരെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. അമേരിക്കയുടെ കാശില്ല. അതുകൊണ്ട് മോഡി സാറിനോട് പറഞ്ഞിട്ട് ഇന്ത്യൻ നാവികസേനയുടെ കപ്പല ഇന്ന് ഹൂത്തി വിമതർ കടൽ കൊള്ളക്കാരെ അടിക്കുന്ന അവന്മാരുടെ കാശില്ല. സന്തോഷമില്ലല്ലോ? ഇതൊക്കെ പേപ്പർ വായിക്കണം. അല്ല ചെറുപ്പക്കാരൻ പെങ്കൊച്ചിനോട് മതിലിയാടിയതാ ഇവിടെ ആൾക്കാർ വായിക്കുന്ന സ്വത്രം. അതാ ഹൂത്തി വിമതരെ അടിക്കാൻ ഇന്ത്യൻ കപ്പൽ, നാവികസേന കപ്പൽ സൗദിയുടെ ബോർഡറിൽ കിടക്കുന്നുണ്ട്. അവർക്ക് പേടി. അതാ അങ്ങനെയെങ്കിൽ എണ്ണവില തകർന്നാൽ അമേരിക്കയുടെ കാര്യം പോകും. അതെല്ലാം പുറകെ ഞാൻ പ്രസംഗിക്കാം. അപ്പോൾ 1 ശബ, അതാ യമൻ രാജ്യം. അടുത്തത് ശബയും. അടുത്ത വാക്ക് വായിച്ച മോളെ. ശബയും ദദാനും. ദദാന ഏഡൻ രാജ്യം. യമന് ചേർന്ന് ആഫ്രിക്കൻ കൺട്രിയാ ഏഡൻ രാജ്യം, സൗദിയുടെ ബോർഡർ. ഏഡൻ രാജ്യം കഴിഞ്ഞാൽ നേരെ ഈജിപ്റ്റ് വഴി കയറാം, ചൈനയുടെ സിൽക്ക് പാത. നാളെ അത് പറയാം. അങ്ങനെയെങ്കിൽ ഈ 2 രാജ്യങ്ങൾ ഇസ്രയേലിന്റെ ആ കസ്റ്റഡിയിൽ അമേരിക്ക അടിച്ചു കൊണ്ടുവരും. അടുത്ത വാക്യം തർശീശ് വർത്തകന്മാർ. യാറയ്യ തർശീശ് വർത്തകന്മാർ. 5 ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന രാഷ്ട്രങ്ങളാ തർശീശ് വർത്തകന്മാർ. 1 അമേരിക്ക, 2 ഓസ്ട്രേലിയ, 3 കാനഡ, 4 ബ്രിട്ടൻ, 5 ഫ്രാൻസ്. കരമുയർത്തിയാട്ടെ തർശീശ് ഇംഗ്ലീഷ്. ഇതെന്നാ നിവർത്തിയായി എല്ലാവരും ഇവിടെ കേട്ടുകൊണ്ടിരിക്കണം. ഒക്ടോബർ 7-ാം തീയതി ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചപ്പോൾ 5 നേതാക്കന്മാർ ഇസ്രയേലിൽ പറന്നിറങ്ങി. 1 അമേരിക്കക്കാരൻ ജോ ബൈഡൻ, 2 ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, 3 ഇപ്പം മോഡി സാർ സത്യപ്രതിജ്ഞ ഞാൻ പോയപ്പോൾ ഋഷി സുനകിനെ വിളിച്ചിട്ടുണ്ട്. ഒരു ഇന്ത്യക്കാരനായിരുന്നു ബ്രിട്ടനിലെ ഞാഞ്ഞൂൽ ഋഷി സുനക്, അവനും ഇസ്രായേലിലെത്തി. 4 ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ, കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ, അവരെല്ലാം ചെന്ന് ഇസ്രായേലിന് പ്രൈസലോട് കൊടുത്ത്. 5 ഓസ്ട്രേലിയയിലെ പ്രസിഡന്റിന് കോവിഡ് ആയതുകൊണ്ട് പുള്ളി 4 കപ്പലിനെയും വിട്ടുകൊടുത്ത്. 5 രാജ്യങ്ങൾ ഇസ്രയേലിനോട് ചേരും. എത്ര ക്ലിയർ! ബൈബിളും പ്രവചനവും ടിവിയും കാണണം. എൻ്റെ തമിഴ് മലർ പത്രികയും വായിക്കണം. 5 രാജ്യങ്ങൾ: അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ഗ്രേറ്റ് ബ്രിട്ടൻ, ഫ്രാൻസ്. ഇതെല്ലാം ഇസ്രയേലിന് പിന്തുണ. അതിൻ്റെ കൂടെ നമ്മുടെ ഇന്ത്യക്കാരൻ വായിച്ചാട്ടെ തർശീശ്. അതിലെ സകല ബാലസിംഹങ്ങളും നിന്നോട്. അവിടെ നിന്നാട്ട് ആരാ ഈ ബാലസിംഹം? ബാലസിംഹത്തിന്റെ പേര് ഓഹരി വിപണിയിൽ കുതിക്കുന്ന രാഷ്ട്രങ്ങൾ, അഥവാ സാമ്പത്തികമായി. 3 ബാലസിംഹങ്ങളെ ഇന്ന് ലോകത്തിലുള്ളത്. 1 തൈവാൻ, ഒരു കുഴപ്പമില്ല. 2 ജപ്പാൻ. 3ാമത്തെ ബാലസിംഹം ഇന്ത്യ. കണ്ടോ? ഒരു പ്രശ്നവുമില്ല ഇന്ത്യക്ക്. സ്വത്രം ഇഷ്ടം പോലെ പണമുണ്ട്, കോടികളുണ്ട്. ഇവിടുത്തെ നമ്മുടെ ഗ്യാസും പെട്രോളിൻ്റെ എല്ലാ സബ്സിഡിയും കൊണ്ടുപോയി സകല വിദേശ പണവും NRE വഴി കിടക്കുക. അതാ ബാലസിംഹങ്ങൾ. അവരോട് ആരോട് ചോദിക്കും? ഇസ്രയേലിന് നേരെ വരുന്ന ശക്തികളോട് ചോദിക്കും. നീ വായിച്ചാട്ട് മോളെ, നീ കൊള്ളയിടുവാനോ വന്നത്? മതി. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു ഭരണത്തെയും കുറ്റം പറയത്തില്ല, എല്ലാ നേതാക്കളെയും ബഹുമാനിക്കുന്നു. അങ്ങനെയെങ്കിൽ നീ കൊള്ളയിടുവാനോ. അതിൻ്റെ അർത്ഥം ഞാൻ മുൻപോട്ട് പറഞ്ഞുതരാം. മോള് വാക്യം മാറ്റരുത്. എന്താ അതിൻ്റെ പ്രത്യേകത? ഇന്ന് ഇന്ത്യയിൽ നിങ്ങൾക്കറിയാം 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യ സ്വാതന്ത്ര്യമായതിനു ശേഷം ഒരു കാലത്ത് BJPക്ക് 2 MP ഇന്ത്യയിലുള്ളായിരുന്നു. ആരൊക്കെയായിരുന്നെന്നറിയാമോ? LK അഡ്വാനിയും AB വാജ്പേയിയും. കേട്ടോണേ, ഒരു സുപ്രഭാതത്തിൽ ഇന്ത്യയിൽ ഒരു ഭരണം വന്നു, BJP ഭരണം. എല്ലാവരും കേൾക്കണം, ഇതെല്ലാം ദൈവത്തിൻ്റെ കരമാണ്. അതിൻ്റെ പ്രത്യേകത, അന്നൊരു വിദേശകാര്യമന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ജസ്വന്ത് സിംഗ്, മരിച്ചുപോയി. അദ്ദേഹത്തിന് അന്നത്തെ AB വാജ്പേയി എവിടത്തേക്കാ വിട്ടെ? ഇസ്രയേലിലേക്കാ വിട്ടെ. അന്ന് അവിടുന്ന് ഒരു തോക്ക് കൊണ്ടുവന്നു. ആ തോക്ക് കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാൻ്റെ മണ്ടക്കിട്ട് അടിച്ചത്. ടൈവർ ടാർ 21 കാർഗിൽ യുദ്ധം. യെശയ്യാ പ്രവചനം 54:16 വീട്ടിൽ ചെന്ന് വായിക്കണം. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, തീക്കൊള്ളി പോലെ ഒരായുധം ഞാൻ നിനക്ക് തരും, അതുണ്ടാക്കുന്ന കൊല്ലനെയും നിന്റെ ഇടയിൽ എഴുന്നേൽപ്പിക്കും. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ തോക്ക ഇസ്രയേലിൻ്റെ തോക്ക് ടൈവർ ടാർ 21. തിരുവനന്തപുരത്ത് പാങ്ങോട് മിലിറ്ററി ക്യാമ്പ് ചോദിച്ചാലും മതി. ഇത് കൊണ്ടുവന്നതാ BJP ഗവൺമെൻറ്. പെതിയെ ഈ വാജ്പേയി ഭരണം പോയി. അന്നേരം വേറൊരാളെ കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ പേര് മൻമോഹൻ സിംഗ്. ബൈബിളും പ്രവചനവും. മൻമോഹൻ സിംഗ് വന്ന ഉടനെ റഷ്യയിൽ നിന്ന് പെതിയെ മാറി അമേരിക്കയ്ക്ക് പ്രൈസ്തലോട് കൊടുക്കാൻ തുടങ്ങി. കാര്യം, അദ്ദേഹം ഭയങ്കര ബുദ്ധിജീവിയാണ്. സൗദിയിൽ അരംകോട് സൗദി ഗവൺമെൻറ്റിൻ്റെ ബുദ്ധി ഉപദേശിക്കുന്ന ലോകത്തിലെ ഏറ്റവും നല്ല ധനതത്വശാസ്ത്രജ്ഞന ഡോക്ടർ മൻമോഹൻ സിംഗ് RBIയുടെ ഗവർണറായിരുന്നു. ചില്ലറ പുള്ളിയല്ല. സ്വത്രം
അദ്ദേഹത്തിൻ്റെ അറബ് രാജ്യങ്ങൾ വരെ അഡ്വൈസ് മേടിച്ചുകൊണ്ടിരുന്നത്. അത്രയും നല്ല സാമ്പത്തിക വിദഗ്ധനായിരുന്നു. അദ്ദേഹത്തിനെ സോണിയാഗാന്ധി കൊണ്ടുവന്നത്. 2 ടൈം അദ്ദേഹം വരുന്നപ്പോൾ കർത്താവ് വിചാരിച്ചു മാറണം. ഇയ്യോബിനകത്ത് എഴുതിയിട്ടുണ്ട്, അവൻ ബലശാലികളെ തൻ്റെ സിംഹാസനത്തിൽ നിന്ന് മാറ്റിയിട്ട് തനിക്ക് ബോധിച്ചവരെ അതിനകത്തിരിക്കും. സ്വോത്രം. അങ്ങനെ ഇരുന്നപ്പോൾ നരേന്ദ്രമോദി സാറിനെ കൊണ്ടുവന്നു. 2 ടേമായി. പുള്ളി വന്ന ഉടനെ ആരുമായിട്ടും കൈ കൊടുത്തില്ല, ഇസ്രയേലുമായി. സ്വോത്രം. ഇനി അടുത്ത കാര്യം അടുത്ത ദിവസം ഞാൻ പ്രസംഗിച്ചു തരാം. ഈ ഹമാസിൻ്റെ ആക്രമണം ഇസ്രയേലിൽ നടന്നപ്പം ആദ്യം ഫോൺ ചെയ്തത് ബൈഡൻ അല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹുവിനോട് പറഞ്ഞു, ബൈ ഖബറോനെ കനൈ ഹം ലോഗ് ആപ്കാ സാത്ത് മേ, കരമുയർത്തുന്നവർക്കായി ഇന്ത്യ ഇസ്രയേലിന്റെ കൂടെ. സ്വോത്രം. നാട്ടുകാർ കേൾക്കണം. സ്വോത്രം. ലോകത്തിലെ ഒരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ എയർപോർട്ടിൽ വന്നാൽ വല്ല ഡെപ്യൂട്ടി സ്പീക്കറോ ലോക്കൽ മന്ത്രിമാരെ പോകത്തുള്ളൂ സ്വീകരിക്കാൻ. വൈകിട്ട് ആ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ 2 കൊടി ഉയർത്തി കട്ടന് പഠിക്കുന്ന തമിഴ്നാട് ഭാഷ. പക്ഷേ ഇസ്രയേലിൽ പ്രധാനമന്ത്രി എവിടെ വരണം? ഇന്ത്യയുടെ എയർപോർട്ടിൽ വന്നാൽ ഓടിച്ചെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി കെട്ടിപ്പിടിക്കുക, എൻ തമ്പി വന്നിരിക്കുന്നത്, കരമുയരുന്നില്ലല്ലോ. സ്വോത്രം. ഇന്ന് രാത്രി മനസ്സിലാക്കണം. അതോ യേശു പറഞ്ഞു, അത്തി തളിർത്തു കൊമ്പിളതായി. കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലുകാർ ഓടിക്കുകയല്ല. കഴിഞ്ഞ ദിവസം മോഡി സാർ സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞപ്പോൾ BBC പറഞ്ഞൊരു കാര്യമുണ്ട്. ഇസ്രയേലിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മോഡി സാറിനെ വിളിച്ച് അഭിനന്ദിച്ചെന്ന് 3-ാം ടൈമും പ്രധാനമന്ത്രിയായിട്ട് വരാ. സ്വോത്ര. ഇത് രാഷ്ട്രങ്ങളുടെ കാര്യം. ഞങ്ങൾ ഒരു ഭരണകൂടത്തിനും എതിരല്ല, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എതിരല്ല. പക്ഷേ ദൈവത്തിൻ്റെ കരം ഈ ടൈമൂടെ മാത്രം. ഇത് തികയ്ക്കുമെന്ന് ഞാൻ പറയത്തില്ല. ഇതിനു മുമ്പ് ഈ ടൈം മാത്രം ഇദ്ദേഹം നിലനിൽക്കാൻ സാധ്യത. അതിനു മുമ്പ് തന്നെ ഈ ഭരണം പോകും. സ്വോത്രം. അത് ക്ലിയറാണ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യക്കകത്ത് എന്തുകൊണ്ട് 3-ാം ടേമിനകത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എല്ലാവരും കേൾക്കണം. ഇന്ന് ഇസ്രയേലുമായിട്ട് അറബ് രാജ്യങ്ങൾ ഒരു കശപിശം നടന്നുകൊണ്ടിരിക്കുക. അമേരിക്കക്കായി പാലം വലിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് കാനഡക്കാരനൊക്കെ ഒരു പരുവത്തി വെള്ളം പൂശിക്കൊണ്ടിരിക്കുക. അപ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരുവനുണ്ട്. 145 കോടി ജനം, 2000 യുദ്ധവിമാനം, 400 യുദ്ധക്കപ്പൽ, 3 കോടി പട്ടാളക്കാരുള്ള ഇന്ത്യ ഇസ്രയേലിന്റെ കൂടെ നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ കരം ഇതിനകത്ത് വെളിപ്പെടണം. അതുകൊണ്ട് ആ സ്വർഗം പറഞ്ഞ അബ്രഹാമിനോട്, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, കരമുയർത്തുന്നവർക്ക് നിന്നെ ശപിക്കുന്നവന്. സ്വോത്രം. രാഷ്ട്രീയമൊന്നുമല്ല. ആ മോഡി സാർ പറഞ്ഞ ഇവിടെ കന്യാകുമാരിയിലും കാട്ടാക്കടയും പറഞ്ഞ് 400 സീറ്റ് കിട്ടുമെന്ന്. അങ്ങനെയൊന്നും ദൈവം കൊടുക്കത്തില്ല. ഇവരൊരു കാര്യം പറഞ്ഞു, പാസ്റ്റർമാർ കേൾക്കണം. ഒരു പാർട്ടിയെ ഞാൻ കുറ്റം പറയത്തില്ല. ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇലക്ഷന് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, 400 സീറ്റ് കിട്ടിയ ഭരണഘടന മാറ്റി എഴുതുമെന്ന്. കര ഉയരുന്നില്ലല്ലോ അച്ചായ. സ്വോത്രം. ദൈവം ആര്? ഇതിൻ്റെ പിൻപിൽ 2 പേരുണ്ടായിരുന്നു. ഒന്ന് യോഗി ആദിത്യനാഥും അമിത്ഷായും. അതുകൊണ്ട് യോഗിയെ ദൈവം ഒരു പടമാക്കി. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഉത്തർപ്രദേശ് അമിത്ഷായെ ആക്കി. ഇപ്പം BJP ഗവൺമെൻറ്റിന് എത്ര സീറ്റുണ്ട്? 230. ഭരണഘടന പോയിട്ട് ഒരു ഘടനയും തൊടാൻ പറ്റത്തില്ല. മറ്റന്മാർ കാല് വലിച്ചാൽ താഴെ കിടക്കുന്നു. സ്വോത്രം. ദൈവത്തിനോട് മറുതലിച്ചാൽ യഹോവയെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവിൻ. സ്വോത്രം. ഇപ്പം ഈ ഭരണം വരാൻ ഒറ്റ കാര്യമുള്ളൂ. ഇല്ല, ഇത് വരത്തില്ലായിരുന്നു. ദേവശോഭനം പാസ്റ്റർ. ഇപ്പം ഇസ്രയേലിൻ്റെ അടി നടക്കുമ്പോൾ ദൈവത്തിന് ഇന്ത്യ ആവശ്യം. മറ്റൊരു ഗവൺമെൻറ് ഇന്ത്യ വന്നാൽ ഇസ്രയേലിനെ താങ്ങത്തില്ല. അതുകൊണ്ട് ഒരു മുട്ടുവായ്പയ്ക്ക് വേണ്ടി മാത്രമാ ഈ ഗവൺമെൻറ്റിനെ ഇപ്പം കൊണ്ടുവന്നത്. ഇത് 5 വർഷം നിലനിൽക്കത്തുമില്ല. ഇസ്രയേലിൻ്റെ അടി തീരുമ്പോൾ ഇവനെ മാറ്റുകയും ചെയ്യും. സ്വോത്രം. ഇതാ ദൈവത്തിൻ്റെ കരം. സ്വോത്രം. രാഷ്ട്രീയമല്ല, ബൈബിളും പ്രവചനവും. യേശു പറഞ്ഞു, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി, അതിൻ്റെ കൊമ്പിളതാ ഇലതളിർക്കുമ്പോൾ വേനലെടുത്തു. അത് മാത്രമല്ല, ഊഴിയം ചെയ്യുന്ന കർത്തൃപാലക്കാർ, നിങ്ങൾ വടക്കേ ഇന്ത്യയിൽ പോകണം. ഏറ്റവും കൂടുതൽ സുവിശേഷകർക്ക് വലിയ പ്രശ്നമുള്ളൊരു സ്റ്റേറ്റാണ് UP. അവിടെ സ്വർഗത്തിൻ്റെ കരം ഇറങ്ങി വന്നു. സ്വോത്രം. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം. ഇനി ഒന്നും അവിടെ നടക്കത്തില്ല. സ്വോത്രം. അവിടംവരായി ദൈവത്തിൻ്റെ കാര്യം. ഒരു രാഷ്ട്രീയക്കാരെയും കുറ്റം പറയത്തില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ആരാ രാഷ്ട്രീയക്കാരാണ് പ്രാർത്ഥിക്കുന്നത്? ഞങ്ങളുടെ ഞായറാഴ്ച ഞങ്ങൾ ചർച്ചിനകത്ത് പറയും, ഇന്ത്യൻ പ്രധാനമന്ത്രി അനുഗ്രഹിക്കപ്പെടട്ടെ, ഇന്ത്യൻ പ്രസിഡന്റ് അനുഗ്രഹിക്കപ്പെടട്ടെ, തമിഴ്നാടിൽ മുതലമച്ചർ അനുഗ്രഹിക്കപ്പെടട്ടെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അനുഗ്രഹിക്കപ്പെടട്ടെ, ഞങ്ങളുടെ പട്ടണം അനുഗ്രഹിക്കപ്പെടട്ടെ, MLA അനുഗ്രഹിക്കപ്പെടട്ടെ, വാർഡ് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ്, MP-മാർ, ഞങ്ങളുടെ തലമൈ ബോധകർ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമേ ഇന്ത്യയിലുള്ളൂ. കർത്താവിൻ്റെ വേലക്കാർ, കരമുയർത്തുന്നവർക്കായി. സ്വോത്രം. ദേശത്ത് സമാധാനത്തിന് വേണ്ടി അവിടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം. ഞാൻ ഈ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് നാളുകൾക്കും പറഞ്ഞ് BJP ഇനി അധികാരത്തിൽ വരുമെന്ന്. അപ്പോൾ പലരും എന്നെ വിളിച്ച് ചോദിച്ചു പ്രശ്നം കേട്ടിട്ട്. ഞാൻ പറയും, ഈ യുദ്ധം തീരുന്നവരെ
BJP നിന്നേ പറ്റൂ, ദൈവം കൊണ്ടുവരുമെന്ന് പറഞ്ഞു. സ്വത്രം. പക്ഷേ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും രാജ്യങ്ങൾ ഇന്ന് ഇസ്രായേലിൻ്റെ കൂടെ, ഭാവി കാര്യങ്ങൾ നാളെ പറയാം. അവർ ആരോട് പറയും? നീ കവർച്ച ഇടുവാനോ, ഇനി മോള് വായിച്ചാട്ടെ, കവർച്ച ഇടുവാനോ, വെള്ളിയും പൊന്നും എടുത്തുകൊണ്ട് പോകുവാനും കന്നുകാലികളെയും ധനത്തെയും അപഹരിപ്പാനും ഏറ്റവും വലിയ കൊള്ള നടത്തുവാനും ആകുന്നുവോ നീ നിന്റെ സമൂഹത്തെ കൂട്ടിയിരിക്കുന്നത്? അറബ് ലീഗും റഷ്യയും കൂടെ, ചൈനയും കൂടി ഇസ്രായേലിനെ ആക്രമിക്കാൻ വരും. എല്ലാവരും കേൾക്കണം. ഇന്നേ റഷ്യ 28 മാസമായിട്ട് അടിച്ചുകൊണ്ടിരിക്കുക. റഷ്യയിലെ പ്രശ്നം എന്തായി? എല്ലാവരും കേൾക്കണം. റഷ്യയിലെ MBBS കച്ചവടം തീർന്ന്. പണ്ട് ഇവിടെ വെള്ളറട കളിക്കാനുള്ള കുഞ്ഞുങ്ങൾ ഉക്രൈൻ, ജോർജിയ, ഇവിടെ എല്ലാം MBBS ഇപ്പോൾ ഒരെണ്ണം പോകത്തില്ല. കാരക്കോടത്ത് 1.5 കോടി കൊടുത്ത് അവിടെ കയറുക. പിള്ളേർക്ക് തലയ്ക്ക് പേടിയ. അപ്പനും അമ്മയും ഓഹരി വിറ്റ് ഇവിടെ കയറ്റല്ലേ തമിഴ്നാട്ടിൽ കയറ്റുന്നു. സ്വത്രം. അവിടെ റഷ്യ പോകത്തില്ല. 2 IFC കോഡ്, എല്ലാവരും കേൾക്കണം. IFC കോഡ് തീർന്നു. 3 റഷ്യയിലെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അവിടുത്തെ ബാങ്കുകളിൽ, അമേരിക്കൻ ബാങ്കുകളിൽ പൈസ ഇട്ട് ഒരൊറ്റ പൈസ അമേരിക്കക്കാർ കൊടുക്കുന്നില്ല. അത് ഫ്രീസ് ചെയ്തു. 4-മത്തെ കാര്യം, ഹോണ്ട ജപ്പാൻ്റെ കാർ കമ്പനിയാണ്. അവർ റഷ്യയിൽ ഒരു പ്ലാന്റ് തുടങ്ങാൻ തുടങ്ങിയതാണ്. അടി വന്നപ്പോൾ അവരെവിടത്തേക്ക് വന്ന് തമിഴ്നാട്ടിലേക്ക് വന്ന് ഹോണ്ടയുടെ കാർ പ്ലാന്റ്. കര ഉയരുന്നില്ലല്ലോ. കേരളത്തിൽ വരും, പ്രാർത്ഥിച്ചുകൊണ്ടാൽ മതി. സ്വത്രം. അടുത്ത സാംസങ്ങിൻ്റെ ഒരു കമ്പനി, അതും തമിഴ്നാട്ടിൽ വരുന്നു. നല്ല അരുമயான സ്ഥലമായിരിക്കും ഇത്. ഞാൻ இந்த பழைய நாட்களிலே உலகத்தின் முடிவும் கடைசி கால செய்திகளும் பேசுகிறதுக்காக செங்கோட்டா, திருநெல்வேலி, ஆண்டிப்பட்டி, ராஜபாளையம், பாவூர் சத்திரம், அழகிய மண்டபம், இந்த ஆலங்குடி, അവിടെ பெரிய கன்வென்ஷன் CSI അവിടെ എല്ലാം പോകും. அந்த நாட்கள் ஊழியக்கார் இங்கே இருக்குது. அங்கே போவது ഞങ്ങളുടെ പാസ്റ്റർമാരുടെ കണക്ക് കുറച്ച് കറങ്ങുന്ന പങ്കേ ഉള്ളായിരുന്നു. സന്തോഷമില്ലല്ലോ? സ്വത്രം. നിങ്ങൾ തമിഴ്നാട്ടുകാർ ഇടയ്ക്ക് അവിടെയൊക്കെ പോകണമെന്ന്. തിരുനെൽവേലി, ആണ്ടിപ്പട്ടി, രാജപാളയം, ശങ്കരൻ കോവിൽ, അഴകിയ മണ്ഡപം, പാവൂർ സത്രം, എങ്കാ പോവത് നമുക്ക് കളിക്കാവളെ ആകെ അറിയാം. സ്വത്രം. പുസ്തകം എടുത്താൽ இந்த നാൾക്കളിൽ ഞാൻ അங்கே പോയതൊരു കാര്യം കണ്ട് പാസ്റ്ററേ, അവിടെ അരുമயான കമ്പനികൾ തമിഴ്നാട്ടിക്കുള്ള. കേരളത്തിൽ വരും, പ്രാർത്ഥിച്ചുകൊണ്ടാൽ മതി. കേരളത്തിൽ കൊടി വരും, സന്തോഷമില്ലല്ലോ? സ്വത്രം. പച്ചയ്ക്ക് ഞാനേ പറയത്തുള്ളൂ. സ്വത്രം. സാംസങ്, ഹോണ്ടയുടെ എത്ര കോടി രൂപയുടെ പ്ലാന്റാണ് തമിഴ്നാട്ടിൽ വരുന്നത്. 2 ലക്ഷം പേർക്ക് ആ തൊഴിൽ കിട്ടാൻ പോകുന്നത്. സ്വത്രം. കമ്പനി ഹോണ്ട ജപ്പാൻ്റെയാണ്. റഷ്യ തുടങ്ങാതിരുന്ന പ്ലാന്റാ അടിമൂലം ഇന്ത്യയിലോട്ട് വരുന്നു. ഇന്ന് റഷ്യയിൽ കാശില്ല. അങ്ങനെയെങ്കിൽ അവൻ ഇസ്രായേലിനെ ആക്രമിക്കും. 3 വാക്യം കഴിയുമ്പോൾ ഇന്ന് അവസാനിക്കും. എന്തിന് ഇസ്രായേലിനെ ആക്രമിക്കും? എല്ലാവരും കേൾക്കണം. 1, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗ്യാസ് കിട്ടുന്ന സ്ഥലം. ശ്രദ്ധയോടെ ഇരിക്കണം. ഇസ്രായേൽ ഈജിപ്തിൻ്റെ മരുഭൂമിയാണ് നെഗോ. അവിടെ ഒരു സ്ഥലമുണ്ട് ഡിമോണ. അവിടെ ഭൂമിക്കടി നാച്ചുറൽ ഗ്യാസ് കിടപ്പുണ്ട്. റഷ്യക്ക് അറിയാം. 2, ലോത്തിൻ്റെ കാലത്ത് തീ ഇറങ്ങിയ ഒരു കടലുണ്ട്, ചാവ് കടൽ. അവിടെ 4 ധാതുലവണമുണ്ട്. മഗ്നീഷ്യം, അത് കഴിഞ്ഞിട്ട് പിന്നെ ലിഥിയം, തോറിയം, പ്രോട്ടറ്റീനിയം. ഈ 4 ധാതുലവണങ്ങൾ കിട്ടിയാൽ റഷ്യയുടെ ആണവ നിലയം കറക്കാം. 3, ലോകത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണ കിട്ടുന്നത് സൗദി അറേബ്യയിലെ അരംകോ അല്ല, അബുദാബിയിൽ അഡിനോക്കോ അല്ല. മോള് വായിച്ച് സഹായിക്കണം. ആവർത്തന പുസ്തകം 33-ാം അധ്യായം 24-ാമത്തെ വാക്യം. എവിടെ ഏറ്റവും കൂടുതൽ എണ്ണ കിട്ടും? ആവർത്തന പുസ്തകം 33-ാം അധ്യായം 24-ാമത്തെ വാക്യം. കുഞ്ഞു വായിച്ച് സഹായിച്ചാട്ടെ. ആശേറിനെ കുറിച്ച് അവൻ പറഞ്ഞത്, ആശേർ അപ്പൻ മക്കളെ അനുഗ്രഹിക്കും. ആശേറിനെ കുറിച്ച് അവൻ പറഞ്ഞത്, ആശേർ പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ പുത്രന്മാരിൽ അനുഗ്രഹിക്കപ്പെട്ടവൻ. നമ്മുടെ മറിയാമ്മച്ചയുടെ ഗോത്രമായി ആശേർ. 2 മറിയ എലിസബത്ത് ഒരു ഗോത്രക്കാരായിരുന്നു. അവർ കൈ കൊടുത്തപ്പോൾ ആ പുള്ള ഉള്ളത്തിൽ തുള്ളി. സ്നാപക യോഹന്നാൻ. പ്രസംഗിക്കാൻ സമയമില്ല. അടുത്ത വാക്ക് വായിച്ചട്ടെ. അവൻ സഹോദരന്മാർക്ക് ഇഷ്ടനായിരിക്കട്ടെ, അവൻ സഹോദരന്മാർക്ക് ഇഷ്ടനായിരിക്കട്ടെ. അടുത്തതാ എന്റെ പ്രസംഗം. അവൻ കാൽ എണ്ണയിൽ മുക്കട്ടെ. കരമുയർത്തിയാട്ടെ. പാം ഓയിൽ അല്ല, പെട്രോൾ അല്ല, അതിന്റെ പേരാ ക്രൂഡ് ഓയിൽ. കരമുയർത്തിയാട്ടെ. സ്വത്രം. അപ്പൊ ഇസ്രായേലിൽ എത്ര കാര്യമുണ്ട്? 1, ക്രൂഡ് ഓയിൽ. ഇസ്രായേലിൽ 2 എണ്ണക്കിണറെ, വാലിബർ കേട്ടോ, 2 എണ്ണക്കിണറെ ഓപ്പൺ ആക്കിയിട്ടുള്ളൂ. 1 ലവ്യാദാൻ, 2 താമാർ. കടപ്പുണ്ട് യാഫയ്ക്കകത്ത് ഇഷ്ടം പോലെ എണ്ണക്കിണർ. അത് കണ്ടിട്ടാ അദാനി പോയി മോഡി സാറിൻ്റെ കൈവച്ചിട്ട് ഇസ്രായേലിൽ ഒരു തുറമുഖം 1500 കോടിക്ക് അവനും പാട്ടത്തിനെടുത്ത്. നല്ല ബുദ്ധിയുള്ളവൻ അദാനി. സ്വത്രം. കണ്ടോ? അങ്ങനെയെങ്കിൽ യാഫയിൽ 2 എണ്ണക്കിണർ, ബാക്കി കിടപ്പുണ്ട്. സ്വത്രം. 1-ാമത്തത്. 2 ഗ്യാസ് ഇസ്രായേലിൽ. 3 ധാതുലവണം. ഇത് കിട്ടിയ റഷ്യക്ക് കഴിക്കും. സ്വത്രം. നാടൻ ഭാഷ. നമ്മുടെ ഇവിടുന്ന് വണ്ടി ഉണ്ടല്ലോ, കളിക്കാവിളയിൽ അമ്പൂരി ബസ്സുണ്ട്. അമ്പൂരി നല്ലൊരു അച്ചായൻ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ തോമാച്ചായൻ. 1 റബ്ബർ, 2 ഇഞ്ചി, 3 കുരുമുളക്. സന്തോഷമില്ലല്ലോ? റബ്ബറിന് വില കുറയുമ്പോൾ ഇഞ്ചിക്ക് വില കൂട്ടും, ഇഞ്ചിക്ക് വില കുറയുമ്പോൾ കുരുമുളകിന് വില കൂട്ടും. അങ്ങനെയെങ്കിൽ ഈ 3 സാധനം പിടിക്കുവാൻ റഷ്യ
അറബ് രാജ്യങ്ങളെ കൂട്ടി ഇസ്രയേലിനെ ആക്രമിക്കും അന്തിമ ദിനം. നീയും നിന്റെ കൂടെ ഒരു കൂട്ടവും നിരന്തര ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതനിരകളിൽ വരുവാൻ കാലമായി. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ വരണം. ആ ആക്രമണം അവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് വേഗത്തിൽ 4 വാക്യം കൂടെ പറഞ്ഞ് അവസാനിക്കാം. ആ ആക്രമണം അവസാനിക്കുന്നതിന് ഇവിടെ ഒരു സംഭവം നടക്കും. ഇന്ന് രാത്രി ശ്രദ്ധയോടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് 40 ഇസ്ലാമാബാദിൽ നിന്ന് വന്ന കോൺസുലേറ്റുമാർ ന്യൂഡൽഹിയിലുണ്ട്. ഒരു AC ബസ്സിൽ അവരെ എവിടെ കൊണ്ടുവരും? വാഗ അതിർത്തിയിൽ കൊണ്ടു നിർത്തും. അപ്പോൾ ഇസ്ലാമാബാദിൽ നിന്ന് 40 ഇന്ത്യൻ കോൺസുലേറ്റുമാരെ മറ്റൊരു ബസ്സിൽ കൊണ്ടുവരും. ഈ 40 പേരെ അങ്ങോട്ട് പാസ്പോർട്ട് കൊടുത്തു വിടും. അവിടുന്ന് വന്ന ഇന്ത്യൻ കോൺസുലേറ്റുമാരെ പാസ്പോർട്ട് മേടിച്ച് ഇങ്ങോട്ട് വെക്കും. വാഗാതിർത്തി അടയ്ക്കും, പതാക താർത്തു. 8 മണിക്കൂർ കഴിഞ്ഞ് ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം തുടങ്ങുമെങ്കിൽ അവിടെ വണ്ടി നാളെ ഒഴിച്ചു മാറ്റുന്നത് പോലെ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു കൈമാറ്റം നടക്കാൻ പോകുന്നു. അതിൻ്റെ പേരാ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി കാന്തൻ മധ്യാകാശത്തിൽ വരും. ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ആട്ടിൻകുട്ടിയും രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. അപ്പോൾ ഇപ്പോഴത്തെ സംഭവം ഹമാസ്. വായിക്കാം ആമോസിന്റെ പ്രവചനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഒരിടത്ത് റഷ്യ ഉക്രൈനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിലേക്ക് വരും. ആമോസ് 2:5 വായിച്ചാട്ട്. ഞാൻ യഹൂദയിൽ ഒരു തീ അയക്കും. കഴിഞ്ഞ ഒക്ടോബർ മാസം 7-ാം തീയതി. അടുത്തത് അത് യെരുശലേമിനെ അരമനകളെ ദഹിപ്പിച്ചു കളയും. ആ കരമുയർത്തിയാട്ട മക്കളെ, ഇസ്രയേലിനകത്ത് ഹമാസിന്റെ ആക്രമണം കണ്ടവർ ആ കരമുയർത്തിയാട്ട്. യഹൂദക്കകത്ത് ഞാനൊരു തീ അയക്ക്. 3000 റോക്കറ്റ് ഇസ്രയേലിനകത്ത്. യെരുശലേമിന്റെ കെട്ടിടങ്ങൾ തകർന്നു, 1000 മരിച്ചു വീണു. ഇസ്രയേലിന്റെ ആശ്രയം എന്തായിരുന്നു? ഒരു വാക്യം കൂടെ കഴിയുമ്പോൾ കേട്ടോണേ. ഇസ്രയേലിന്റെ ആശ്രയം അയൺ ഡോം. എന്താ അയൺ ഡോം? എല്ലാവരും കേൾക്കണം, സയൻസും ബൈബിളും. ഇസ്രയേൽ അമേരിക്ക സംയുക്ത സംരംഭമാണ് അയൺ ഡോം. 3500 കോടി രൂപ ഒരു അയൺ ഡോമിന്റെ വില. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? 5 കാര്യങ്ങൾ അയൺ ഡോം. ചെറുപ്പക്കാർ ബൈബിൾ ഞാൻ കുറേ വായിച്ചു തരാം. അയൺ ഡോം ബൈബിളിലുണ്ടോ? എന്താ സംഭവം എന്നറിയാമോ? അയൺ ഡോമിന്റെ പ്രത്യേകത 5 കാര്യങ്ങൾ. 1 ഇന്റർസെപ്റ്റർ, 2 ഇലക്ട്രാ റഡാർ, 3 ബാറ്ററി, 4 ലാൻഡിംഗ് യൂണിറ്റ്, 5 BMC ബാറ്റിൽ മാനേജ്മെന്റ് കമ്പോണന്റ് സിസ്റ്റം. ബൈബിളുമായിട്ട് പറഞ്ഞുതരാം. സ്വത്രം. ഇപ്പോൾ പലസ്തീനിൽ നിന്നോ ജോർദാനിൽ നിന്നോ ഒരു മിസൈൽ ഇസ്രയേലിന്റെ നേരെ കയറി വരുമ്പോൾ കളിക്കാവിളിരിക്കുന്ന ക്യാമറ കാണുന്നത് പോലെ ഇന്റർസെപ്റ്റർ കാണും. ഇലക്ട്രാ റഡാറിനോട് പറയും, ഉടനെ മെസ്സേജ് പട്ടാളത്തിനും പോലീസിനും കൊടുക്കാം. 1 മിനിറ്റ് പോലും വേണ്ട, വാട്സപ്പ് വരുന്നത് പോലെ ഇസ്രായേലിൽ സൈറൺ മുഴങ്ങും. അന്നേരമാ ഈ പെങ്കൊച്ചുങ്ങളെല്ലാം അടിക്ക് ബങ്കറിനകത്തോടുന്നത്, കരമുയർത്തുന്നവർക്കായി അപ്പനെ അമ്മയും പിടിച്ചുകൊണ്ട് ഓടുന്നത്. ബൈബിളും സയൻസും കേട്ടോണമല്ല, ഇവിടെ സമയം ഉണ്ടായിട്ട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ചെങ്കവിള പറഞ്ഞ അതിൻ്റെ ബാക്കി അവിടെ പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് വെളിപ്പാട് ഇവിടെ എടുക്കാത്തത്. ഇലക്ട്രാ റഡാർ ഇസ്രയേലിൽ മെസ്സേജ് കൊടുക്കുക, സൈറൺ. ആൾക്കാരെല്ലാം ബങ്കറിൽ ഓടിപ്പോകും, വീട് മടയ്ക്കും. ആ സമയത്ത് മിസൈൽ കുതിച്ചു വരുമ്പോൾ BMC ചാർജ് ആവും. ബാറ്ററിയോട് പറയും പവർ സപ്ലൈ കൊടുക്കാൻ. ആ സമയത്ത് ലാൻഡിംഗ് യൂണിറ്റിൽ നിന്ന് റോക്കറ്റ് മേളിൽ കയറും. അവിടുന്ന് ഇങ്ങോട്ട് വരുന്നവന് ആകാശത്തിൽ വെച്ച് അടിച്ചങ്ങ് തീർത്ത് കളയും. അതിൻ്റെ പേരാ അയൺ ഡോം. സ്വത്രം. ഇതാ പണ്ട് ഒരു കാര്യം പറയാം. ഇറാഖും കുവൈറ്റ് യുദ്ധം ഉണ്ടായപ്പോൾ സദാം ഹുസൈന് കുവൈറ്റിലോട്ട് മിസൈൽ അടിക്കും, സ്കഡ് മിസൈൽ. ഈ അമേരിക്ക കടലിൽ നിന്ന് പേട്രിയറ്റ് അടിക്കും. രണ്ടും കൂടെ ആകാശത്തിൽ വെച്ച് അങ്ങ് തീരുമായിരുന്നു. സ്വത്രം. ഇതൊക്കെ പത്രം വായിക്കണം. പാണ്ഡവ കൗരവ യുദ്ധം പണ്ട് പുരാണ ചരിത്രം. ആഗ്നേയാസ്ത്രവും ബ്രഹ്മാസ്ത്രവും രണ്ടും കൂടെ കൂട്ടിയടിക്കും. പക്ഷേ അയൺ ഡോം തകർന്നു. കഴിഞ്ഞ ഹമാസിന്റെ യുദ്ധത്തിനകത്ത് ഹമാസുമായിട്ടുള്ള അയൺ ഡോമിനെ വെട്ടിച്ച് ഇസ്രയേലിനകത്ത് റോക്കറ്റ് കയറി. അങ്ങനെയെങ്കിൽ ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ടോ അയൺ ഡോം ഇസ്രയേലിന്റെ കയ്യിൽ? വായിക്കാം. യെശയ്യാ പ്രവചനം 31:5. എല്ലാവരും എടുത്താട്ടെ. യെശയ്യാ പ്രവചനം 31-ാം അധ്യായം 5-ാമത്തെ വാക്യം. അയൺ ഡോം പക്ഷി പക്ഷി ചുറ്റി പറന്ന് കാക്കുന്നത് പോലെ, പക്ഷി ചുറ്റി കറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരുശലേമിനെ കാത്തുകൊള്ളും. കരമുയർത്തിയാട്ടെ. ഇതായിരുന്നു അയൺ ഡോം. ഇതുവരെ ലോകരാജ്യങ്ങളോട് അവൻ പറഞ്ഞ ഞങ്ങളെ ആരും നേരിടാൻ പറ്റത്തില്ല അയൺ ഡോം. അത് തകർന്നെങ്കിൽ അന്തിമജനം യെരുശലേമിലേക്ക് വരാൻ പോകുന്നു ഒരു യുദ്ധത്തിന് വേണ്ടി. എന്താ യെരുശലേം? ദാവീദിന്റെ പട്ടണത്തെ പിടിച്ചടക്കുവാൻ ഏകദേശം 57 ഇസ്ലാമിക രാഷ്ട്രങ്ങളും റഷ്യയും തയ്യാറെടുക്കുന്നു കോവിഡിന്റെ മറവിൽ. അന്നാളിൽ ജെറുസലേമിന് നാളെ മുതൽ ഞാനൊരു ഭാരമുള്ള കല്ലാക്കും. ജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരും. സക്കറിയ 12:2-3 അടുത്ത ദിവസം.
അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. ഭൂമിയിലെ സകല രാജ്യങ്ങളും ഈ വിഷയത്തിൽ ഇടപെടും. അതാ ജെറുസലേം ഭാരമുള്ള കല്ല്, ജെറുസലേം പരിഭ്രമപാത്രം. 3 ജാതികൾ വിരോധമായി. 4 കഠിനമായി ഇസ്രായേൽ നിലവിളിക്കാൻ പോന്നു. ആ യുദ്ധം ഈ തലമുറയിൽ ആരംഭിക്കാൻ പോന്നു. വായിക്കാം മത്തായി 23:37. ഈ യുദ്ധം എവിടെ? യെരൂശലേമിലേക്ക്. വായിച്ചാട്ട് മക്കളെ. യെരൂശലേമേ, 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 പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ വന്നവരെ, വായിച്ചാട്ട് മോളെ, നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറുകയും ചെയ്യുന്നവളെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ, കോഴി ഉൻ പിള്ളയെ റെക്കുള്ള കാക്കത് പോലെ നിന്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ ഉങ്ക പിള്ളകളെ കാക്കുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. കരമുയർത്തിയാട്ടെ. സ്വതന്ത്രം വരാൻ പോകുന്ന അന്തിമ ദിനം ജെറുസലേമിലേക്ക്. ഇനി വരാൻ പോകുന്നത് സകല കണ്ണും യെരൂശലേമിലേക്ക്. എന്നാൽ ആ യുദ്ധം അവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് യേശുവിന്റെ ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ ഈ തലമുറയിൽ കാന്തൻ മധ്യാകാശത്തിൽ വരും. യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കുക. ചഞ്ചലപ്പെട്ടു പോകരുത്. അത് സംഭവിക്കാനുള്ളത് തന്നെ. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഈ തലമുറയിൽ കാന്തൻ വരും. ആരെടുക്കപ്പെടും? മത്തായി 7:13-14 2 കാര്യം പറയുമ്പോൾ ആരാധനയിലേക്ക് 9:30 നിർത്തും. മത്തായി 7:13-14 വായിച്ചാട്ടെ മക്കളെ. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ, ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും. കല്ല് കുടിച്ച് കഞ്ചാവടിച്ച് ലോകത്തിന്റെ മോഹങ്ങൾക്കകത്ത് ഇന്ന് രാത്രി ഓലിയും പക്കത്തിരിക്കുന്ന സഹോദര, നീ തകരുവാൻ പോകുന്നു. നിന്റെ വഴി വിശാലമാ. അത് ഏത് സമയത്ത് നിനക്കുണ്ട്. എന്നാൽ വേറൊരു വാതിൽ ഇന്ന് രാത്രി. വായിച്ചാട്ടെ. അതിൽ കൂടി കടക്കുന്നവർ അനേകം പേർ നാശത്തിന്റെ വാതിൽ കൂടി കടക്കും. എന്നാൽ ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്. ഊളിയ കൂട്ടങ്ങളുടെ മുതലാവത് ഇരവ്. അത് കണ്ടെത്തുന്നവർ. വായിച്ചാട്ടെ. അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. കരമുയർത്തുന്നവർക്ക് അത് കണ്ടെത്തുന്നവർ ചുരുക്കം. ഇന്ന് രാത്രി മടങ്ങി വാ. 2 കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കും. പാട്ടും പാടും. ഇവിടെ ബൈബിളിനകത്തൊരു കഥയുണ്ട്. പലരും അത് മോശമായിട്ടാണ് പ്രശ്നിക്കുന്നെങ്കിലും പറയാം. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. ഏവരും കേൾക്കണം. 2 മക്കളുണ്ടായിരുന്നു. ഒരു മോൻ നല്ലവനെന്നൊക്കെയാണ് പറയുന്നത്, ബാക്കി പറയുന്നില്ല. മറ്റവൻ്റെ പേര് ധൂർത്തുപുത്രൻ എന്നാണ്. സ്വോത്രം. അവനെ ഞങ്ങളുടെ ഉപദേശിമാർ മുടിയൻ കൊള്ളരുതാത്തവൻ എല്ലാം ആക്കി. സ്വോത്രം. അങ്ങനെ ഇരുന്നപ്പോൾ അവൻ്റെ ഈ മൊബൈലും ഇൻ്റർനെറ്റും ഒക്കെ വന്ന്. അവൻ്റെ സ്ഥലം നമ്മുടെ ശില്പപുരത്തായിരുന്നു. കേട്ടോണേ. സ്വോത്രം. അവൻ ഒരു ദിവസം അപ്പനോട് പറഞ്ഞപ്പാ, എൻ്റെ വീതവും വസ്തുവൊക്കെ തരണം, ഞാൻ മാർത്താണ്ഡത്ത് പോയി ബിസിനസ് ആരംഭിക്കാൻ പോകുന്നു. നല്ല കാര്യം. അരുമயான ചെറിയ കഥ, ചിന്ന കഥ. അത് മാർത്താണ്ഡത്ത് പോയി നല്ല ബിസിനസ് തുടങ്ങി, കൂട്ടുകാരും കിട്ടി. അതിൻ്റെ ഇടയ്ക്ക് കള്ളുകൂടി, ബിയറടി, കഞ്ചാവടിയൊക്കെ ആയിരുന്നു. പൈസ ഉണ്ടായിട്ട് ഒന്നും അറിഞ്ഞില്ല. അങ്ങനെ ഇരുന്നപ്പോൾ കോവിഡ് വന്നു. സ്വോത്രം. ഇവൻ്റെ കാശും പോയി, ബിസിനസ്സും പൊളിഞ്ഞു. അപ്പനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവൻ്റെ കൂട്ടുകാരെല്ലാം കൂടെ അവനെ പൊക്കി എന്തോ ഇത് കൈ കാശില്ലാഞ്ഞപ്പോൾ അവൻ്റെ നട്ടാലം പോകുന്നിടത്ത് പന്നിയെ വളർത്തുന്ന ഒരു കൂട്ടം ഉണ്ടായിരുന്നു. അവിടെ കൊണ്ടുപോയി അവനെ സുന്ദരമായിട്ടിട്ട്, എല്ലാവരും കേൾക്കണം, അരുമയാണ് സിന്ന കഥ, തമിഴ് ഭാഷയിൽ. ഒരു ഉടുപ്പും ഒരു മുണ്ടും ഉണ്ടായിരുന്നു. അവൻ ഗതി കെട്ട് അവിടെ കിടന്ന്. ആദ്യമൊക്കെ ഈ ഓണർ വന്ന് കൊഞ്ചം മസാല ദോശയൊക്കെ കൊടുക്കായിരുന്നു. ഓണർ അവസാനം വിചാരിച്ചവ ഇവിടെ കിടക്കും, പുള്ളി വരത്തുമില്ല. അവൻ അവസാനം പന്നിയുടെ കൂട്ടത്തിൽ വാള വര, ഓക്കെ കലക്കിയ കാടി ഇതെല്ലാം കൊടുത്ത് அந்த நாட்களிலே அங்கே ஒரு செய்தியை கேட்டது. சிலோம் பெந்தகோஸ் டிபிஎம் தி பெந்தகோஸ் மிஷன்கார் இந்த ഇവിടെ കൺവെൻഷൻ അനൗൺസ് കൊടുത്തോളൂ. ഒരു അനൗൺസ്മെൻറ്റുമായിട്ട് പോയി. ജാതിയോടും രാജ്യത്തോടും യുദ്ധവും ക്ഷാമവും എല്ലാം. സഹോദര, ഒരുങ്ങിയിട്ടുണ്ടോ? അവൻ അന്നേരം ഈ കൊല്ലംകോടും ചെങ്കവിളയും ചൂടാലും ഊരമ്പ് മഹോത്സവം കേട്ടപ്പോൾ അവൻ പണ്ട് ഈ ബൈബിൾ ക്ലാസ് കേട്ടത് അവന് പിടികിട്ടി. എന്തായാലും ലോകം തീരാൻ പോവുകയാണ്. അപ്പോൾ അവന് വന്നൊരു ബുദ്ധിയുടെ പേര ക്ലിയർ മൈൻഡ്, സുബോധം. കരമുയർത്തിയാട്ടെ. സ്വോത്രം. ഇതാണ് മടക്കപരവ്. സ്വോത്രം. സുബോധം. അവന് സുബോധം വന്നു. ആരോടും മെസ്സേജ് അയച്ചില്ല. മൊബൈലൊക്കെ എന്നേ പോയി, ചാർജറുമില്ല. കൂടെ കുറേ നാൾ പന്നിയുടെ കൂടെ കാടി കുടിച്ചോണ്ട് പന്നിക്കല്ല ഒരു പ്രൈസലോട് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ പോവാ. ഇപ്പം പോയ മുടിയൻ പുത്രൻ ദാ ഇങ്ങനെ സ്കെലിറ്റ് പുത്രനായി, നടക്കാനും വയ്യ, കയ്യിലൊരു വടിയായിട്ട് നട്ടാലത്തുനിന്ന് യാത്ര ചെയ്ത് ഒരു പരുവത്തി മാർത്താണ്ഡത്ത് വന്ന് അവിടെ അങ്ങ് കിടന്ന്. സ്വോത്രം. പാലത്തിൻ്റെ കീഴിൽ
2-ാം ദിവസം വീണ്ടും യാത്ര ചെയ്ത് ഒരു പരുവത്തിൽ കുഴിത്തറ വന്ന് അവിടെ കിടന്ന് 3-ാം ദിവസം നടന്ന് എങ്ങനെയൊക്കെയോ പിടിച്ച് പറ്റി കളിയിക്കാവള വന്ന്. പിന്നെ അവന് നടക്കാൻ വയ്യ. 4 മണിക്ക് കളിയിക്കാവള ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരോ പ്രിയായിട്ടൊരു കട്ടൻ കൊടുത്തൊരു വടിയെടുത്ത് നേരെ ശില്പപുരത്ത് വന്ന് അപ്പച്ചൻ്റെ വീട്ടിൻ്റെ അവിടെ ആയപ്പോൾ നമ്മുടെ എല്ലാം വീട്ടിൽ CC ക്യാമറ ഇല്ലോ. അപ്പച്ചൻ ഞങ്ങളുടെ ശില്പപുരത്തെ തോമാച്ചാന് ചിന്നമാമയെ നോക്കിയപ്പോൾ നമ്മുടെ മുടിയമ്പുത്ര ഇപ്പോൾ ഒടിഞ്ഞൊടിഞ്ഞ് വരുവാ സ്വോത്രം. ഇവിടുത്തെ അപ്പച്ചനും അമ്മച്ചാന്ന് ഞങ്ങളുടെ തോമാച്ചൻ നാടൻ ഭാഷയെ പറഞ്ഞു, ചിന്നമ്മേ ആ മുടിയം പിന്നെയും വരുന്നത്, നീ ഫ്രണ്ടിലെ ഗേറ്റ് പൂട്ട് പുറയിൽ കൂടെ നമുക്ക് വാഗണറും എടുത്ത് സിറ്റിയിൽ എവിടെയെങ്കിലും പോകുന്നു സ്വോത്രം. അതാ ഇവിടുത്തെ അപ്പച്ചനും അമ്മച്ചയും സ്വോത്രം. എന്നാൽ മടങ്ങി വരുന്നവനെ കണ്ട് വാതിലടച്ചിട്ട് പോകുന്ന ഒരപ്പനെയല്ല ഇന്ന് നൽസെയ്തി കൂട്ടങ്ങളിൽ ഞങ്ങൾ പരിചയപ്പെടുത്തത്. മടങ്ങി വരുന്നവനെ കണ്ടിട്ട് വാതിൽ തുറന്നു കൊടുത്തു. നാട്ടുകാരെ മുഴുവൻ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എല്ലാവരും വരണം, എൻ്റെ നഷ്ടപ്പെട്ട മകൻ തിരിച്ചു വന്നിരിക്കുന്നു. ഇന്ന് രാത്രി വചനം ഇതാ, സുവിശേഷ പ്രസംഗം, ഉലകത്തിൻ മുടിവൊന്നുമല്ല. സ്വോത്രം. അവൻ ഓടി വരുമ്പോൾ ഓടി വന്ന അപ്പനോടൊരു കാര്യം പറഞ്ഞു, അപ്പാ നിന്നോട് സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിപ്പാൻ യോഗ്യനല്ല. அங்கே ஒரு காலி பெறை இருக்குது, അവിടെ കന്നുകാലി ഇരിക്കുന്നത് റബ്ബർ ഷീറ്റ്, അവിടെ ഒരു പായ കൊടുത്ത് ഞാൻ അവിടെ ഒക്കാറ് ഒരു കഞ്ചിയെ കൊടുത്ത് അവിടെ കിടക്കാന്ന് സ്വോത്രം. അപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ അതൊന്നുമല്ല, നിനക്ക് വേണ്ടി ഒരു മുറി ഒരുക്കി നാളുകളായിട്ട് ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വന്ന മകനെ കണ്ടിട്ട് അവനെ മാറോട് ചേർത്തണയ്ക്കുന്ന ഒരപ്പച്ചന് ഇന്ന് രാത്രി ഞങ്ങൾ സെൽവപുരത്ത് പരിചയപ്പെടുത്തുന്നു. അവന്റെ പേരത്രേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി നിറം നോക്കാതെ, മണം നോക്കാതെ, നിന്റെ കുടുംബം നോക്കാതെ, നിന്റെ പാരമ്പര്യം നോക്കാതെ മാറോട് ചേർത്തടയ്ക്കുന്ന അപ്പൻ. എല്ലാവരും ഈ പ്രസംഗം കേൾക്കണം. താഴെ തകർപ്പരെ തമ്പിയെ തങ്കച്ചി ഇവൻ എവിടാ കിടന്നത്? 3.5 വർഷം 5 വർഷം പന്നിയുടെ കൂട്ടത്തിൽ പോയപ്പോൾ ഒരു ഉടുപ്പോ ഒരു മുണ്ടുമാ, പന്നിയുടെ ചാണകമായ അവൻ്റെ ഉടുപ്പിനകത്ത്, പന്നിയുടെ മൂത്രത്തിൻ്റെ മണമാവൻ്റെ ശരീരത്തിനകത്ത്. വന്നവൻ്റെ നിറം നോക്കാതെ, മണം നോക്കാതെ, ഗുണം നോക്കാതെ മാറോട് ചേർക്കുന്ന ഒരപ്പച്ചനെ இந்த കൺവെൻഷൻ കൂട്ടങ്ങൾ ഞങ്ങൾ ഉയർത്തുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. പക്ഷേ വന്നവനെ അകത്ത് കൊണ്ടുപോയില്ല. ഇതാ ഞങ്ങളുടെ സുവിശേഷ പ്രസംഗം. വന്നവനെ അകത്ത് കൊണ്ടുപോയില്ല. അപ്പൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവനെ ധരിപ്പിക്കുവാൻ ഒരു മേലങ്കി കൊണ്ടുവരാൻ വന്നു. അതിൻ്റെ പേര് രക്ഷയുടെ കുപ്പായം. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി മടങ്ങി വരുന്നവനെ ധരിപ്പിക്കുവാൻ രക്ഷയുടെ കുപ്പായം. അവനെ ആ മണിയറയിലേക്ക് കൊണ്ടുവന്നു. മക്കളെ, ഒന്നാമത്തെ യാതം ഏതെന്റെ പൂങ്കാവനത്തിനകത്ത് രക്ഷയുടെ വസ്ത്രത്തെ നഷ്ടപ്പെടുത്തിയപ്പോൾ ഒടുക്കലത്തെ യാതം കാൽവറി തൻ്റെ ദേഹമാകുന്ന തിരശീല നമുക്ക് വേണ്ടി ചിന്തി 6 ലക്ഷം രക്തം നമുക്ക് വേണ്ടി അവൻ ഒടുക്കിയെങ്കിൽ ആ രക്ഷയുടെ കുപ്പായമുള്ളവനെ മണിയറയ്ക്കകത്ത് കൊണ്ടുപോകുവാൻ എൻ്റെ കാന്തൻ വരാറായി. കരമുയർത്തുന്നവർ, കുഞ്ഞാടിൻ കല്യാണവും വന്നു. തൻ്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. രാത്രി അറ്റ് ഓൺലൈൻ മീഡിയ, ആർ യു വാച്ചിങ് ദിസ് മെസ്സേജസ് എവരിവൺ? Fathers, mothers, our sisters, brothers, do not go anywhere. Lift your right hands. Coming in the name of Jesus at Calvary cross, the blood of Jesus covered your all sins. Coming in this night. കാൽവറിയിലെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമെന്ന് ഇന്ന് രാത്രി ആര് കരമുയർത്തും? മടങ്ങി വരുന്ന മാറോട് ചേർക്കുന്ന അപ്പച്ചൻ ഈ രാത്രി പരിചയപ്പെടുത്തുന്നു. സഹോദര, இந்த ഒലിപ്പക്കം നീ തണ്ണിയെ കുടിച്ച് കള്ള് കുടിച്ചോ? സിസ്റ്റർ, നിന്റെ മുൻപിൽ ആത്മഹത്യയുടെ വഴിയായി നീ നിൽക്കുക. ചെറുപ്പക്കാരാ, നിന്റെ ജീവിതം തകർന്നെങ്കിൽ ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് യേശു എൻ്റെ ഏക ദൈവം, യേശു എൻ്റെ രക്ഷകൻ, അവൻ രാജാതി രാജാവായി മടങ്ങി വരുന്നെന്ന് ഇന്ന് രാത്രി കരമുയർത്തി ഒരു തീരുമാനമെടുത്താൽ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്കും. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ യേശു വരാറായി. സെൽവപുരമേ, വൺ മോർ ടൈം, മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമം. അവസാനിപ്പിക്കാൻ പോകുന്നു. ബാക്കി നാളെ സക്കരിയാവിലേക്ക്. മക്കളെ, സ്തോത്രം. ഒരു കാര്യം കേൾക്കണം, ഇവിടെ ഒരു ഒഴിച്ചുമാറ്റൽ നടക്കും. എല്ലാവരും കേട്ടോണം. എന്താ ഒഴിച്ചുമാറ്റൽ? 1945 2ാം ലോക മഹായുദ്ധം
5.5 കോടി പേർ മരിച്ചു. ബ്രിട്ടന്റെ ജർമ്മനിയുടെ ആക്രമണം പകർന്ന് ബ്രിട്ടൻ അനവധി പേരെ ഒഴിച്ചു മാറ്റി. എല്ലാവരും ഇത് കേൾക്കണം. 1990 കുവൈറ്റ് യുദ്ധം, എയർ ഇന്ത്യ വിമാനം കുവൈറ്റ് കിടന്ന മലയാളികളെ തമിഴ് മക്കളെ എല്ലാം എടുക്കാൻ പോയി, ഒഴിച്ചു മാറ്റൽ. അത് കഴിഞ്ഞിട്ട് 2013 യമനിൽ കലാപം, നമ്മുടെ നേഴ്സുമാരെ കൊണ്ടുവന്നു. 2016 സൂഡാനിൽ കലാപം. 2018 ഓക്കി ചുഴലിക്കാറ്റ് തമിഴ്നാട്ടിലും കേരളത്തിലും സ്കൂളുകളിൽ ഒഴിച്ചു മാറ്റി. 2020 കോവിഡ്. അന്നൊരു പ്ലെയിൻ യാത്രയായി വന്ദേ ഭാരത്, കരമുയർത്തുന്നവർ കേട്ടവർക്കായി വെളിനാട്ടുക്ക്. ആ പ്ലെയിൻ അവിടെ പോയി. 2022 ഉക്രൈൻ യുദ്ധം, എല്ലാവരും കേൾക്കണം. ഉക്രൈൻ യുദ്ധം നടന്നപ്പോൾ ഇവിടെ ഒരു ഗംഗ വന്നു, ഓപ്പറേഷൻ ഗംഗ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഉക്രൈനിൽ നിന്ന് കൊണ്ടുവരാൻ ആര്? എയർ ഇന്ത്യ, ഇൻഡിഗോ. അത് കഴിഞ്ഞ് ഉത്തർപ്രദേശ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിമാനം റഷ്യയിൽ ഇറങ്ങി, ബലാറസിൽ ഇറങ്ങി. ആരെ കയറ്റി? അമേരിക്കക്കാരനെ കയറ്റിയില്ല, ബ്രിട്ടൻകാരനെ കയറ്റിയില്ല, പാകിസ്ഥാൻകാരനെ കയറ്റിയില്ല. ഇന്ത്യയുടെ പാസ്പോർട്ട് ഉള്ളവർക്ക് വേണ്ടി ഡോറ് തുറന്നു. ആ കുഞ്ഞുങ്ങളെ ഇന്ത്യയുടെ മണ്ണിനകത്ത് കൊണ്ടിറക്കിയെങ്കിൽ രക്ഷയുടെ ടിക്കറ്റ് ഉള്ളവരെ ചേർക്കുവാൻ കരമുയർത്തുന്നവർക്കായി സ്വർഗീയ കമ്പാർട്ട്മെന്റുകളുമായി എന്റെ നാഥൻ വരാറായി. രാത്രി ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? എല്ലാവരും കേൾക്കണം. ഇന്ന് ബാപ്പുജിയുടെ കാര്യം ഓർത്തപ്പെടാ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, എല്ലാവരും കേട്ടോ. ബാക്കി നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിൻ്റെ അടുത്ത് സുവിശേഷം പറയാൻ ഒരു മിഷണറി പോകുമായിരുന്നു. അപ്പച്ച അദ്ദേഹം CSI കാരനായിരുന്നു, CSI മിഷണറി, ആന്ധ്രാക്കാർ. അദ്ദേഹം ചെന്ന് നെഹ്റുജിയോട് പറയും, സാറേ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭരണം വിടുമ്പോൾ രക്ഷിതാവായി സ്വീകരിക്കാം. 3 മാസം ഭരണം വിടാൻ ബാക്കിയുള്ളപ്പോൾ CSI മിഷണറി എല്ലാവരും കേൾക്കണം. ഒരു ബൈബിളുമായിട്ട് അവിടെ ചെന്ന്, സാർ യേശു അപ്പ രക്ഷിതാവായി സ്വീകരിക്കണം. അദ്ദേഹം പറഞ്ഞു, ചായയും കൊടുത്ത് വണ്ടിക്കൂലി കൊടുത്ത് മിഷണറിയോട് പറഞ്ഞു, 3 months ഞാൻ ഈ പോസ്റ്റിൽ നിന്ന് മാറും, ഞാൻ സുഖജീവിതത്തിലേക്ക് സ്വസ്ഥത അനുഭവിക്കാൻ പോകുമ്പോൾ നീ വരണം, ഈ ബൈബിളും തരണം, പ്രാർത്ഥിക്കണം. വണ്ടിക്കൂലി മേടിച്ച് CSI മിഷണറി ആന്ധ്രയിലേക്ക് പോയി. 6-ാം ദിവസം പത്രികയിൽ ഒരു വാർത്ത, ചാച്ചാജി പാസ്ഡ് അവേ. കരമുയർത്തുന്നവർക്കായി കാലം നിനക്ക് വേണ്ടി കാത്തു നിൽക്കത്തില്ല. ഇന്ന് രാത്രി സത്യവചനം കേട്ട് ഗ്രൗണ്ടിനകത്ത് വരണ്ട, കരമുയർത്തണ്ട. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ എനിക്ക് വേണ്ടി 39 അടികൾ അവൻ ഏറ്റുവാങ്ങി. 156 മുള്ളുള്ള കിരീടം അവന്റെ തലയിൽ അടിച്ചിറക്കിയെങ്കിൽ സാക്ഷാൽ രോഗങ്ങൾ അവൻ വഹിച്ചു, വേദനകൾ അവൻ ചുമന്നു. അവന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യമെങ്കിൽ ആട്ടുംകുട്ടിയും രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ. ഇന്ന് രാത്രി നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്കും. പുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ യേശു വരാറായി. സഹോദരാ, കൊട്ടാരമായാലും മരണം, കോട്ടയ്ക്കകത്തും മരണം. ഞങ്ങളുടെ പ്രത്യേകത ഇന്ന് രാത്രി ഞങ്ങൾ സ്റ്റേജിൽ പ്രസംഗിക്കുക. കൊഴഞ്ഞു വീണ് ഇവിടെ മരിക്കാം, പക്ഷെ വണ്ടി യാത്രയിൽ മരിക്കാം, കിടക്കയിൽ മരിക്കാം, കോവിഡ് വന്ന് മരിക്കാം, അറ്റാക്കിൽ മരിക്കാം, ക്യാൻസറിൽ മരിക്കാം. ഭയമില്ല. കല്ലറയ്ക്കപ്പുറത്ത് വന്ന് കരമുയർത്തുന്നവർക്കായി ലാസറിനെ വിളിച്ചുയർത്തിയ ഒരു ഗംഭീരനാദം ഒടുക്കലത്തെ നാളിൽ തൻ്റെ ഭക്തന്മാരെ ചേർക്കാൻ വരാറായി. ഈ രാത്രി ഒരിക്കൽ കൂടി തായേ തകർപ്പരെ, தம்பி தங்கச்சி, இந்த ஒலிப்பக்கத்தில் இந்த நாட்களில் உலகத்தின் முடிவும் கடைசி கால செய்திகளும் கேட்டுக்கொண்டு இந்த கிரவுண்டுக்குள்ள வரவில்ல, எங்கேயோ உங்கள் உட்காரு, அங்கே இருந்து യേശു അപ്പാവെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ. പാപத்துக்கு പരിഹാരത്തിൽ ആട്ടിൻകുട്ടിയിൽ അറക്കപ്പെട്ടെങ്കിൽ ആട്ടിൻകുട്ടിயின் രക്തത്താൽ എന്നെ കഴുകി വെടിപ്പാക്കണമെന്ന് യാരേ ഉങ്ക കരങ്ങളെ തൂക്കി അപ്പച്ചൻ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഉണ്മൈ ഇന്ന് രാത്രി സ്വർഗമേ പാക്കരുത്, ഉന്നെ ചേർക്കാൻ നാഥൻ വരാറായി. ബാക്കി നാളെ രാത്രി.